ബൈബിളിൻ്റെ മാത്രം പ്രത്യേകത ഇത് ദൈവവചനമാണ് എന്ന് എങ്ങനെയാണ് പറയുക? അത് തെളിവ് കൊടുക്കാൻ നമുക്കുണ്ട്. ഞാൻ ഇസ്ലാമിക സഹോദരന്മാരുമായിട്ട് സംവാദം നടക്കുമ്പോൾ കൃപയാൽ അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ ഫലപ്രദമായി പ്രതികരിക്കാൻ മറുപടി പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ജനാബ് MM അക്ബർ എന്ന അവരുടെ സംവാദകൻ തന്നെ 2 വർഷമായിട്ട് ഫീൽഡിലില്ല. അവരെ ചില സ്ഥലങ്ങളിൽ പോസ്റ്റർ കൊണ്ടൊട്ടിക്കും, ഇസ്ലാം വെല്ലുവിളിക്കുന്നു, സംവാദത്തിന് തയ്യാറാകുന്നൊക്കെ. നമ്മുടെ ആൾക്ക് ആദ്യം ഒരു ഭയമായിരുന്നു. ഞങ്ങൾ എറണാകുളത്തും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഇതിൻ്റെ താഴെ പോസ്റ്റർ ഒട്ടിച്ചു, സ്നേഹബുദ്ധിയാൽ ആ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിക്കുന്നു. തൊട്ട് താഴെ ഒട്ടിച്ചു കൊടുക്കും. നമ്മൾ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ട് ക്ഷണിച്ചു, അവർ വരാതായി. മറ്റൊരു കാര്യം കൂടി, ഇനിയിപ്പോൾ അങ്ങനൊരു പ്രോഗ്രാമൊന്നും അവർ നടത്തില്ല. കാരണം ഖുർആൻ പഠിച്ച ആയിരക്കണക്കിന് കുട്ടികൾ നമ്മുടെ കൂടെ നിന്ന് എഴുന്നേറ്റു. ഞാനതുകൊണ്ട് പറയാറുണ്ട്, ഇപ്പോൾ ഇതിനൊന്നും നമ്മളൊന്നും ആവശ്യമില്ല മറുപടി പറയാൻ. കൊച്ചു കുട്ടികൾ ഒരിക്കൽ ഞങ്ങളൊരു 4-5 പേര് ഒരു പ്ലാറ്റ്ഫോമിൽ നിരത്തി നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഏത് പണ്ഡിതനെയും കൊണ്ടുവരിക, ഇതിലിഷ്ടപ്പെട്ട ഒരാളെ നിങ്ങൾ വിളിക്കുക. ഈ കബഡി കളി എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് എൻ്റെ ക്രിസ്ത്യാനിറ്റിയുടെ പരാജയമായിട്ട് അംഗീകരിക്കും. നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലെന്നോർത്ത് പരാജയപ്പെട്ടുവോ ഒന്നുമില്ല, പക്ഷേ എക്സ്പോസ് ചെയ്യും. അപ്പോൾ നമ്മൾ അൺമാസ്കിങ് ഇസ്ലാം, അപ്പോൾ അത് പറഞ്ഞത് ഇതൊക്കെ ആണെങ്കിലും അവരെ ചോദിച്ച ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു വാദത്തിന് ഇന്ന് വരെ എനിക്ക് മറുപടി പറയാൻ പറ്റിയിട്ടില്ല. പറ്റുമെങ്കിൽ നിങ്ങളും ഒന്ന് സഹായിച്ചാൽ കൊള്ളാം. മറുപടി പറയാൻ പ്രാപ്തരായ ആരെങ്കിലും വന്നാൽ നല്ലത്. അത് ഖുർആൻ ദൈവവചനമാണെന്ന് അവർക്ക് അനായാസേന തെളിയിക്കാൻ പറ്റും. അതിൻ്റെ തെളിവ് നിരത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ ചോദിക്കും, ആട്ടെ ഖുർആൻ ദൈവവചനമായിരിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ പറയുന്ന ഉത്തരം, അത് അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദാണ് ഖുർആൻ എഴുതിയത്, അതുകൊണ്ട് അത് ദൈവവചനമാണ്. ആട്ടെ, ഈ മുഹമ്മദ് പ്രവാചകനാണെന്ന് ആര് പറഞ്ഞു? അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ എങ്ങനെ മുഹമ്മദ് പ്രവാചകനാകും? മുഹമ്മദ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണല്ലോ. അതെ, മുഹമ്മദ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് ആരാ പറഞ്ഞേ? അത് ഖുർആൻ പറഞ്ഞു. ഖുർആൻ ദൈവവചനമാണെന്ന് ആര് പറഞ്ഞു? അത് മുഹമ്മദ് പറഞ്ഞു. മുഹമ്മദ് പ്രവാചകനാണെന്ന് ആര് പറഞ്ഞു? അത് ഖുർആനിൽ എഴുതിയിരിക്കല്ലേ. ഇന്ന് വരെ എനിക്ക് ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് എന്തോ മനസ്സിലായി? ഞാൻ ലാസ്റ്റ് പറഞ്ഞു, നമിച്ചു ഉസ്താദെ, നമിച്ചു. എന്തിനാണ് അവരെ ഇങ്ങനെ ജയിപ്പിക്കുന്നതെന്നറിയണ്ടേ? ഇതിനാണ് അൺമാസ്കിങ് ഇസ്ലാം. അതിൻ്റെ മറ പൊളിച്ച് കാണിക്കുക. അത്ര ദുർബലമാണ് ആ വാദം. സർക്കുലേറ്റിംഗ് ആർഗ്യുമെൻ്റ്. ഒരു ആർഗ്യുമെൻറ്റിൽ ഇത് ചാടി ഇപ്പുറത്ത് വരും, അത് തന്നെ ഇപ്പുറത്ത് പറയും, അത് തന്നെ ഇപ്പുറത്ത് പറയും. ഉത്തരാകുമോ? ആകുമോ? ഒരു ലോജിക്കൽ ബേസ് ഉണ്ടോ? പക്ഷെ നമ്മളോട് ചോദിക്കുക, ബൈബിൾ എങ്ങനെ ദൈവവചനമാകുന്നേ? ബൈബിളിൽ ദൈവവചനമാണെന്ന് എഴുതിയാൽ വചനമാവില്ല. നമുക്കാവും, പബ്ലിക്കിനാവുമോ? ഇല്ല. അപ്പോൾ ഒരു അവിശ്വാസിയെ കൺവിൻസ് ചെയ്യിക്കാൻ ഇതിന് പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പറയുന്ന പ്രവചനം തന്നെയാണ്. ആ പ്രവചനങ്ങൾ പിൽക്കാലത്ത് ചരിത്രത്തിൻ്റെ ഭാഗമായി. ചരിത്രത്തിൻ്റെ ഭാഗമായപ്പോൾ അത് അങ്ങനെ തന്നെയോ എന്നറിയാൻ നമ്മുടെ മുമ്പിൽ മറ്റൊരു ശാസ്ത്രശാഖയുണ്ട്. അതിൻ്റെ പേര് ആർക്കിയോളജി എന്നാണ്. പുരാവസ്തു വിജ്ഞാനീയം. ബൈബിളിൽ പറയുന്ന സംഭവങ്ങളൊക്കെ ശരിയാണ് എന്ന് ആർക്കിയോളജി തെളിയിച്ചു. ഉദാഹരണം, ഒരു നീർപ്പാത്തി ഒരു രാജാവ് ഉണ്ടാക്കി വെള്ളം വാട്ടർ സപ്ലൈ നടത്തിയെന്ന് ബൈബിളിലുണ്ട്. ഉത്ഖനനം വഴി അത് തെളിയിച്ചപ്പോൾ അതിൽ കള്ളമില്ല. അപ്പോൾ ഇതിൽ പറഞ്ഞ സംഭവങ്ങളും വിശദീകരിച്ച വസ്തുതകളുമെല്ലാം ചരിത്രത്തോട് നീതി പുലർത്തുന്നതാണ്. അല്ല, ഇതിൽ പറയുന്ന കാര്യങ്ങൾക്ക് അമാനുഷികതയില്ല. എക്സാമ്പിൾ,
ഗലീലയിലെ കാനാവിലെന്ന് പറഞ്ഞാൽ ഇന്നും ഗലീല അവിടെ ഉണ്ട്, കാന അവിടെ ഉണ്ട്. അവൻ എരികോവിലേക്ക് ചെന്നാറേ, എരികോ അവിടെ ഉണ്ട്. ഇത് ആകാശഗംഗ, ഐരാവതം, ആകാശപുഷ്പം എന്നൊക്കെ പറഞ്ഞൊരു സാധനം അല്ലിത്. മനസ്സിലായില്ലേ? ലിറ്ററലാണ്. അതാണ് ഇതിൻ്റെ ഭംഗി. ഹല്ലേലൂയ. സൂപ്പർ നാച്ചുറലായ മെറ്റാഫിസിക്കലായൊരു ലോകത്തെപ്പറ്റി ഒത്തിരി പറയാനല്ലത് വന്നേ. പക്ഷെ അതുകൊണ്ട് ആ ഒരു ലോകവും കൂടെ ഉണ്ട്. അപ്പം അത് എല്ലാം സയൻറ്റിഫിക്കലാണ്. എന്തിനാണ് നിത്യത? അതും സയൻറ്റിഫിക്കലാണ്. എന്താ പറയാൻ കാരണം? സ്വർഗമൊക്കെ എന്തിനാ? പ്രാർത്ഥനയൊക്കെ എന്തിനാ? ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാനാണ് നിത്യത, അല്ലേ? നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. പ്രായമാകുമ്പോൾ നമുക്ക് ക്രമേണ മരിക്കും. അത് ലിമിറ്റേഷനാണ്. ആ ലിമിറ്റേഷനെ ഓവർകം ചെയ്യണം. അതിനാണ് നിത്യത. ഒത്തിരി വിശദീകരണങ്ങൾ ഫിലോസഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ആവശ്യമില്ല. കുറേ പേരൂടെ വരും എന്ന പ്രതീക്ഷയിലാണ് ഒരു മുഖവുര ഈ വിധത്തിൽ പറഞ്ഞേ. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ബാക്കിയിലേക്ക് കിടക്കാം. ഈ യേശുവിൻ്റെ പ്രവചനം നിറവേറി, ദേവാലയം തകർന്നു. അപ്പോൾ ഈ ജൂതന്മാർ ജെറുസലേം വിട്ടുപോയി. പലസ്തീനിലൊക്കെ ഉണ്ട്. അവർ ദുഃഖിതരും വ്രണിതഹൃദയരും ഒക്കെ ആയിട്ട് അവിടെ ജീവിക്കുമ്പോൾ ഇവരെ പൊതുവെ ടെററിസ്റ്റുകളായി മുദ്രകുത്തി, ഇവരെ കുഴപ്പക്കാരായിട്ട് മുദ്രകുത്തി, മോശം മനുഷ്യരായി മുദ്രകുത്തി. അങ്ങനെ ഒന്ന് 50 കൊല്ലം കൂടി കഴിഞ്ഞു. കൃത്യം പറഞ്ഞ AD 125. അപ്പോഴേക്ക് ക്രിസ്ത്യാനിറ്റി ജെറുസലേം വിട്ടങ്ങ് എക്സ്പാൻഡ് ചെയ്തു. അവിടെ ഉള്ള ജൂതന്മാരെ രാജ്യം ഭരിക്കുന്ന ഹദ്രിയൻ എന്നൊരു ചക്രവർത്തി, ഇനിമേൽ ഒരു യഹൂദനും ജെറുസലേമിലെന്നല്ല പാലസ്തീനിലെങ്ങും കാണാൻ പാടില്ല, നിങ്ങൾ ഇവിടുന്ന് പോകണം. അങ്ങനെ ജൂതനെ തെറിപ്പിച്ചു. ചരിത്രത്തിൽ ആദ്യമായി നാമത്തിന് പോലും പേരിന് പോലും ജൂതനില്ലാത്ത ഒരു ഇസ്രയേൽ അല്ലെങ്കിൽ പാലസ്തീനിയ രൂപപ്പെട്ടു. അങ്ങനെ ജൂതന്മാർ ചിതറി ലോകം മുഴുവൻ. സ്കാറ്റേഡ് ജൂസ്, ചിതറപ്പെട്ട ജൂതന്മാർ എന്ന പേരിൽ നമ്മൾ അവരെ പറ്റി പഠിക്കും. ചിതറിപ്പോയ ജൂതൻ്റെ ആ ചിതറലിന് പിന്നിൽ ഒരു കാരണം ഉണ്ടായിരുന്നു. ആവർത്തന പുസ്തകം പറയുക, ഈ പുസ്തകത്തിലെ പ്രമാണം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. മാറിയാൽ നിന്റെ ദൈവമായ യഹോവ ഭൂതലത്തിലെങ്ങും നിന്നെ ചിതറിക്കും. പീഡയും കെണിയും ഭയവും നിനക്ക് വന്നു ഭവിക്കും. ആ ഘട്ടത്തിൽ പീഡയുടെ ആധിക്യം കൊണ്ട് ഈ പകലൊന്ന് കഴിഞ്ഞുകൂടിയാൽ മതി എന്ന് നീ പറയും. ഒന്ന് സന്ധ്യയായി കിട്ടിയെങ്കിൽ, സന്ധ്യയിലൊരു ആശ്വാസമൊക്കെ കിട്ടും എന്ന് നീ പ്രതീക്ഷിക്കും. പക്ഷെ സന്ധ്യയാകുമ്പോൾ പറയും ഒന്ന് നേരം വെളുത്തെങ്കിൽ. അസ്വസ്ഥത നിറഞ്ഞ മനസ്സോടെ നീ ജീവിക്കേണ്ടി വരും. അനുസരിക്കുന്ന യാഗത്തേക്കാൾ നല്ലതാണെന്ന് പറഞ്ഞ് എന്തൊരു വചനത്തിൻ്റെ ആഴം അല്ലേ? അങ്ങനെ ജൂതൻ ചിതറിപ്പോയ ജൂതൻ്റെ ആദ്യ കാലഘട്ടമൊക്കെ അഭിവൃദ്ധിയുടേതൊക്കെ തന്നെയായിരുന്നു. നാടില്ലെങ്കിലും പോയ ഇടങ്ങളിൽ തൊഴിലെടുത്ത് അവൻ ധനാഢ്യനായി, വലിയ സമ്പന്നരായി മാറി. ഈ ബാങ്ക് എന്നൊരാശയം തന്നെ ജൂതന്മാരുടേതാണ്. നമ്മുടെ കയ്യിലെ പണമൊക്കെ ശേഖരിച്ച് നമുക്കൊരു ഇൻട്രസ്റ്റ് തന്നിട്ട് ബിസിനസ്സിന് പുറത്തേക്ക് കൊടുക്കുക, അതിന് കൂടിയ പലിശ വാങ്ങുക. ഈ ഒരു ആശയമാണല്ലോ ബാങ്ക്. ഈ ഒരു ആശയം ലോകത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശക്തിപ്പെടുത്തിയത് ജൂതന്മാരാണ്. നാം അറിയുന്ന ആഡം സ്മിത്ത് ഉണ്ടല്ലോ, എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട്, കാൽ മാർക്സ് ഉണ്ടല്ലോ, ഇവരൊക്കെ തന്നെ ജൂതന്മാരായിരുന്നു. അപ്പോൾ ഇവരുടെ ചിന്തകൾക്കൊക്കെ അതിൻ്റേതായ ചില സ്വാധീന ശക്തി ഉണ്ടായി.
ഇവരെ ചിന്തകൾ അതിൻ്റെ പരിമിതികളുമുണ്ട്, സവിശേഷതകളുണ്ട്. അത് ക്യാപിറ്റലിസം എടുത്താലും സോഷ്യലിസം എടുത്താലും രണ്ടിൻ്റെയും പിന്നിലെ ബ്രെയിൻ ജൂതന അല്ലേ? ക്യാപിറ്റലിസം എടുത്താലോ കമ്മ്യൂണിസത്തെ എടുത്താലോ ബ്രെയിൻ ജൂതന. ഒരു ജൂവിഷ് കോൺട്രിബ്യൂഷനാണ് അത്. ആ രണ്ടാശയങ്ങളും ആ രണ്ട് ചിന്താധാരകളും അവർക്കിടയിൽ നിന്ന് വന്നു. സമ്പത്തിൻ്റെ വ്യവഹാരങ്ങളുടെ മേധാവിത്വം ജൂതൻ്റെയാണ്. അങ്ങനെ പോയിടത്തെല്ലാം സമ്പന്നനായ ജൂതന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു തിരിച്ചടി. എൻ്റെ കാരണം നമ്മുടെ നാട്ടിൽ വന്ന ജൂതൻ നമ്മുടെ പണം ശേഖരിച്ചിട്ട് സമ്പന്നനായി മാറിയിട്ട് നമുക്ക് പണം പലിശയ്ക്ക് തന്ന് സീസ് ചെയ്ത് ജപ്തി ചെയ്ത് നമുക്കുള്ളതെല്ലാം പിടിച്ചെടുത്ത് നാട്ടുകാരൻ ഈ ജൂതൻ്റെ അധികാരത്തിൻ്റെ കീഴിലേക്ക് അമരുന്നു എന്ന ഒരു ബോധം മനുഷ്യർക്കുണ്ടായിട്ട് ഒരു ജൂത വിരോധം ഇവർക്കിടയിലേക്ക് ആളിക്കത്തിക്കാൻ ആളുകൾ ശ്രമം നടത്തി. ഞാൻ സമയക്കുറവുകൊണ്ട് ഇടയ്ക്കുള്ളതെല്ലാം വിടുകയാണ്. അതിന് ഏറ്റവും അധികം സമയം ചെലവഴിച്ചത് ഹിറ്റ്ലറും മുസോളിനിയൊക്കെ ആയിരുന്നു. ബെനിറ്റോ മുസോളിനിയും ഹിറ്റ്ലറും സർചക്രവർത്തിമാരും ഒക്കെ ജൂതവിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. എന്തിന്? കാത്തലിക്സ് ജൂതവിരുദ്ധാശയങ്ങൾ പ്രചരിപ്പിച്ചു. ഈവൻ പ്രൊട്ടസ്റ്റൻ്റുകൾ പോലും ജൂതവിരോധം ആളിക്കത്തിച്ചു. ആ ചരിത്രം കാണാതിരിക്കരുത്. പോയിടത്തെല്ലാം ജൂതനെ കാണുന്നത് ക്രിസ്തുവിനെ ക്രൂശിച്ച ആളല്ലേ നീ ശപിക്കപ്പെട്ടവനാ, നിന്നോട് ഇടപെടുന്നത് കൊണ്ടൊക്കെ ശാപം ഉണ്ടാകും. അങ്ങനെ ജൂതൻ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ ചിതറിയ ജൂതൻ്റെ ആദ്യഘട്ട അഭിവൃദ്ധി കഴിഞ്ഞ് രണ്ടാം ഘട്ടം പടിയിറക്കം ആരംഭിക്കുക. പീഡനത്തിൻ്റെ വഴിയിലൂടെ അവർ കടന്നുപോയി. ആ പീഡന മുറകൾ പലതും അതിഭീകരമായിരുന്നു. ആ പീഡനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് സർചക്രവർത്തിമാരും അതുപോലെ നമ്മളറിയുന്ന ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ ആയിരുന്നു. ക്രൂര പീഡ. ആ പീഡയ്ക്ക് പല കാരണങ്ങൾ അവർ കണ്ടെത്തി. ജൂതനോടുള്ള ജന്മസിദ്ധമായ വിരോധം പറഞ്ഞ് പ്രചരിപ്പിച്ചു. ജൂതനാണ് മറുവശത്തെങ്കിൽ അവൻ കൊള്ളൂലാത്തവനാണ്, ക്രിമിനലാണെന്നൊരു മുദ്ര കുത്തി. ജർമ്മനിയിലെ പല കടകൾക്ക് മുമ്പിൽ എഴുതി വെച്ചു, ഞങ്ങൾക്ക് ജൂതന്മാരുമായി ഇടപാടില്ല, ജൂതന്മാർക്ക് പ്രവേശനമില്ല. ഇനി ഒരു ജൂതന് വാഹനത്തിൽ യാത്ര ചെയ്യണോ? തദ്ദേശവാസികളായ അവസാനത്തെ ആളും കയറി എന്ന് ഉറപ്പായെങ്കിലേ ജൂതന് കയറാൻ പറ്റൂ. കയറിയാൽ ഇരട്ടി പണം കൊടുക്കണം. സീറ്റ് പെട്ടെന്ന് നാട്ടുകാർ വന്ന് ഒഴിഞ്ഞു കൊടുക്കണം. അവൻ അനീതിയെ ചോദ്യം ചെയ്താൽ പറയും, ബിക്കോസ് യു ആർ എ ജൂ. ഇവിടെ യാത്ര ചെയ്യണോ? ഇതാ നിയമം. ജൂത വിദ്യാർത്ഥികളോട് കാട്ടി അവഗണന ക്രൂരമായിരുന്നു. അവർ അത്ര പഠിപ്പുള്ളവരായിരുന്നാലും പറയും, നിങ്ങൾ കോപ്പി അടിക്കും, നിങ്ങൾ അങ്ങനെയുള്ള മനുഷ്യരാ, വഞ്ചനയാണ് നിങ്ങളുടെ അടിസ്ഥാനം. അതുകൊണ്ട് ഈ ജൂതരുടെ വിദ്യാർത്ഥികളെ പിൻനിരയിലിരുത്തുകയും അവഹേളിക്കുകയും അവരുടെ റിസൾട്ടുകളിൽ അവിശ്വസനീയത പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അതുമാത്രമല്ല, ഈ ജൂതന്മാരുമായുള്ള ഇടപാടിൽ നാട്ടുകാരും ജൂതനും തമ്മിൽ തർക്കമുണ്ടായാൽ, പ്രത്യേകിച്ച് വ്യവഹാര കോടതികളിൽ പോലും നീണ്ട ചർച്ചയില്ല. എതിർവശത്ത് ജൂതനെങ്കിൽ നീ കുറ്റവാളിയാണെന്ന് ഉറപ്പാണ്. ക്രിമിനൽ കേസുകളിൽ പിടിക്കപ്പെടുന്ന ജൂതന്മാർക്കൊരു ശിക്ഷയുണ്ട്. അത് ജർമ്മനിയിൽ അവർക്കൊരു മഞ്ഞ നിറമുള്ള ടീഷർട്ട് കൊടുക്കും. അത് നല്ലതാണല്ലേ. നമ്മളെ ക്രിമിനൽ കേസിൽ പിടിച്ച ഉടനെ ഒരു ടീഷർട്ട്, ഈ ടീഷർട്ടിൽ ഒരു ചുവന്ന നക്ഷത്രം വരയ്ക്കും. പിന്നെ അയാൾക്ക് ആജീവനാന്തം ഇതേ ഇടാൻ പറ്റൂ, വേറെ വസ്ത്രവും ധരിക്കാൻ പറ്റില്ല. ഇതാണ് അയാളുടെ ഇനിയുള്ള ജീവിതം. ഈ ടീഷർട്ട് ധരിച്ച ജൂതനെ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ക്രിമിനലാ. സ്ത്രീകൾ മാറോടുന്നു, പുരുഷന്മാരവനെങ്ങനെ നോക്കും. അല്പം കാർക്കശ ബുദ്ധിക്കാരായ പുരുഷന്മാർ പറയും പെട്ടെന്ന് നോക്കൂ, അല്ലെ അടിമേടിക്കും. രണ്ടാമതൊരിക്കൽ കൂടി ക്രിമിനൽ കേസിൽ പെട്ടുപോയാൽ ശരി തെറ്റുമൊക്കെ രണ്ടാമത്തെ കാര്യം.
മുമ്പ് വരച്ച ത്രികോണത്തിന് വിപരീത ദിശയിൽ ഒരു ത്രികോണം ഇങ്ങനെയും വരയ്ക്കും. ഇപ്പോൾ ഒരു സ്റ്റാറായി. ഈ സ്റ്റാർ പരിഹസിക്കപ്പെടുന്ന ഒന്നിൻ്റെ ചിഹ്നമായിരുന്നു, ഒരു ഐക്കണായിരുന്നു. അവരിതിനെ വിളിച്ചു ദ സ്റ്റാർ ഓഫ് ഡേവിഡ്, ദാവീദിൻ നക്ഷത്രം. ദാവീദിൻ നക്ഷത്രം പതിച്ചു കണ്ടാൽ ഓർക്കണം, കൊടും ക്രിമിനൽ. ഇനി ഒരു ഘട്ടം കൂടി പിടിച്ചാൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റാണ്. ഇങ്ങനത്ര ജൂതന്മാർ അവരുടെ ബാങ്കുകളിൽ നിന്ന് പലിശയ്ക്ക് പണമെടുത്തിട്ട് തിരിച്ചടയ്ക്കാതായി. മുഷ്കുപയോഗിച്ച് അവനെ ഒതുക്കാൻ ശ്രമിച്ചു. ചിലപ്പോഴൊക്കെ ജൂതൻ അവസരം കിട്ടുമ്പോൾ തിരിച്ചു മണ്ടിച്ചു. നാച്ചുറലാണ്, സ്വാഭാവികമാണല്ലോ. ഈ ഒരു ഘട്ടം കൂടി കഴിഞ്ഞു. മനോപീഡയുടെ കാലം കഴിഞ്ഞു. ഈ പീഡനത്തിന് അവർക്ക് പലവിധ ന്യായങ്ങളുണ്ടായിരുന്നു. അത് ഹിറ്റ്ലർ പറഞ്ഞ ന്യായം, ഈ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് തങ്ങൾ തോൽക്കാൻ പ്രധാന കാരണം ജൂതന്മാരും കമ്മ്യൂണിസ്റ്റുകളുമാണ്. യുദ്ധം ശക്തിപ്പെട്ടപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ റഷ്യൻ ചേരിയിൽ അല്ലെങ്കിൽ അമേരിക്കൻ ചേരിയിൽ അതൊന്നിച്ചാണല്ലോ നിന്നുകൊണ്ട് ഞങ്ങൾക്കെതിരെ തിരിഞ്ഞു. ജൂതനും ഇതുപോലെ ചെയ്തു. അവരുടെ ബാങ്കുകൾ പണം തന്നില്ല, ആയുധം വാങ്ങാൻ വയ്യ, പടയാളികൾക്ക് ഷൂസ് വാങ്ങാൻ പോലും പണമില്ലാതെ വിഷമിച്ചു. പിന്നിൽ നിന്ന് കുത്തി ഇവർ എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ജൂതവിരോധം ആളിക്കത്തിച്ചു. ഹിറ്റ്ലർ കൊന്നൊടുക്കിയ മനുഷ്യരുടെ കണക്ക് 1,110,00,000 പേരെയാണ്. അതിൽ 60 ലക്ഷം യഹൂദന്മാരാണ്, 30 ലക്ഷം കമ്മ്യൂണിസ്റ്റുകളാണ്, ഓൾ അതേഴ്സാണ്. എല്ലാം കൂട്ടി അത്ര ഉള്ളൂ. ഇത്രയും ക്രൂരമായ കൊല നടപ്പാക്കാൻ ഹിറ്റ്ലർക്ക് സവിശേഷങ്ങളായ ചില രീതികളുണ്ടായിരുന്നു. ഇയാൾക്ക് ജോസഫ് ഗീബൽസ് എന്ന പേരുള്ള ഒരു മന്ത്രി ഉണ്ടായിരുന്നു. ഇയാളുടെ ഡിപ്പാർട്ട്മെൻറ്റ് രസകരമായിരുന്നു, നുണ പറയുക എന്നായിരുന്നു. ഗീബൽസിയൻ തന്ത്രം എന്നൊക്കെ നമ്മൾ കേൾക്കുമല്ലോ. എന്താ ഗീബൽസ് ചെയ്തുകൊണ്ടിരുന്നത്? നുണ പറയുക, പലവട്ടം പറയുക, ആവർത്തിച്ച് പറയുക. അങ്ങനെ കുറേ പറഞ്ഞു കഴിയുമ്പോൾ ഏത് നുണയും ശരിയാവും. പരീക്ഷിച്ച് കളയരുത്. ഇങ്ങനെ ഗീബൽസ് നുണ പ്രചരിപ്പിച്ചു ഇവർക്കെതിരെ. വർഗീയ കലാപങ്ങൾ ആളിക്കത്തിച്ചു. സമൂഹത്തിൽ എന്ത് തെറ്റ് നടന്നാലും അത് ജൂതന്മാരുടെ പേരിലാക്കും. അങ്ങനെ അന്നൊന്ന് ജൂതന്മാരായ മനുഷ്യരോട് ചെയ്ത ചില നരകതുല്യ പീഡകളുണ്ടായിരുന്നു. അതിൽ ചിലത് പറയാം. ഇതുപോലുള്ള ഓഡിറ്റോറിയങ്ങൾ ഇത് ഹിറ്റ്ലർ എടുത്തു, തിയേറ്ററുകളാണ്. ഇതിനുള്ളിൽ ഒരു 2000 പേർക്ക് ഇരിക്കാമെന്ന് കരുതുക. 2000 പേരെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഇടത്തേക്ക് 10,000 പേരെ തിരക്കി കയറ്റും. എല്ലാ കതവും അടയ്ക്കും. ചില കിളിവാതിലുകൾ തുറന്നിട്ട് ഇതിലേക്ക് രാസവസ്തുക്കൾ, ക്ലോറിൻ വാതകമടക്കം പമ്പ് ചെയ്യും. ഇത് ശ്വസിക്കുന്ന മനുഷ്യർക്ക് വീണ് മരിക്കാൻ പോലും കഴിയാതെ ആന്തരിക അവയവങ്ങൾ ദ്രവിച്ചുരുകി 2-3 മിനിറ്റിനുള്ളിൽ നിന്ന് മരിക്കും. കാരണം വീഴാനിടയില്ല. ഇങ്ങനെയുള്ള ശവശരീരങ്ങൾ പെറുക്കാൻ വരുന്നതും നിത്യപ്രവർത്തിക്കുന്ന വണ്ണം റിക്രൂട്ട് ചെയ്തെടുത്ത ജൂത തൊഴിലാളികളാണ്. ഉരുളക്കിഴങ്ങ് സൂപ്പും ഒരു ബ്രെഡും ഒക്കെ കൊടുത്ത് ആളുകൾ കൊണ്ട് പണിയെടുപ്പിക്കുക. ഈ തോളിലേറ്റിക്കൊണ്ടു പോകുന്ന ശവശരീരം തൻ്റെ സമശിഷ്ടങ്ങളിൽപ്പെട്ട ജൂതൻ്റെയാണ് എന്ന് അറിഞ്ഞിട്ടും ചാട്ടവാറടി ഭയന്നുകൊണ്ട് ഈ ബോഡി കൊണ്ടില്ലും. അടുത്തൊരു സെഷനുണ്ട്. ഈ കുപ്പായമൊക്കെ ഊരി അത് സോർട്ട് ചെയ്യുക. അടുത്തൊരു സെഷനുണ്ട്, ഇതൊക്കെ വാഷ് ചെയ്യുക. അടുത്തത് തേച്ച് ഇസ്തിരിയിട്ട് വൃത്തിയാക്കി വീണ്ടും വിപണിയിൽ വിൽക്കുക, അതിനുവേണ്ടി കൊടുക്കുക. വാച്ചും മാലയും കമ്മലുമൊക്കെ അഴിച്ചിങ്ങനെ സോർട്ട് ചെയ്യും. അതൊക്കെ സർക്കാരിൻ്റെ മുതല. എന്തിന് വാ തുറന്ന് നോക്കിയിട്ട് സ്വർണ്ണപ്പല്ലുകളുണ്ടെങ്കിൽ അതുപോലും പറിച്ചെടുക്കും. തീർന്നില്ല. ഈ ശവശരീരം വാഗണുകളിൽ കയറ്റി ദൂരെയുള്ള ക്യാമ്പുകളിൽ കൊണ്ടിട്ട് ചുട്ടുകരിക്കും. ചുട്ട് കത്തിച്ച് അവിടെ നിന്ന് ശേഖരിക്കുന്ന കൊഴുപ്പ് സോപ്പുണ്ടാക്കി വിപണിയിൽ കൊണ്ട് വിൽക്കും. വീണ്ടും അവിടെ നിന്ന് രൂപപ്പെടുന്ന ചാരമില്ലേ, അത് വളമാക്കി മാറ്റും. ഇതൊരു വലിയ വിപണിയായിരുന്നു. എത്ര മനുഷ്യരെ ഹിറ്റ്ലർ ഇങ്ങനെ കൊന്നു. സമയക്കുറവുകൊണ്ടെല്ലാം പറയുന്നില്ല. ഭീകരമെന്ന് വിശേഷിപ്പിക്കാൻ പറ്റൂ. വലിച്ചു കെട്ടിയ മുള്ളുകമ്പിക്കിടയിലൂടെ
മനുഷ്യരെ നഗ്നരാക്കി ഓടിക്കും. അതിവേഗത്തിൽ ഓടുമ്പോൾ മറുവശത്ത് നിന്ന് നായ്ക്കളെ കെട്ടഴിച്ചു വിടും. നായ്ക്കൾ അവരെ കടിക്കാൻ ഓടി വരുമ്പോൾ ഈ ഇരുമ്പ് കമ്പിയിലേക്ക് മുള്ളുവേലിയിലേക്ക് പിടിക്കുമ്പോൾ അതുവഴി വൈദ്യുതി കടത്തിവിടും. ഷോക്കടിച്ചും മാംസം പറഞ്ഞ് അതിൽ പറ്റിപ്പിടിച്ചുമൊക്കെ ആളുകൾ മരിക്കും. മരണം ഒരു നിത്യസംഭവം. അങ്ങനെ നേരം വെളുക്കുമ്പോൾ രാത്രിയായെങ്കിൽ, രാത്രിയാകുമ്പോൾ നേരം വെളുത്തെങ്കിൽ കൊള്ളായിരുന്നു എന്നവർ ധരിക്കും. സ്ത്രീകളെയും മറ്റും ഹിറ്റ്ലർ ഉപദ്രവിച്ച രീതി ഒരു പൊതുജന സമക്ഷം വിവരിച്ചുകൂടാ. ചിലത് മാത്രം പറയാം. ഗർഭവതികളായ സ്ത്രീകളുടെ ഉദരം പിളർന്ന് ഗർഭസ്ഥ ശിശുക്കളെ പുറത്തെടുക്കും. അവയെ ഉടച്ചു പരുവപ്പെടുത്തി ലിക്വിഡ് ഉണ്ടാക്കി അതിൽ നിന്ന് സൗന്ദര്യവർദ്ധക വസ്തുക്കളുണ്ടാക്കി വിപണിയിൽ വിറ്റു ഹിറ്റ്ലർ. നമുക്കറിയാം, മാരക രോഗങ്ങൾ മനുഷ്യന് വന്നാൽ ആ വൈറസുകളെ എലികളിൽ, കുരങ്ങുകളിൽ, കുതിരകളിലൊക്കെ കുത്തിവെച്ചാണ് വാക്സിനുകൾ വികസിപ്പിക്കുന്നതും പരീക്ഷണമൊക്കെ നടക്കുന്നത്. ഹിറ്റ്ലറുടെ കാലത്ത് ജർമ്മനിയിൽ നടന്നെന്താണ്? ജീവനുള്ള മനുഷ്യനെ, കുട്ടികളെ അടക്കം ഇത്തരം സ്ഥലങ്ങളിലേക്ക് കിടത്തി, കട്ടിലേക്ക് കിടത്തി ബെൽറ്റ് ഒക്കെ മുറുക്കിയ ശേഷം ഇവരുടെ ശരീരം പഠനവസ്തുവാക്കി യാതൊരു തരം മരുന്നും കൊടുത്ത് മരവിപ്പിക്കാതെ ജീവനോടെ ശരീരം കീറും. കൊച്ചുകുട്ടികളല്ലേ ശരീരത്തിലേക്ക് മാരക രോഗങ്ങളുടെ അണുക്കളെ കുത്തി, പ്ലേഗ്, വസൂരി ഇതൊക്കെ കുത്തി കുഞ്ഞുങ്ങളെ രോഗികളാക്കി അവിടെ കിടത്തി പരിശോധന നടത്തി പഠിച്ചു. ഇതൊന്നും അധികം ദൂരെയല്ല പ്രിയപ്പെട്ടവരെ. ഇതൊക്കെയാ സമൂഹത്തിൽ നടന്ന്. ആ സഹനത്തിലൂടെയൊക്കെ വന്നവനാ ഇന്നത്തെ ജൂതൻ. അവനോട് നേരിടാൻ ചെല്ലുമ്പോഴേ നമുക്കും അറിയാം, അനുഭവങ്ങളിൽ നിന്ന് വന്നവനെ അങ്ങനെയൊന്നും തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. പെന്തക്കോസ്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇതിന് സമാനമായ വേദനകൾ കൂടിയ ലോകത്തിൻ്റെ 5 വൻകരകളിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ ദാസനും യോശാനും ഒക്കെ ചേർന്ന് കഴിഞ്ഞ ദിവസം രാത്രി പിരിയാൻ നേരം ഞങ്ങൾ ഇത്തരം ചില കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഈ പീഡയുടെ നടുവിലും സന്തോഷകരമായൊരു വസ്തുതയുണ്ട്. ഇത്രയും കഴിഞ്ഞ 10-15 കൊല്ലത്തിനുള്ളിൽ ഇന്ത്യയിലെ ദൈവസഭ പ്രതീക്ഷയ്ക്കപ്പുറത്ത് വളർന്നു. ഇത്രയും ചർച്ച് ഗ്രോത്ത് നടന്നൊരു കാലഘട്ടമില്ല. ഞാൻ മനസ്സിലാക്കുന്നു, ഫിലദൽഫിയ സഭ നിരവധി മിഷണറിമാരെ സന്ധിക്കുന്നുണ്ട്. അതാണ് വേണ്ടത്. കുമ്പനാട് ഇനിയും വലിയ ബിൽഡിങ് പണിയാനോ നമ്മുടെ നാട്ടിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനോ പണം ചിലവഴിക്കുന്നതിനപ്പുറത്ത് അർത്ഥവത്തായ ഒരു അനുഗ്രഹം ലഭിക്കാൻ നമ്മൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം നോർത്ത് ഇന്ത്യൻ മിഷനെ സപ്പോർട്ട് ചെയ്യുക, സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തുക. കേരളത്തിലും മിഷൻ ആവശ്യമുണ്ട്. അതിനു വേണ്ടി പണിയെടുക്കുക, പ്രാർത്ഥിക്കുക, ചിലവിടുക. അവരർഹതപ്പെട്ടവരെന്ന് കണ്ട് തിരിച്ചറിഞ്ഞ് മോണിറ്റർ ചെയ്യാൻ ഒക്കെ സാധിക്കണം. യൂതന്മാരുടെ അവസ്ഥ അങ്ങനെ ഭീകരതയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ഈ 1-ാം ലോകമഹായുദ്ധം ശക്തിപ്പെട്ടു. ലോകം 2 ശാക്തിക ചേരികളായി നിൽക്കുക. സത്യം പറഞ്ഞാൽ ഇതിനൊന്നും ഈ ലോകമഹായുദ്ധമൊന്നും വിളിക്കാൻ പാടില്ല. അതാ പുതിയ ചരിത്ര നിഗമനം അങ്ങനെയാണ്. ലോകത്തിൽ എല്ലാ രാജ്യവും അതിൽ പങ്കെടുത്തൊന്നുമില്ല. കുറേ പേര് നടത്തിയിട്ട് അതിന് ലോകമഹായുദ്ധം എന്ന് ആരോ പേരിട്ടു. നമ്മളും അങ്ങനെ അങ്ങ് പറയുക. അങ്ങനല്ലേ? എല്ലാവരും പങ്കെടുത്തോ? ഇല്ല, കുറേ രാജ്യങ്ങളേ ഉള്ളൂ. 2-ാം ലോകമഹായുദ്ധം അങ്ങനെ തന്നെ. ഈ യുദ്ധങ്ങളുടെ പേരുമൊക്കെ ഇടുന്നത് തന്നെ തെറ്റാണ്. എങ്ങനെ തെറ്റാകുന്നത്? ഞാൻ അടുത്ത കാലത്ത് ഓരോരുത്തർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം, ശിപായി ലഹള എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാർ സായിപ്പിനെതിരെ സമരം ചെയ്തപ്പോൾ സായിപ്പ് പട്ടാളത്തെ ഇറക്കി നമ്മളെ ഒതുക്കി. അതെങ്ങനെ ശിപായി ലഹളയാവും? മനസ്സിലായില്ല. നമ്മൾ സുവിശേഷം അറിയിക്കാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുക, കുറേ എണ്ണം വന്ന് നമ്മളെ തല്ലിയാൽ സുവിശേഷ ലഹളയാവുമോ? ലഹള അവൻ്റെ പേരിൽ എഴുതണ്ടേ? ശരിയല്ലേ? ലഹള നടത്തിയവൻ്റെ പേരില്ല ലഹള എഴുതണ്ടേ? ഇത് നേരെ എല്ലാം തിരിച്ചാണ് കിടക്കുന്നത്. ചരിത്രത്തെ ഗവേഷകരെ കൊണ്ട് നിങ്ങൾ ഇനിയും വരുന്ന കാലത്ത് ഇതൊക്കെ തിരിച്ചിടണം. പോട്ടെ. അപ്പോൾ പറഞ്ഞത്, ഈ ലോകമഹായുദ്ധം എന്ന പേരിൽ 2 കൂട്ടർ എങ്കിലും വലിയ യുദ്ധമല്ലേ, ചേരി തിരിഞ്ഞ് നിൽക്കുക. അങ്ങനെ ചേരി തിരിഞ്ഞടിക്കുമ്പോൾ ഈ റഷ്യ അമേരിക്കയൊക്കെ ഒന്നിച്ചന്നു.
ആ കൂടെ ഇപ്പുറത്ത് ജർമ്മനി, ഇറ്റലിയാണ് പ്രധാന എതിർകക്ഷികൾ. അവരെ വിളിച്ചു ആക്സിൽ പവർ, അച്ചുതണ്ട് ശക്തികൾ. മറ്റവരെ വിളിച്ചു അലയൻസ് പവർ, എന്തോ സഖ്യശക്തികളല്ലേ. അടിമൂത്തു. ഒരു ഘട്ടത്തിൽ മോസ്കോയ്ക്കടുത്ത് 25 കിലോമീറ്റർ അടുത്ത് വരെ ഹിറ്റ്ലർ പാഞ്ഞു നിന്നു. ആദ്യഘട്ടങ്ങളിലൊക്കെ ബ്രിട്ടനായിരുന്നു ജയം. അമേരിക്കയും ബ്രിട്ടനുമൊക്കെ അടങ്ങുന്ന ചേരി വിജയിച്ചു മുന്നേറുമ്പോൾ ആകസ്മികമായി ബ്രിട്ടൻ യുദ്ധത്തിൽ പരാജയം മണത്തു തുടങ്ങി. പരാജയം ക്രമാനുഗതമായി വന്നപ്പോൾ ഹിറ്റ്ലറുടെ ചേരി അടിച്ച് കയറി വരികയാണ്. ആ ഘട്ടത്തിൽ യുദ്ധം വിജയിക്കാൻ ഒരു വഴിയില്ല. കാരണം കനത്ത തണുപ്പ് വാർച്ചയ്ക്കുള്ളിൽ തങ്ങളുടെ പക്കലുള്ള സ്വാഭാവിക വെടിമരുന്നിന് ഇന്ധനക്ഷമത പോരാ, വിസ്ഫോടനക്ഷമത പോരാ എന്ന് വന്നപ്പോൾ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ സർ ചെയിംബേസ്മാൻ ഇവർക്ക് ഏറ്റവും നൂതനമായ യുദ്ധ സാങ്കേതിക വിദ്യകൾ കൊടുത്തു. TNT ഒന്നുമല്ല. ഈ യുദ്ധ സാങ്കേതിക വിദ്യകൾ കൊടുക്കുന്നതിന് പകരമായി വെയ്സ്മാൻ്റെ അടുത്ത് ചോദിച്ചത് എത്ര കോടി ഡോളർ വേണമെന്നാണ്. വെയ്സ്മാൻ പറഞ്ഞു, ഡോളറൊന്നും വേണ്ട. യുദ്ധം നിങ്ങൾ ജയിക്കുമ്പോൾ ഞങ്ങൾ ഇന്ന് ലോകത്തെവിടെ ചെന്നാലും ആട്ടിപ്പായിക്കപ്പെടുക. ഞങ്ങൾക്ക് ജീവിക്കാൻ പാകത്തിന് ഒരു സ്ഥലം നിങ്ങൾ തരണം. കാരണം ലോകത്ത് ഇല്ലെന്നിടത്തെല്ലാം പീഡിപ്പിക്കപ്പെടുക, നീ ആക്രമിക്കപ്പെടുക. എല്ലായിടത്തും ആക്രമിച്ചു എന്നുള്ളതിൽ ഒരു തിരുത്തുണ്ട്. അവരെ പാശ്ചാത്യ രാജ്യങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ വലിയ കോടീശ്വരന്മാരുണ്ടായി. അവരെ ഒരു കുഴപ്പമില്ലാതെ സംരക്ഷിച്ച മറ്റൊരു സമൂഹം ആരായിരുന്നു? ഇന്ത്യ എന്നൊന്നും പറയണ്ട, കേരളം എന്നങ്ങ് പറഞ്ഞാൽ മതി. എന്നാൽ ഞാൻ അങ്ങനെ പറയാം. കാരണം ചില വിഷയങ്ങൾ വരുമ്പോൾ കാര്യത്തോട് എടുക്കുമ്പോൾ നമുക്ക് നമ്മളെ ഉള്ളതെന്നാണ് മനസ്സിലാവുന്നല്ലേ. പ്രളയമൊക്കെ വരുമ്പം അരിയൊക്കെ തന്നിട്ട് കാശ് തിരിച്ചു മേടിച്ചു കളഞ്ഞല്ലേ. മലയാളി, കേരളം ഈ മനുഷ്യരെയൊക്കെ സ്വീകരിച്ചു. ജൂത തെരുവുകളുണ്ടായി, ജൂതർക്ക് സിനഗോഗുകളുണ്ടായി. അവരെ സംരക്ഷിച്ചൊരു സ്ഥലമാണ് നമ്മൾ. അതിൻ്റെ ആനുകൂല്യത്തിലാണ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ അന്ന് ഞങ്ങളെ കൈക്കൊണ്ടുവന്നു നമ്മളാ. മനസ്സിലായില്ലേ? പോട്ടെ. ഏതായാലും പോടത്തൊക്കെ പീഡിപ്പിക്കപ്പെട്ട ജൂതന്മാർ പീഡയുടെ ആധിക്യത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഈ വെയ്സ്മാൻ്റെ ഇടപെടലിന് മുമ്പ് അവരെല്ലാം കൂടെ വിയന്നയിലൊരു സമ്മേളനത്തിൽ ഒത്തുകൂടി. നമ്മുടെ പ്രവാസികൾ ഒത്തുകൂടി എന്നൊക്കെ പറഞ്ഞല്ലേ. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ ആളുകളെ പോകുന്നിടത്തെല്ലാം ഉപദ്രവിക്കുകയാണല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളിൽ അധികം പേർക്കും സാമ്പത്തിക ശേഷിയുണ്ട്, കുറേ മനുഷ്യർക്ക് പണമില്ല. സാരമില്ല, നമുക്ക് ഒത്തുചേർന്നൊരു കളക്ഷൻ എടുത്ത് ഒരു തുക കണ്ടെത്തണം, ഒരു വെൽഫെയറിന്. ഈ തുക കണ്ടെത്തിക്കൊണ്ട് എന്തിനാണെന്നറിയണ്ടേ? ലോകരാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തോട് ചോദിക്കുക, ഞങ്ങൾക്ക് ഞങ്ങളുടെ സംസ്കാരം, ഞങ്ങളുടെ ഭാഷ, ഞങ്ങളുടെ ആരാധന, ഞങ്ങളുടെ ശൈലിയിൽ പോകാൻ പാകത്തിന് ഒരു ജില്ല തരണം. വെറുതെ വേണ്ട, പണം തരാം. അതിനൊരു കളക്ഷൻ. അതിനിപ്പോൾ പൈസ ഇല്ലെങ്കിൽ പേടിക്കണ്ട, ഒരു കുറിപ്പ് തന്നാൽ മതി. വിതിൻ 1 year യു ഹാവ് ടു പേ. നല്ലൊരു ഐഡിയ വെച്ചു. നമ്മൾ സ്വത്രാഴ്ച എടുക്കുന്ന പോലെ ഒരു കളക്ഷൻ എടുത്തപ്പോൾ അമ്പരന്ന് പോയി. ആവശ്യത്തിന് വേണ്ടതിൻ്റെ 3 ഇരട്ടി കിട്ടി. പിന്നെ എഴുതേണ്ടി വന്നില്ല. ഈ ഫണ്ടുമൊക്കെ ആയിട്ട് പല രാജ്യങ്ങളിലേക്ക് അവർ അപേക്ഷ വെച്ചിട്ടും ആരും എടുക്കുന്നില്ല. അത് റിസ്ക്കാണ്, വേണ്ട. അവസാനം അവരുടെ ഒരു നിവേദക സംഘം നമ്മുടെ എർദോഗൻ്റെ തുർക്കിയിൽ പോയി. അന്ന് എർദോഗൻ അല്ല, തുർക്കി എന്നൊരു സാമ്രാജ്യമാണ്. തുർക്കിയുടെ അന്നത്തെ സാമ്രാജ്യാധിപതി ഹുസൈൻ രാജാവിനെ നേരിട്ട് കണ്ടു നിവേദക സംഘം. ചക്രവർത്തിയോട് പറഞ്ഞു, ചക്രവർത്തി, അങ്ങയുടെ വിശാലമായ സാമ്രാജ്യത്തിനുള്ളിൽ പെട്ടുകിടക്കുക ഞങ്ങളുടെ പഴയ ഇസ്രയേൽ.
നിങ്ങളതിനെ പാലസ്തീൻ എന്നാണ് വിളിക്കുക. ആ പാലസ്തീൻ ഞങ്ങൾക്ക് തിരിച്ചു തരുമെങ്കിൽ ഞങ്ങളുടെ പീഡയെല്ലാം ശമിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് ചോദിക്കുന്ന പണവും തരാം. കണ്ടോ, ഒരു രാജ്യത്തിന് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇത് ക്യാഷ് തരാം, പ്രശ്നം തീരട്ട്. അപ്പോൾ ഈ ഹുസൈൻ രാജാവ് പറഞ്ഞു, മക്കളെ നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നൊക്കെ എനിക്കറിയാം. മക്ക കഴിഞ്ഞാൽ, മദീന കഴിഞ്ഞാൽ ഞങ്ങളുടെ പുണ്യഭൂമിയാണ് യെരൂശലേം. സാരമില്ല, എന്നാലും നിങ്ങൾക്കിത് തരാം. അതിന് പണവും വേണ്ട, സൗജന്യമാണ്. വലിയൊരു വിടുതലാണ് കേട്ടപ്പോഴല്ലേ. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. കണ്ടീഷൻ എന്താ? കണ്ടീഷൻ, മക്കൾ ഈ ഗലീലിയ തടാകം കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ആ തടാകത്തിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന യോർദാൻ നദി കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ലോകത്തിലെ ശുദ്ധജല തടാകങ്ങളിലൊന്നാണ് ഗലീലിയ. മിഡിൽ ഈസ്റ്റിലെ ഒരേ ഒരു ശുദ്ധജല തടാകം. നല്ല വെള്ളമാണ്. ഈ വെള്ളം എന്നെങ്കിലും ഒഴുകി ഒലിവുമലയുടെ മീതെ കയറും കാലത്ത് തരാം. കേട്ടിട്ട് എന്തോ തോന്നുന്നു? എന്തോ തോന്നുന്നു? നടക്കുമോ? 800 അടി ഉയരാന്ന്. നടക്കുമോ? ആ, നമ്മളാണെങ്കിൽ പിന്നെ അവിടെ തല ചുറഞ്ഞ് നിൽക്കും. അച്ഛാ അതെങ്ങനെ അച്ഛാ, അത് എന്നായിരിക്കും എന്ന് പറഞ്ഞേ. പക്ഷെ ജൂതന്മാരാ. അവർ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ പോവാം. പരിഹാസം ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷേ ഞങ്ങളുടെ ആവശ്യകതയ്ക്ക് മുമ്പിൽ അതും സംഭവിക്കും എന്ന് വിശ്വസിക്കാനായി ഇഷ്ടം. ആ കൂടെ ചുറുചുറുക്കുള്ള യഹൂദ വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അവൻ അല്പം കൂടെ ഗൗരവത്തിൽ പറഞ്ഞു, ചക്രവർത്തി, ഞങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം നീ വായിച്ചിട്ടില്ലേ? സ്വന്തം ഭ്രമണപഥത്തിൽ യാത്ര ചെയ്യുന്ന സൂര്യചന്ദ്രന്മാരുടെ വഴി തടഞ്ഞ ചരിത്രം ഞങ്ങൾക്കുണ്ടെങ്കിൽ, ഞങ്ങളുടെ പൂർവികൻ പ്രാർത്ഥിച്ച് മുഴങ്കാലിൽ നിന്നിട്ട് മഴ പെയ്യിക്കുന്ന ആ ഉറവകളെ മുഴുവൻ വറ്റിച്ച് കളഞ്ഞെങ്കിൽ, ഞങ്ങളുടെ പൂർവികൻ അധികാരത്തിൻ്റെ വടികൊണ്ട് ചെങ്കടലിന് കുറുക വരച്ചെങ്കിൽ, ഉണങ്ങിയ നിലം പ്രത്യക്ഷമായെങ്കിൽ, ഈ വെള്ളം ഇതിൻ്റെ മുകളിൽ കയറ്റാനും ആ ദൈവത്തിന് കഴിയും. അന്ന് നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വാക്ക് പാലിക്കാൻ തയ്യാറായിക്കൊള്ളണം. വാ. നമ്മളാണെങ്കിൽ അവിടെ മുതൽ കരഞ്ഞാ പോരുന്നത്. ഈ ശുഭാപ്തി വിശ്വാസം ഇല്ലാത്തവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. ഏത് പ്രതിസന്ധിക്കകത്തും നല്ല ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം ദൈവത്തിൻ്റെ മക്കൾ. ഹല്ലേലൂയ. ഡോക്ടർ എഴുതിയ കുറിപ്പടി കണ്ടേ, സ്കാനിങ് റിപ്പോർട്ട് കണ്ടേ, ആയുസിനെ ചുരുക്കി എന്നുള്ള വാർത്ത കേട്ടേ പെട്ടെന്നൊന്നും കീഴടങ്ങരുത്. അങ്ങനെ പോകാൻ വന്നവരല്ല നമ്മൾ. നമ്മൾ വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയുണ്ട്. സ്തോത്രം. ഞെരുക്കം കണ്ടേ, ജപ്തി നോട്ടീസ് കണ്ടേ, തകർച്ച കണ്ടേ, ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുമെന്ന് കേട്ടേ, അങ്ങനെ തലകുനിച്ച് കൊടുക്കരുത്. നമ്മൾ ജയിക്കാൻ വിളിക്കപ്പെട്ടവരാ. ജയം മാത്രം ശീലമാക്കിയവനാ നമ്മുടെ കർത്താവ്. അങ്ങനെ ഞാൻ പറയാറുണ്ട്, ഈ രണ്ട് ആളുകൾ തമ്മിൽ ഇലക്ഷന് മത്സരിക്കുമ്പോൾ ഒരാളെ ജയിക്കുകയുള്ളൂ അല്ലേ? എങ്ങനെ പോയാലും നമുക്ക് ജയിക്കാനൊരു വഴിയുണ്ട്. നമ്മൾ വോട്ട് ചെയ്തവൻ തോറ്റു പോയി എന്ന് കൂട്ടിക്കോ, എന്നാലും ജയിക്കാനൊരു വഴിയുണ്ട്. എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇത്രേ ഉള്ളൂ. ഞാൻ വോട്ട് ചെയ്ത ആൾ തോറ്റു പോയെങ്കിൽ എതിരാളിക്കറിയാം എൻ്റെ വോട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വിശേഷിച്ചത് കാണുന്ന ഈ പഞ്ചായത്തിൻ്റെ വോട്ടിനാണ്. നമ്മുടെ വീടിൻ്റെ മുമ്പോട്ട് വന്നിട്ട് പറയും, എടാ ജോയിച്ചാൻ്റെ വീടാ, ഇച്ചിരി ഉച്ചത്തിൽ വിളിച്ചോളാൻ പറയും. ഒരു 5-6 വിളി അങ്ങ് വിളിക്കും അല്ലേ? നമ്മളിത് കേട്ടേച്ച് രാവിലെ ചോദിച്ചാൻ ഇറങ്ങിയിട്ടല്ലേ ബാബുച്ചാൻ ചെന്നിട്ട് ചോദിക്കടാ, നീ ഇന്നലെ അവിടെ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നല്ലോ, എന്തായിരുന്നു വിഷയം? അച്ഛാ പ്രത്യേകിച്ച് പിണങ്ങിയിട്ടൊന്നുമല്ല, അന്നേരം ഒരു ആവേശമൊക്കെ വന്നു, അങ്ങനെ വിളിച്ചതാ. നമ്മൾ തോറ്റു പോയി വിഷമിക്കേണ്ട ഒറ്റ വഴിയേ ഉള്ളൂ, തോറ്റതൊക്കെ പോട്ടെ, ഈ ജയിച്ചവൻ്റെ കൂടെ അങ്ങ് കൂടി മുദ്രാവാക്യം വിളിക്കാൻ നമ്മളും തുടങ്ങിയാൽ നമ്മളും അങ്ങ് ജയിക്കുന്നു. മനസ്സിലായില്ല? മനസ്സിലായോ? ജയിച്ചവൻ്റെ കൂടെ കൂടി നമ്മൾ ജയിക്കുമെന്ന്. എന്താ കാര്യം? കർത്താവ് ജയിച്ചപ്പോൾ പണ്ടേ തോറ്റു കിടന്ന നമ്മൾ ആ ജയത്തിലേക്ക് വിശ്വാസത്താലൊന്ന് തൊട്ടാൽ മതി,
നമ്മളും ജയിച്ചെന്ന്. ഇതിന് പറയണ അല്ല, പാർട്ടിയുടെ കാര്യമല്ല. ഇതുവരെ തോൽവി മാത്രം ജീവിതത്തിൽ, കയ്പ് മാത്രം ജീവിതത്തിൽ, അസ്വസ്ഥത മാത്രം ജീവിതത്തിൽ, പുറമേ ചിരിക്കുമ്പോഴും അകം മുഴുവൻ നീറുന്ന 100,000 ആശങ്കകളുടെ നടുവിലാണെങ്കിലും ഇതാ ജയാളിയായവൻ, അജയ്യനായവൻ, ജയം ശീലമാക്കിയവൻ, മരണത്തിൻ്റെ മുമ്പിൽ അടിപതറാത്തവൻ നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ബോധം അത് നമുക്ക് നല്ല ബലം തരട്ടെ, അത് നമുക്ക് നല്ല ശക്തി തരട്ടെ. ക്ഷമിക്കണം. എനിക്ക് നമ്മുടെ കർത്താവിൻ്റെ ഈ അത്ഭുതം ഉണ്ടല്ലോ, കടലും മീതെ നടന്നതോ, അതല്ലെങ്കിൽ ഈ ലാസറിനെ ഉയർപ്പിച്ചൊന്നും കേൾക്കുമ്പോൾ വലിയ ആവേശം ഉണ്ടാവാറില്ല. അസൂയ തോന്നുന്ന എവിടെയാണെന്നറിയണ്ടേ? ഈ നമ്മുടെ പ്രതികൂട്ടി നിൽക്കുമ്പോഴാണ്. കാരണം അടിച്ച് മുൾക്കിരീടം വച്ച് പരിഹസിച്ച് അത്രയും വേണ്ട, നമ്മുടെ മനോനില തെറ്റിപ്പോവല്ലോ അല്ലേ? ഒരു ഉദ്യോഗസ്ഥൻ നമ്മളെ പിടിച്ചിങ്ങനെ തള്ളി മുമ്പോട്ട് വിട്ടാൽ മതി, സമനില തെറ്റിപ്പോവും. നമ്മുടെ മുഴുവൻ അഭിമാനവും ക്ഷതമേൽക്കും. ഇന്നലെ വരെ രാജാവായി ഇതുവഴി ജീവിച്ചവൻ കഴിഞ്ഞ ആഴ്ച 10,000ങ്ങളുടെ ശക്തിപ്രകടനത്തിന് മുൻനിരയിൽ നിന്ന ക്രിസ്തുവിനെ ആക്ഷേപിച്ച് ചെങ്കോലുമൊക്കെ കൊടുത്ത് അടിച്ച് വികൃതമാക്കിക്കൊണ്ട് ഇവിടെ നിർത്തിയിട്ട് ചോദിക്കുക, ഓ യേശൂസ് നാസറിൻ വഹൈ മീ ബെസേലിയൂസ്, നീ രാജാവ് തന്നെയോ? നമ്മളാണ് എന്താ പറഞ്ഞേ? നമ്മളാണ് പറയാച്ചാൽ ഞാനേ ഈ രാജാവാണെന്നൊക്കെ പറഞ്ഞു, പക്ഷെ അത് ഞാൻ അച്ഛൻ ഉദ്ദേശിച്ച പോലെ അല്ല. അച്ഛൻ തന്നെയാണ് രാജാവ്. ആ രാജകല കണ്ടാൽ തന്നെ പിടികിട്ടും പീലാത്തോസ രാജാവ്. പിന്നെ ഒരു പ്രസംഗം വലിയ വെച്ചാൽ ആവേശം കൂടിയപ്പോൾ ഞാൻ രാജാവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വീട്ടുകളാണ് അല്ലേ? പക്ഷേ യേശു പറഞ്ഞോ, അവൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറയാ, ഐ മീ, ഞാനാ. എന്തൊരാഭിജാത്യം, എന്തൊരന്തസ്! നമ്മളിപ്പോൾ ലോക്കലിൽ കിടന്ന് രാജാവാണെന്ന് പറയും, കോടതി കയറിയാൽ മുട്ടിടിക്കും. പക്ഷേ യേശു ലോക്കലിൽ കിടന്നതും ബഹളം വച്ചില്ല. നിയമത്തെ നിയമം കൊണ്ട് കൊല്ലുന്ന കോടതി മുറിക്കുള്ളിൽ നിവരെ നിന്നിട്ട് പറഞ്ഞു, ഞാനാ രാജാവ്. നിന്നെ വെറുതെ വിടാൻ എനിക്ക് അധികാരമുണ്ടെന്നറിയാമല്ലോ. ഏയ് ഇല്ലട വച്ചേ, നിനക്കെന്ത് അധികാരം? മുകളിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നിനക്കെന്ത് അധികാരം? അത് കോട്ടലക്ഷ്യ വേണമെങ്കിൽ ഇത്രയും ഉറപ്പുള്ളവനെയാ നമ്മൾ കർത്താവും ഗുരുവുമായിട്ട് ആരാധിക്കുന്നേ. അവൻ അഹന്തയുടെ വലിപ്പം കൊണ്ട് എങ്ങും പോയി നിന്ന് ചങ്കുറ്റം കാട്ടുകല്ല കേട്ടോ. ആവശ്യത്തിൻ്റെ മുമ്പിലെ ആ ചങ്കുറപ്പും ആ കരുത്തുമാണ് നമ്മെ ഇന്നും ശക്തരാക്കുന്നത്. പ്രതിസന്ധിക്ക് മുമ്പിലറിയാം അവനൊന്ന് ഗർജിക്കും, യഹൂദാഗോത്രത്തിലെ സിംഹം. പക്ഷെ കാണുന്ന ഏവനും തോന്നും ഇത് സൗമ്യനായ കുഞ്ഞാട്. ആ സൗമ്യനായ കുഞ്ഞാടിനെ വാഴ്ത്തിപ്പാടുമ്പോഴും ഒന്ന് നമുക്കറിയാം, ആവശ്യങ്ങളുടെ മുമ്പിൽ ഗർജിച്ചു മാത്രം ശീലമുള്ള അജയ്യനായ ദൈവപുത്രനെയാ നമ്മൾ രാജാതിരാജാവും കർത്താതി കർത്താവുമായി അനുധാവനം ചെയ്യുന്നത്. ബലം നമ്മിലും വ്യാപരിക്കട്ടെ. ബലം തിരിച്ചു പോകുന്നു. അങ്ങനെ ഇരിക്കുക, ലോകമഹായുദ്ധം ശക്തിപ്പെട്ടതും യുദ്ധത്തിൽ ബ്രിട്ടൻ തോക്കാൻ തുടങ്ങുന്നതും വെയ്സ്മാൻ സപ്പോർട്ട് ചെയ്യുന്നതും, അങ്ങനെ ബ്രിട്ടൻ ജയിച്ചു. ഞാൻ പറഞ്ഞ വേഗത്തിലൊന്നും ബ്രിട്ടൻ ജയിച്ചില്ല, സമയക്കുറവുകൊണ്ട് ഞാനങ്ങ് ജയിപ്പിച്ചത്. എന്നെയല്ല, അതൊരു യുദ്ധമല്ലേ, പോട്ടെ. ആരെങ്കിലും പ്രവചന പ്രസംഗരൊക്കെ യുദ്ധത്തെ തൊട്ടുപോയാൽ നമുക്കിത്, ഇവരീ പറയുന്ന ഉപകരണം ഇന്നും ഇതുവരെ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. ഒത്തിരി സാധനങ്ങളാണ്. ഈയിടയ്ക്ക് ഒരാൾ പറയുക, പ്രകാശത്തിൻ്റെ 3 ഇരട്ടി വേഗതയുള്ള മിസൈലാണ് ഇന്ത്യ വിട്ടേന്ന്. ഭയങ്കരമായിപ്പോയല്ലോ. അങ്ങനെയാണെങ്കിൽ അത് ഭൂതകാലത്ത് ചെല്ലും, വേഗത കാരണം അല്ലേ? എന്തൊക്കെയായി തട്ടിവിടുന്ന അങ്ങ് പറഞ്ഞേക്കാം, പോട്ടെ. ഇനി എങ്ങനെയാണെങ്കിലും മറ്റൊന്നിലേക്ക് നമുക്ക് വന്ന് അവിടെ കൺക്ലൂഡ് ചെയ്യണം. ഈ ബ്രിട്ടൻ ജയിച്ചപ്പോൾ ഈ പാലസ്തീനിയ പിടിക്കാൻ ബ്രിട്ടൻ ആക്കി വെച്ചത് ഒരു ആംഗ്ലിക്കൻ വിശ്വാസിയായ ഒരു സൈനിക മേധാവിയാണ്. നമ്മളിവിടെ ഈ CSI എന്നൊക്കെ പറയുന്ന ചർച്ചിൻ്റെ, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ പ്രധാന ചർച്ച്. അപ്പോൾ അതിൻ്റെ ഇവരൊത്തിരി ഗുണമുള്ള മനുഷ്യരാണ്. കാരണം ബൈബിള് ജനകീയമാക്കിയത് അവരാണ്. മനസ്സിലായില്ലേ? ലോകത്തെല്ലായിടത്തും ബൈബിൾ എത്തിച്ച കിങ് ജെയിംസ് വേർഷനൊക്കെ അവരുടെയാണ്. അപ്പോൾ ഇതിൽപ്പെട്ടൊരു
ആളായിരുന്നു ഇവരുടെ ക്യാപ്റ്റൻ. ബ്രിട്ടീഷ് ജനറൽ അല്ലൻബി എന്ന് പറയും. അല്ലൻബിയെ വിട്ടു ഇവിടം പിടിക്കാൻ. അല്ലൻബി ഒരു റെഗുലർ ബൈബിൾ വായനക്കാരനാണ്. ഇന്നുമുണ്ട് നമ്മൾ ഇസ്രയേലിലേക്ക് ചെല്ലുമ്പോൾ അല്ലൻബി പാലം, വേറൊരു പാലമുണ്ട്, ഷെയ്ഖ് ഹുസൈൻ പാലം. ഇതിലേതെങ്കിലും ഒരു പാലം കയറി വേണം വള്ളംകൊട്ടി ചെല്ലാൻ. അല്ലൻബി പാലം അന്ന് അല്ലൻബി ക്രോസ് ചെയ്ത സ്ഥലമാണ്. നമ്മൾ ഈ ബെയിലി പാലം കമ്പിയിലൊക്കെ ഉണ്ടാക്കുന്ന പട്ടാളക്കാരുടെ പാലം വഴി അക്കരെ കയറി. അതിന്ന് പുതുക്കിയപ്പണത്. അല്ലൻബി ഈ ഇസ്രയേലിലേക്ക് കാലെടുത്ത് വെച്ച് ഈ വഴിത്താരകളൊക്കെ കണ്ട് ആവേശഭരിതനായി പോവാ. അങ്ങനെ ചെന്ന് എന്ന ഒലിമലയുടെ മുകളിൽ കയറി ബൈനോക്കുലർ കൊണ്ട് ഇങ്ങനെ ഒന്ന് നോക്കി. മനോഹരമായ ഗലീലിയ തടാകം, യോർദാൻ ദൂരക്കൂടി ഒഴുകിപ്പോകുന്നൊക്കെ ഇങ്ങനെ കാണാം. ഒരു നൂല് പോലെ പുറത്തേക്ക് നോക്കി. തൊട്ട് താഴെ കിടക്കുന്നു പണ്ട് ചിതറി തകർന്നു പോയ ജെറുസലേമിൻ്റെ അവശിഷ്ടങ്ങൾ. ബൈബിൾ പഠിച്ചും ചരിത്രം പഠിച്ചും നല്ല ബോധ്യമുള്ള അല്ലൻബിക്ക് മനസ്സിലായി, ഈ സ്ഥലത്ത് ഒലിവുമലയുടെ താഴേക്കുള്ള ഈ വഴി ഇറങ്ങിയ ഒരു കഴുതക്കുട്ടിയുടെ പ്രീതയെ വാഹനമേറി എൻ്റെ ഗുരു കടന്നുപോയത്. തൊട്ടു താഴെയുള്ളൊരു സ്ഥലത്തിരുന്ന് അവൻ ദീർഘനേരം പ്രാർത്ഥിച്ചത് ഗത്സമന. അവിടെ വച്ച് അവനെ അറസ്റ്റ് ചെയ്തു അനന്തരം സന്നിധിയും കൗൺസിൽ കൂടുന്ന സ്ഥലം അവിടെ കൊണ്ടുപോയി. മതകോടതിയിലെ വിസ്താരം കഴിഞ്ഞ് പീലാത്തോസിൻ്റെ അരികിൽ, വീണ്ടും ഹെരോദാവിൻ്റെ അരികിൽ, വീണ്ടും മടക്കി താഴേക്ക്. ഈ വഴികളെല്ലാം കഴിഞ്ഞ് കുരിശ് തോളിലെന്തിക്കൊണ്ട് ചാട്ടവാറാൽ അടിയേറ്റ് ഇവിടം മുതൽ പോയി യേശു മരിച്ച ഇടം വരെ ഇങ്ങനെ കണ്ട് നിന്നപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ഈ പട്ടാളക്കാരൻ്റെ തനി സ്വഭാവത്തിൽ യുദ്ധം ചെയ്ത് കീഴടക്കാൻ ഒരു മടി, ഒരു വൈകാരികമായൊരു പ്രശ്നം. അപ്പോൾ അദ്ദേഹം ഒരു അപേക്ഷ വെച്ചു, കൺട്രോൾ റൂമിലേക്ക് അറിയിച്ചു, എന്നെ ഒന്ന് മാറ്റണം, മറ്റൊരാളെ ആക്ക്. സീനിയർ ഉദ്യോഗസ്ഥനല്ലൻബി. കൺട്രോൾ റൂമിലെ മറുപടി ഇങ്ങനെ, സാധ്യമല്ല, നിങ്ങൾ തന്നെ അത് ചെയ്യണം. അപ്പോൾ അല്ലൻബി വീണ്ടും പറഞ്ഞു, എനിക്ക് എൻ്റെ മഹാരാജാവിൻ്റെ നഗരമായത്, അതിലൂടെ വെടിവെക്കാൻ, ആളുകളെ കൊല്ലാൻ, ചോര ചൊരിയാനൊരു മടി. അപ്പോൾ കൺട്രോൾ റൂമിലെ മറുപടി, മിസ്റ്റർ അല്ലൻബി, നിങ്ങളൊരു പ്രാർത്ഥന മനുഷ്യനെന്ന് എനിക്കറിയാം, നിങ്ങളൊരു വിശ്വാസി എന്ന് എനിക്കറിയാം, വിജയം നിങ്ങളുടെ പക്കലാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും പോലെ ചെയ്യുക. അല്ലൻബി പറഞ്ഞു, അങ്ങനെയെങ്കിൽ വെടിവെക്കാതെ ചോര ചൊരിയാതെ ഞാൻ അവരെ ഒഴിപ്പിക്കാം, എനിക്ക് സമയം കൂടുതൽ തരണം. ആയിക്കോട്ടെ. അല്ലൻബിയും സൈനിക സഹകാരികളും ചില നാളുകൾ അവിടെ പാർക്കണം. പട്ടാള ക്യാമ്പ് സജ്ജീകരിച്ചു, ബാരാക്കുകൾ റെഡിയാക്കി. അനുദിന ജീവിതത്തിൻ്റെ ആവശ്യത്തിന് വെള്ളം വേണം. എന്തു ചെയ്തു? ദൂരെയുള്ള യോർദാനിലെ വെള്ളം ജനറേറ്റർ ഉപയോഗിച്ച് പമ്പ് ചെയ്ത്, പലയിടത്ത് പോളിത്തീൻ ടാങ്കുകൾ സജ്ജീകരിച്ച്, വെള്ളം പല തട്ടിൽ പലയിടത്ത് നിറച്ച് വീണ്ടും വീണ്ടും പമ്പ് ചെയ്ത് ഒലിവുമലയിലെ മുകളിലെ ക്യാമ്പിൽ വലിയ ടാങ്കിൽ വെള്ളം നിറച്ചു. എന്താ മനസ്സിലായോ? എന്തായിരുന്നു മറ്റേ ചങ്ങാതി പറഞ്ഞേ? യോർദാനിലെ വെള്ളം ഇവിടെ കയറുമെന്ന്. ഇതൊന്നും അറിയാത്തവനെ ദൈവം അവിടെ വിട്ടിട്ട് മൗനമായിട്ട് ഇവറ്റകൾ പറഞ്ഞു, കയറണം എന്ന് വെച്ചാൽ കയറും. അതിനായി ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ, ഇതൊക്കെ ജൂതൻ്റെ കണ്ടത്തില്ല. മോളിൽ കയറി വെള്ളം നിറഞ്ഞു കവിഞ്ഞു. എന്നിട്ട് യുദ്ധത്തിന് പോയില്ല. അല്ലൻബി ഒരു ബൈപ്ലാർ ഹെലികോപ്റ്റർ അങ്ങോട്ട് അയച്ചു, പലസ്തീന് കുറുകെ. എന്നിട്ട് അതിൽ നിന്ന് അറബി ഭാഷയിൽ ലഘുലേഖകൾ താഴേക്കിട്ടു. ആ ലഘുലേഖയിൽ ഇത്ര എഴുതി:
കുഞ്ഞുങ്ങളെ കണ്ടോ, എതിരാളികളെ വിളിച്ചതാണ് പ്രായം കാരണം. നിങ്ങൾ നമ്മുടെ ഇന്ത്യ ഇതുപോലെ വാണിംഗ് കൊടുത്തോട്ടോ, ഇത് യുദ്ധത്തിലാണ്. നിങ്ങൾ വെള്ളത്തിലൂടെ നീന്തിക്കിടക്കാമെന്ന് വിചാരിക്കരുത്. കാരണം സമുദ്രം, മെഡിറ്ററേനിയൻ ഞാൻ മുഴുവൻ എൻ്റെ നിയന്ത്രണത്തിന് കീഴിലാക്കി. കപ്പലിൽ കയറിയൊന്നും പോകരുത്, പറന്നു പോകാൻ ശ്രമിക്കരുത്. ആകാശത്തിൻ്റെ നിയന്ത്രണവും ഇപ്പോൾ എൻ്റെ കയ്യിലാണ്. ഇഴഞ്ഞ് നീങ്ങരുത്, കരയും ഞാൻ കൊട്ടി അടച്ചിരിക്കുന്നു. ഇത്രയും തന്നെ വേണമെന്നില്ല പേടിക്കാനല്ലേ. ഒറ്റ വഴി, കീഴടങ്ങുക, ഇല്ലെങ്കിൽ ഞാൻ വെടിവെക്കും. കണ്ടോ, എന്തിനാ അതിരി വലിച്ചു വാരി 50 പേജ് രൂപക്കത്തെഴുതി അവസാനം കൊല്ലുമെന്ന് പറയുന്നില്ല, നല്ലതല്ലേ അല്ലേ? പേരുമില്ല, നാളുമില്ല, വിലാസവുമില്ല, അവസാനം പറയാ കൊല്ലും. അതിൽ നല്ല ഒറ്റ വാക്ക്, കീഴടങ്ങുക അല്ലെങ്കിൽ വെടിവെക്കും. എന്നിട്ട് പേരും താഴെ എഴുതി എന്ന് അല്ലൻ ബി. ഈ ലഘുലേഖ താഴെ കിട്ടിയ പാവം വിദ്യാഭ്യാസം ഇല്ലാത്ത അറബികൾ ഇത്രേ മനസ്സിലായുള്ളൂ, കീഴടങ്ങുക എന്ന് അല്ലൻ ബി. ഇവർ ഈ അല്ലൻ ബി എന്നത് അവരുടെ ഭാഷയെ മനസ്സിലാക്കിയത് അല്ലാ എഗെയിൻസ്റ്റ് യു, അല്ലാ എതിരായി. ഇതങ്ങ് പ്രചരിച്ചു, അല്ലാ എതിരാ പറഞ്ഞു കേട്ട്. കണ്ടോ, വിദ്യാഭ്യാസമില്ലേ വരുന്ന ഗതികേടേ. ആർക്കെങ്കിലും വേണ്ടല്ലേ? ഇപ്പോഴൊക്കെ മാറി കേട്ടോ, യൂണിവേഴ്സിറ്റിയൊക്കെ ആയി. ഏതായാലും ഇവർ ഓരോരുത്തർ കീഴടങ്ങി. രസമല്ല, അല്ലൻബിയുടെ ഹെലികോപ്റ്റർ ഇങ്ങനെ പറക്കുമ്പോൾ സഖ്യശക്തി അയച്ചു കൊടുത്ത മറ്റൊരു ഹെലികോപ്റ്റർ, ഒരു യുദ്ധവിമാനം ക്ലോക്ക് വൈസിൽ ഇങ്ങനെ വട്ടം ചുറ്റുക. അതുവഴി റഷ്യ അയച്ചു കൊടുത്തൊരു സഹായക വിമാനം ആൻറ്റി ക്ലോക്ക് വൈസിൽ പറക്കുക. അന്തരീക്ഷമെങ്ങും വിമാനങ്ങളുടെ ഇരമ്പൽ. ഭയചകിതരായി കീഴടങ്ങുന്ന അറബികൾ ഓരോരുത്തരായി ആയുധം വെച്ച് കീഴടങ്ങി വെള്ളക്കൊടിയുടെ തണലിൽ സമാധാനം എന്നിങ്ങനെ വിളിച്ചു പറയുക. അന്തരീക്ഷം മുഖരിതമായി ആകാശത്തിലൂടെ തരംഗം വിളങ്ങും. ഇത്തരം യുദ്ധവിമാനങ്ങൾ പറക്കുമ്പോൾ പ്രവാചകൻ പണ്ടെഴുതി വെച്ച വചനം നിവൃത്തിയായി. അന്നാളിൽ പക്ഷി ചുറ്റിപ്പറന്നു കാക്കും പോലെ ഞാൻ ജെറുസലേമിനെ കാത്തുകൊള്ളും. യെരുസലേമിനെ തൊടുന്നവർക്ക് അവൾ ഭാരമുള്ളൊരു കല്ലായി മാറും. കാലമെത്ര കഴിഞ്ഞാലും തൻ്റെ വാഗ്ദത്തത്തിൽ വിശ്വസ്തൻ. അതിന് വേണ്ടതെല്ലാം അണിയറയിൽ സജ്ജീകരിച്ചു. അതിനെ ഇങ്ങനെ സംക്ഷേപിക്കാം, അന്ന് കിട്ടിയതാ പാലസ്തീൻ. ബ്രിട്ടൻ്റെ കൈ വന്നു. ബ്രിട്ടൻ ഇത് പതിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും നടന്നില്ല. നടക്കാഞ്ഞത് കൂടെയുള്ള സഖ്യകക്ഷി റഷ്യ, പിന്നെ ഉള്ളത് അറബ് രാജ്യങ്ങളാണ്. ആര് പറഞ്ഞത് ചെയ്യരുത്. ഒടുക്കം നിർബന്ധത്തിന് വഴങ്ങി ബ്രിട്ടൻ ഒരു അനുവാദം കൊടുത്തു. ഓരോ യഹൂദനും ലോകത്തെവിടെ ചെതറിപ്പോയാലും തിരിച്ചു വരാം, എന്നിട്ട് ഇവിടെ വന്ന് പാർക്കാം, വില കൊടുത്ത് മേടിച്ചോണം, ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ. അങ്ങനെ ജൂതന്മാർ 1914 ആരംഭിച്ച ലോകമഹായുദ്ധം തീരുമ്പോഴേക്കും 19 ക്രമേണ മടങ്ങി ചെന്നു. സ്ഥലം വില കൊടുത്തു വാങ്ങി. ബ്രിട്ടൻ അന്നൊരു വല്ലാത്ത പണിയും കൂടെ കാണിച്ചു. യോർദാൻ്റെ അക്കരെയുള്ള ആ ഭൂപ്രദേശങ്ങളെല്ലാം കൂടെ മറ്റൊരു രാജ്യമാക്കി അങ്ങ് മാറ്റി. അങ്ങോട്ട് കയറില്ലെന്ന് പറഞ്ഞു. ആ സ്ഥലത്തിന് ഒരു പേരിട്ടു, യോർദാൻ. ഈ യോർദാൻ ആരും ചോദിക്കാതെ ഉണ്ടാക്കി, ചോദിക്കാതെ കിട്ടിയൊരു രാജ്യമാണ്. എന്നിട്ട് ഇത് നയിക്കാൻ മക്കപ്പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ഒരു ഉസ്താദിൻ്റെ കുടുംബത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അവർ വന്ന് ഈ രാജ്യത്തിൻ്റെ പേരിട്ടു ഹാഷിമൈറ്റ് കിങ്ഡം ഓഫ് അമാൻ. മനസ്സിലായോ? എന്നാലും ഇവിടെ എന്നോടൊരു സൗരം ചോദിച്ചു, ഈ മുഹമ്മദ് അബ്രാമിൻ്റെ കൊച്ചുമകനായിട്ട് നമ്മുടെ ഇസ്മയിലിൻ്റെ മകനായിട്ടൊക്കെ വരുമോ ഇന്നത്തെ മുസ്ലിംസ്? രണ്ടായിട്ടതിനെ കാണണം. അറാബ്സ് വേറെ, മുസ്ലിംസ് വേറെ. അറാബ്സ് എന്ന് പറഞ്ഞാൽ ഒരു ദേശീയതയുടെ പേര്, അറബികൾ. ആ അറബികളിൽ പണ്ട് ഇഷ്ടംപോലെ ക്രിസ്ത്യാനികളുണ്ടാകും. നമ്മൾ കുവൈറ്റിലൊക്കെ ഞങ്ങൾ ചെല്ലുന്നത് ഒരു അറബി പാസറുടെ വിസയിലാണ്. ചോദിച്ചാൽ അറിയായിരിക്കും.
തലപ്പാവയ്ക്കുള്ള ആൾ അറബിയ കൾച്ചറും ഉണ്ട്. പക്ഷേ പാസ്റ്ററാണ്. നിസാറെന്നും യാസീൻ എന്നൊക്കെ പേരുള്ള പാസ്റ്റർമാരുണ്ട്. അതൊരു ദേശത്തിൻ്റെ പേരാ, മനുഷ്യരുടെ പേരാ. ആ സ്ഥലങ്ങൾ ഇസ്ലാം ശക്തിപ്പെട്ടപ്പോൾ അവരിൽ ഭൂരിപക്ഷം പേര് കൺവെർട്ട് ചെയ്ത് മുസ്ലിമായി. അറബികളെല്ലാം മുസ്ലിങ്ങളായിരുന്നില്ല, അവർ കൺവെർട്ട് ചെയ്ത് മുസ്ലിമായി. ഇനി ഇന്ത്യ അടക്കമുള്ള ഇന്തോനേഷ്യ അടക്കമുള്ള രാജ്യങ്ങളിലെ തദ്ദേശവാസികളും കൺവെർട്ട് ചെയ്ത് മുസ്ലിങ്ങളായി. ഇതെല്ലാം അബ്രഹാമിൻ്റെ കൊച്ചുമക്കളല്ല, ഇസ്മായിലരും അല്ല. മനസ്സിലായോ? അപ്പോൾ ഒരു ചോദ്യം, ഈ മുഹമ്മദര അതൊക്കെ ഹാഷിമിയാണ്, കുടുംബപ്പേരാ ഹാഷിമികൾ. ഈ ഹാഷിമൈറ്റ് കിങ്ഡം ഓഫ് അമാൻ എന്ന് പറഞ്ഞാൽ എന്താ? അമാൻ എന്ന പേര് കേൾക്കുമ്പോൾ ഓർത്തോണം, നമ്മുടെ അമോന്യർ, മോവാബിയുടെ കൂടെ അമോന്യരില്ലേ, അതായത് ലോത്തിൻ്റെ മക്കൾ, അതല്ലേ അമോന്യർ. അപ്പം ലോത്തിൻ്റെ കൊച്ചുമകനാണ് ആര്? ഹാഷിമികൾ. പെട്ടിയോ? ഞാനിതൊരു വീഡിയോ ഇട്ട് ചലഞ്ച് ചെയ്തിട്ട് ഒരാളും മറുപടി പറയാൻ വന്നില്ല. വരാൻ പറഞ്ഞു, വംശാവലിയൊക്കെ പഠിച്ചേക്കാന്ന് പറഞ്ഞു. തെളിയിക്കാൻ പറ്റിയില്ല. എന്താ പറഞ്ഞു വെച്ചേ? സംഗതി മനസ്സിലായോ? അപ്പോൾ അത് ഒത്തിരി പറയാതിരിക്കുക ഭംഗി. ലോകത്തിൻ്റെ മക്കളുടെ കഥ മനസ്സിലായില്ലേ? ഇന്നും ആ ജീവിതത്തിൽ നിന്നും വലിയ വ്യത്യാസം ഇല്ലാതെ ആ കൾച്ചറവിടെ പോവാ. ഏതായാലും നമുക്കവിടെ ഒത്തിരി പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ചോദിക്കാതെ കിട്ടിയ രാജ്യമാണ് യോർദാൻ. ഇപ്പുറത്ത് യോർദാൻ്റെ ഇക്കരയുള്ള ഈ സ്ഥലം, യോർദാൻ്റെ പശ്ചിമ തീരത്തെ ഈ വെസ്റ്റ് ബാങ്ക്, യുദ്ധം വരുമ്പോഴെല്ലാം നമ്മൾ കണ്ട വെസ്റ്റ് ബാങ്ക്, ഗസ, ഇങ്ങനെയാണ് കിടക്കുന്നത്. ഗാസയാണ് ഗസ. ഇതെല്ലാം പെട്ടെന്ന് നമ്മൾ കേൾക്കും. ഇവിടെ ഒരു പ്രശ്നമുണ്ടായി. ഈ വന്ന ജൂതന്മാർ സ്ഥലം വില കൊടുത്തു വാങ്ങി. നമ്മൾ പൊന്നിൻ വില എന്നൊക്കെ പറഞ്ഞ പോലെ 10 മടങ്ങ് വില കൊടുത്ത് വാങ്ങുക മാത്രമല്ല, പണമില്ലാത്തവർക്ക് ഇങ്ങോട്ട് കടക്കാൻ പലിശരഹിത വായ്പകൾ കൊടുത്തു പോകും കൂട്ടുകാർക്ക്. അവിടെ ഒരു വാക്യം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. എസെക്കിയേൽ പ്രവചനം 43-ാം അധ്യായം, യെശയ്യാ 43-ന്റെ-5 ഒന്ന് വായിച്ചു. യെശയ്യാ 43-ന്റെ-5. യെശയ്യാ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. തടുത്തു വെക്കരുതെന്ന് കൽപ്പിക്കും. കേൾക്ക്. ഈ വാക്യം മിക്കവാറും പേർക്ക് അറിയാം അല്ലേ? ഞാൻ നിന്റെ സന്തതിയെ കിഴക്ക് നിന്ന് വരുത്തും, പടിഞ്ഞാറ് നിന്ന് ശേഖരിക്കും. ഞാൻ വടക്കിനോട് പറയും തരിക, തെക്കിനോട് പറയും തടുത്തു വെക്കരുത്. ക്ഷമിക്കണം, ഇത് ഈ പ്രവാചക ശുശ്രൂഷയുള്ള ദൈവാസന്മാർ പറഞ്ഞു ഞങ്ങൾ കേട്ടേക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയതെല്ലാം ഇത് കാശുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ നന്മയൊക്കെ ആരാണ്ട് തടഞ്ഞു വെച്ചു, അത് വരുത്തുന്ന കഥയാണ്. അത് കേൾക്കുമ്പോഴേക്കും നമ്മൾക്ക് ആഹ്ലാദം കൊണ്ട് നിൽക്കാൻ പറ്റില്ല. പക്ഷേ എങ്ങനെ വ്യാഖ്യാനിച്ചാലും ഇതും പണമായിട്ടൊരു ബന്ധമില്ല, ഒരു ബന്ധമില്ല. എന്താണെന്ന് അറിയണ്ടേ? ഇത് വേണേ നമുക്ക് എഡിറ്റ് ചെയ്തൊന്ന് ചുരുക്കമായിരുന്നു. ഞാൻ നിൻ്റെ സന്തതിയെ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കുമെന്ന് വരുത്തും. ഇതല്ലേ ഉത്തരം, കാര്യം. എന്നാൽ ദൈവാത്മാവിൻ്റെ ഭാഷ കൃത്യതയുള്ളതാണെന്നതാണ് ഇനി കാണുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താ? ലോകമെമ്പാടും ചിതറിപ്പോയ ജൂതന്മാരിൽ കിഴക്കൻ രാജ്യങ്ങളിലേക്ക് പോയ ജൂതനെ തിരിച്ച് ഇസ്രയേലിൽ കൊണ്ടുവരാൻ വലിയ പ്രയാസം ഉണ്ടായില്ല. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ പോയ ജൂതന്മാരെ തിരിച്ചു കൊണ്ടുവരാൻ എളുപ്പമായിരുന്നു. ഞങ്ങൾ പോവാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, പോക്കോ, നിങ്ങൾക്ക് എപ്പോൾ വേലും ഇവിടെ വരാം, ഇത് നിങ്ങളുടെ ഹോം ലാൻഡാണ്. അങ്ങനെ കണ്ണീരോടെയാണ് നമ്മൾ ഇവരെ വിട്ടേ അല്ലേ? കണ്ടോ, ഭാഷ വളരെ മൃദുവായി വരുത്തും. പടിഞ്ഞാറ് നിന്ന് ശേഖരിക്കും, അവിടെയും ഭാഷ
ന്യായമായ ഭാഷയാണ്, ഫോഴ്സൊന്നും വേണ്ട. കാരണം പാശ്ചാത്യ രാജ്യങ്ങളിൽ പോയ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ കിടക്കുന്ന ജൂതനും നല്ല ബന്ധമാണ്. അവർക്കും തിരിച്ച് ഇസ്രയേലിൽ വരാം. എന്നാൽ വടക്കുണ്ടല്ലോ, ജർമ്മനി, റഷ്യ, ഈ രാജ്യങ്ങളിലൊക്കെ പോയ ജൂതനെ വിടുകല, വിസ കൊടുക്കൂല. ഇവിടെ കിടന്ന് മരിച്ചാലും വിടില്ല. അതിൻ്റെ കാരണം എണ്ണയുടെ രാഷ്ട്രീയം. നീ അവിടെ ചെന്നാൽ ജൂതരാജ്യം ശക്തിപ്പെടും, അത് അറബികളെ ബാധിക്കും. ഇതൊക്കെ കൊണ്ട് വിടൂല. ഈജിപ്റ്റ് അടക്കമുള്ള തെക്കൻ രാജ്യങ്ങളിൽ പോയവരെയും വിടുകയില്ല. പക്ഷെ ദൈവാത്മാവിൻ്റെ ഭാഷ കനത്തു. ഞാൻ വടക്കിനോട് പറയും തരിക, തെക്കിനോട് പറയും തടുത്തു വെക്കരുത്. കണ്ട, ഈ പുസ്തകത്തിൻ്റെ വാക്കുകളുടെ സ്പന്ദനത്തിൽ പോലുമുണ്ട് ഒരു ഊർജം. ഹല്ലേലൂയ! ഇതാ ദൈവജനത്തിൻ്റെ അതിൻ്റെ ശക്തിയുടെ ആഴമൊന്ന് നോക്കിക്കേ. ആ ഭാഷയ്ക്ക് പോലുമുണ്ട് കൃത്യമായി ഇടപെടാൻ കഴിയുന്ന ദൈവിക ചൈതന്യത്തിൻ്റെ ഊഷ്മളമായൊരിടപെടൽ. അങ്ങനെ അവർ തിരിച്ചു 48 ഇവർ ശക്തിപ്പെട്ടു. സ്ഥലം വിലയ്ക്ക് വാങ്ങി ഒടുക്കം ഒരു പറ്റി. ഇവർ വിറ്റ് തങ്ങൾ വിറ്റഴിക്കുന്ന സ്ഥലത്തിൻ്റെ മൂല്യം അറിയാതെ വിറ്റതാ. അതാ ഇന്ന് ഈ അടിയെല്ലാം നടക്കുന്നത്. മനസ്സിലായോ? വിറ്റ് കളഞ്ഞിട്ട് നമ്മൾ പറയാ നീ തരാൻ. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വിറ്റ് കളഞ്ഞ സ്ഥലം ഓർത്ത് ഇപ്പോൾ അതിലേ പോകുമ്പോൾ കരയാത്ത ഏതെങ്കിലും മനുഷ്യരുണ്ടോ? അന്നേരം ആ ബോധമൊന്നും പോലെ കളഞ്ഞിട്ട് അവൻ വെറുതെ മേടിച്ചാണോ? അന്ന് ചോദിച്ച പൈസയൊക്കെ തന്ന അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മുടെ ആവശ്യത്തിൻ്റെ പേരിൽ ഇതും കളഞ്ഞു ചെയ്യണ്ടോ? വെറുതെ അല്ല, വലിയൊരു ആവശ്യത്തിൻ്റെ പേരിൽ കൊടുത്താ. ജൂതർ ഇതുപോലെ അവസ്ഥ. ഇതൊന്നും അറിയാതെ ഈ അന്തിച്ചർച്ചയ്ക്ക് വന്നിരുന്ന് ഒരുത്തൻ അങ്ങനെ പറയുന്നു, ഒരുത്തൻ ഇങ്ങനെ പറയുന്നു. ഇവന്മാരൊക്കെ എന്തോ ഈ പറയുന്നു? സ്ഥലം വില കൊടുത്ത് വാങ്ങിയിട്ട് മാറുള്ള കാര്യമുണ്ടോ? 48 അവർ ഒരു പ്രഖ്യാപനം നടത്തി. മെയ് 14 ഇന്നു മുതൽ ഞങ്ങൾ സ്വതന്ത്രവും പരമാധികാരവുമുള്ള ഒരു രാജ്യമാണ്. കേട്ടപ്പോഴേ റഷ്യ പറഞ്ഞു അംഗീകരിക്കില്ല. അമേരിക്ക പറഞ്ഞു ഞങ്ങൾ അംഗീകരിച്ചു. നമ്മുടെ ചാച്ച നെഹ്റുവാണ് നമ്മുടെ പ്രധാനമന്ത്രി. അദ്ദേഹം പറഞ്ഞു ഞങ്ങളും അംഗീകരിച്ചു. അങ്ങനെ പ്രധാനപ്പെട്ട ചില രാജ്യങ്ങൾ അംഗീകരിച്ചു, ചിലർ എതിർത്തു. ഒടുക്കം 1948 ഡിസംബർ മാസം 9 അവിടെ ഒരു യഹൂദ റബി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ നെവിലെ എന്നാണ് പേര്. ഈ നെവിലെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെ ഭയങ്കര ബഹളം. ജൂതന്മാർ പൊതുവെ നിശബ്ദത ഇഷ്ടപ്പെടുന്ന ചിന്തകന്മാരെ, ബഹളമൊന്നും ഉണ്ടാക്കില്ല. കുഞ്ഞുങ്ങളുടെ ബഹളം കേട്ട് മടുത്ത് ഇദ്ദേഹം ഇറങ്ങി വന്നിട്ട് പറയാണ്, മക്കളെ, അപ്പാ ചെയ്യുന്ന ജോലിയുടെ ഗൗരവം അറിയില്ലേ? ബൈബിളിൻ്റെ പഴയ നിയമം വായിച്ചിട്ട് അതിൻ്റെ ഗൂഢാർത്ഥങ്ങളുടെ വാക്യങ്ങളുടെ അർത്ഥം കണ്ടുപിടിക്കുന്ന വലിയ ജോലിയാണ് അത്. ഹീബ്രു യൂണിവേഴ്സിറ്റിക്കൊക്കെ വേണ്ടി റിസർച്ച് ചെയ്യുക, ബഹളം വെക്കാതെ. അപ്പം മക്കൾ പറഞ്ഞപ്പാ ഇപ്പം റേഡിയോയിലൂടെ പുറത്ത് വന്നൊരു വാർത്തയാണ് ഞങ്ങൾ ഇത്രയും ആവേശഭരിതരാകാൻ കാരണം. അതറിഞ്ഞാൽ ഞങ്ങൾ മാത്രമല്ല, പാപ്പ ഇവിടെ കിടന്ന് ചാടും. ഈ നാടും നഗരവുമൊക്കെ വൈദ്യുത ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെടും. കരിമരുന്ന് പ്രയോഗിച്ചും ചാടിയും നൃത്തം ചെയ്തും ഈ രാജ്യം ആഘോഷിക്കും. എന്താണെന്ന് അറിയണ്ടേ? നമ്മളെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കാമോ ഇല്ലയോ എന്ന ചർച്ച ഐക്യരാഷ്ട്രസഭയിൽ മുറുകി. തോൽവി ഉറപ്പിച്ച നമ്മളെ അമ്പരപ്പിച്ചുകൊണ്ട് ചില രാജ്യങ്ങളൊക്കെ നിശബ്ദത പാലിച്ച് വോട്ടുകളിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ 11-നെതിരെ 33 വോട്ടുകൾ നേടി നമ്മൾ വിജയിച്ചു. ഇന്നു മുതൽ നമ്മളും ഒരു രാജ്യമാണ്. ലോകത്തിൻ്റെ പലയിടങ്ങളിൽ എംബസികൾ തുറക്കും. നമ്മുടെ വിമാനങ്ങൾ അതുവഴി ഇരമ്പിപ്പായും. അവിടുന്ന് ആളുകൾ ഇവിടേക്കും നാം അവിടേക്കും യാത്ര തിരിക്കും. പേരും പെരുമയുമില്ലാതെ വിലാസം നഷ്ടപ്പെട്ട നമുക്ക് വിലാസം വന്ന ദിവസമാണ്. ഇത് കണ്ടിട്ട് യഹൂദ റബി നിലത്തേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. കാരണം അയാൾ വായിച്ചത് യെശയ്യാ 66. അവിടെ എഴുതിയിരിക്കുക, ഈ വകയുള്ളത് ആർ കേട്ടിട്ടുള്ളൂ? ഒരു രാത്രി കൊണ്ടൊരു സ്ത്രീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമോ? സിയോനോ നോവ് കിട്ടി ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിരിക്കുന്നു. അങ്ങനെ സിയോൻ നോവ് കിട്ടി ജന്മം കൊടുത്ത ഒരു കുട്ടിയായി ആ ദിവസം പിറവി കൊണ്ടു ഇസ്രായേലെങ്കിൽ
ഏറെ താമസിക്കാതെ മിഡിൽ ഈസ്റ്റിലെ കരുത്തന്മാർ ഒന്നു ചേർന്ന് പലവട്ടം ആക്രമിച്ചു. ഓരോ യുദ്ധം കഴിയുമ്പോഴും അതിർത്തി വളർന്ന് യോർദാൻ്റെ കയ്യിലിരുന്ന വെസ്റ്റ് ബാങ്കും സിറിയയുടെ കയ്യിലിരുന്ന ഗോലാൻ കുന്നുകളും ഈജിപ്തിൻ്റെ കയ്യിലിരുന്ന സീനായ് മുനമ്പും ഒക്കെ പിടിച്ച് അവർ വളർന്നു. കാര്യം മനസ്സിലായോ? ഇതിനിടയ്ക്ക് ചിലത് തിരിച്ചു കൊടുത്തതാണ്. ക്യാമ്പ് ഡേവിഡ് കരാർ അനുസരിച്ച് തിരിച്ചു കൊടുത്തതിൻ്റെ പേരിലാണ് ഇസഹാക്ക് റാബീനെ വെടിവെച്ച് കൊല്ലുന്ന ഇസ്രായേൽ തന്നെ. ഇങ്ങനെ ഒത്തിരി സന്ദർഭങ്ങൾ അവിടെ ഉണ്ട്. എന്തിനാ ഇത്രയും പറഞ്ഞെന്നറിയണ്ടേ? ഇത്രേ ഉള്ളൂ. ചരിത്രത്തിൻ്റെ ഭൂപടത്തിൽ പ്രസക്തി നഷ്ടപ്പെട്ട് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതിയ ഒരു രാഷ്ട്രം ഒരുങ്ങുന്നു. എന്തിനാ? അവർ കാത്തിരിക്കുന്ന ഒരു മശിഹ വരും, ഒരു രാജാവ് നീതിയോടെ വാഴും. ആ രാജവാഴ്ചയ്ക്ക് വേണ്ടി ആ രാഷ്ട്രം ഒരുമ്പിടുന്നു, കാത്തിരിക്കുന്നു. അതിൻ്റെ ചരിത്രവും പ്രവചനമൊക്കെ പഠിച്ചിട്ടാ ഞങ്ങൾ ഖണ്ഡിതമായി ഈ യുദ്ധകാലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവനോട് എതിർത്തൊന്നും ജയിക്കാൻ കഴിയില്ല. പ്രിയരെ, അറിയണ്ടേ, ലോകത്തിലേറ്റവും അധികം ആയുധം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അത്. അവരോട് ഏറ്റവും അധികം ആയുധം വാങ്ങുന്ന രാജ്യമാണ് ഇന്ത്യ. ആത്മാർത്ഥയോടെ ഇന്ത്യ അവർ സ്നേഹിക്കുന്നത്. ഇനി ചില രസകരമായ കാര്യങ്ങൾ പറയാം. ഈ ഗലീലിയ തടാകം അവിടെയുള്ള ഒരു വാട്ടർ റിസോഴ്സ്, ഇത് അമിതമായ ഉപയോഗം കൊണ്ട് വറ്റാൻ തുടങ്ങി. വറ്റി ഒരു ദിവസം ഐക്യരാഷ്ട്രസഭ അയച്ച സയൻറ്റിസ്റ്റുകളുടെ സംഘം ഇവിടെ പഠനം നടത്തി. ഈജിപ്തിൽ നിന്ന്, സിറിയയിൽ നിന്ന്, യോർദാനിൽ നിന്നുമൊക്കെ വന്ന സംഘം ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ പഠനം നടത്തിയ ഒരു റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നു. 1996 ആകുമ്പോഴേക്കും ഗലീലക്കടലിലെ വെള്ളം വറ്റും, വെള്ളം കിട്ടാക്കനിയാകും. ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവായി ഓരോ ഇസ്രയേലിനും വെള്ളം മാറും. അതവരുടെ മുഴുവൻ ദൈനംദിന ജീവിതത്തെയും ബാധിക്കും. ഇത് കേട്ട് ഇസ്രയേൽ വിട്ടില്ല. മെഡിറ്ററേനിയൻ കടലിലെ വെള്ളം പലയിടങ്ങളിൽ പമ്പ് ചെയ്ത് ക്വാളിറ്റിയുള്ള ഉപ്പ് ഉൽപ്പാദിപ്പിച്ച് ശേഷിച്ച ജലം ഹെർമോന്യമലയുടെ മുകളിൽ കയറ്റി അവിടെ നിന്ന് താഴേക്കൊഴുക്കി. അങ്ങനെ ഈ വെള്ളം ഉയർന്നു. അങ്ങനെ ഗലീലക്കടൽ നിറഞ്ഞ് അത് തടാകം കേട്ടോ, കടലെന്ന് പറയുമ്പോഴും ആ കാശ്മീർ ഏരിയ വികാസം പ്രാപിച്ച് 96 വറ്റിപ്പോകുമെന്ന് നിരീക്ഷിച്ച സയൻറ്റിസ്റ്റുകളില്ലേ 3 രാജ്യങ്ങളിൽ നിന്ന് വന്നേ. 93 3 വർഷങ്ങളുടെ മുമ്പേ ഈ സ്ഥലങ്ങളിലേക്കെല്ലാം കുപ്പിവെള്ളം കയറ്റി അയച്ച് ലാഭം കൊയ്തുന്നവൻ അവനോട് കയറിയ ഈ പാട്ടയും കൊണ്ട് കളിക്കാൻ പോകുന്നത്. നിശ്ചയദാർഢ്യം എന്താണെന്ന് പറയാനാ? മറ്റൊന്നുണ്ട്. അവിടെ പ്രഥമ പ്രധാനമന്ത്രി അധികാരത്തിലേറി. അപ്പോൾ ഈ മനുഷ്യനെ ഒന്ന് സ്വീകരിക്കാൻ കൊടുക്കാൻ പൂക്കളില്ല, മുഴുവൻ മരുഭൂമിയാണ്. ഒരു ബൊക്കെ കൊടുക്കണമല്ലോ, പ്ലാസ്റ്റിക് കൊടുക്കുന്നത് എങ്ങനെ? അന്നറിയുന്നത് കൊടുക്കാനുള്ള പൂക്കളില്ല, വറ്റി വരണ്ട് കിടക്കുന്ന മരുഭൂമി. പാരീസിലേക്കൊരു സ്പെഷ്യൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് അവിടെ നിന്ന് ബൊക്കയും പൂമാലകളൊക്കെ വരുത്തിയ ബെൻഗൂരിയോന് സ്വീകരണം കൊടുക്കുന്നത്. പക്ഷേ അധികാരത്തിലേറി ഏതാനും നാൾക്കുള്ളിൽ അദ്ദേഹം അതിനെ മലർവാടിയാക്കി തീർത്തു. ലോകത്തിലേറ്റവും അധികം പൂക്കളുടെ വിപണി അവിടെയാണ്, ക്വാളിറ്റിയുള്ള പഴങ്ങളുടെ വിപണി അവിടെയാണ്. എന്താണ് ജീവിതത്തോട് അവർ കാട്ടുന്ന അഭിനിവേശം? അതാണ് ജൂതൻ. അവരുടെ റോഡുകൾ അടിയന്തര ഘട്ടത്തിൽ ഫ്ലൈറ്റ് ഇതാക്കാം. കാരണം എപ്പോഴും യുദ്ധഭീതിയിൽ കഴിയുന്നൊരു സമൂഹമാണ്. ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്കും ജീവിതത്തെക്കുറിച്ച് വലിയ ഉത്തരവാദിത്വം. നിങ്ങൾക്കറിയണ്ടേ, സ്ത്രീകൾ സൈനിക സേവനത്തിൽ ഇത്രയും എൻഗേജ്ഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി വേറെ ഇല്ല. സ്ത്രീകളാണ് പ്രധാനപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് കഴിഞ്ഞാൽ 15 വയസ്സുള്ള 12 വയസ്സുള്ള പെൺകുട്ടികൾ കുതിരപ്പുറത്ത് ഈ ടെൻഗണ്ണും കൊണ്ട് യാത്ര ചെയ്യും. കുതിരപ്പുറത്ത് പോകാൻ കാരണം അവിടെ എല്ലാം ഈ മലകളാണ്. ആ മലയൊന്നും ഇടിച്ച് നമുക്ക് പറ്റുന്ന പോലെ
കൊണ്ട് റോഡ് നിരത്താനോ ഒന്നും പറ്റില്ല. അതിൻ്റെ സ്വാഭാവികമായ ഭംഗി കളയാൻ പാടില്ല. ഇതുവഴി വണ്ടിയൊന്നും കയറ്റില്ല, കുതിരപ്പുറത്താണ്. ഈ ഗണ്ണ് കണ്ടാലേ പേടിച്ചു പോവും. ഇതും കണ്ടാൽ വരുന്നത്. പക്ഷേ പാവം പിള്ളേർ നമ്മളോടൊക്കെ ഫോട്ടോ എടുക്കാൻ വരും. വലിയ ബഹുമാനമാണ്, സ്നേഹമാണ്. ഈ കുട്ടികളുടെ കയ്യിലൊക്കെ ഗണ്ണാണെന്ന്. അത് നമ്മുടെ കയ്യിൽ പോലീസുകാരിരിക്കുന്ന നാടൻ സാധനമൊന്നുമല്ല, സല്യൂട്ടടിയും ചവിട്ടുമൊക്കെ ഇല്ല, അതൊന്നുമല്ല. അങ്ങോട്ട് വലിച്ചു കഴിയുമ്പോഴേ എത്ര റൗണ്ട് സ്ഫോടനം സൃഷ്ടിക്കുന്ന സാധനം കൊണ്ടാണ് പട്ടാളം. ഇതെല്ലാം സൈനികരാ, ജനിച്ച് വീണാലേ സൈനികരാ. പെൺകുട്ടികൾ ആ പ്രധാനപ്പെട്ട രംഗത്തെല്ലാം എമിഗ്രേഷൻ ക്ലിയറൻസിൻ്റെ ഭാഗത്തെല്ലാം ഇരിക്കുന്ന സ്ത്രീകളാണ്. എങ്ങോട്ട് നോക്കിയാലും സ്ത്രീകളാണ് പ്രധാനപ്പെട്ട ചുമതല, പോലീസിലും മിലിറ്ററിയിലും അല്ല. അതിനൊരു കാരണമുണ്ട്. എന്താണെന്നറിയോ? രമ്യ പറയുക, അന്നാളിൽ അവരുടെ സ്ത്രീകൾ അവരുടെ പുരുഷനെ കാക്കും. മനസ്സിലായോ? അതിന് പകരം നമുക്ക് കുറേ സ്ത്രീകൾ കാത്തില്ലെങ്കിലും കുഴപ്പമില്ലൊന്ന് ജീവിക്കാൻ അനുവദിച്ചാൽ മതിച്ചായിരുന്നല്ലേ? മനസ്സിലായോ? പോട്ടെ. കണ്ടോ സ്ത്രീകൾ എങ്ങനെ പരിരക്ഷിക്കുന്നതെന്ന് കണ്ടില്ലേ? അപ്പോൾ ജൂത സ്ത്രീകൾ കണ്ടോ, പണ്ടേ പറയുന്നുണ്ട് തിറവുള്ള എബ്രായ സ്ത്രീകളല്ലേ? മര്യാദക്കാരാ പൊതുവെ. ചുമ്മാതെ നമ്മൾ ഈ കാണുന്ന വാർത്തയൊന്നും കറക്റ്റല്ല. BBC നമ്മുടെ നാട്ടിലെ ഈ ചാനലുകളെല്ലാം ജിഹാദികൾ വിലക്കെടുത്ത് അവർക്ക് അനുകൂല വാർത്തയെ കൊടുക്കുന്നത്. യോം കിപ്പൂർ പോലെയുള്ള ആഘോഷം നടക്കുമ്പോഴേ, യോം കിപ്പൂർ എന്ന് പറഞ്ഞാൽ അവരുടെ മഹാപാപ പരിഹാര ദിനം, ആ ദിവസം തിരഞ്ഞെടുത്ത ഇവരെ ആക്രമിക്കുന്നത്. മനസ്സിലായില്ലേ? അവരുടെ ആയുധശേഷിയൊക്കെ വെച്ച് നോക്കിയാലേ ഇത് 10 മിനിറ്റ് കൊണ്ട് തീർക്കാം യുദ്ധം. അവർ അതൊന്നും പോകുന്നവരല്ല. പിന്നെ അതിര് വിട്ട് വരുമ്പോൾ ഒരു ചെറിയ തിരിച്ചടി, ക്ഷമയ്ക്ക് പരിധിയില്ലല്ലേ? ഗത്യന്തരമില്ലെങ്കിൽ ഒരടി. അതായി കണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. ഇതാണ് ജൂതൻ. അവൻ ചരിത്രത്തിലേക്ക് തിരിച്ചു വന്നു. ഇനി വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, സമയക്കുറവുകൊണ്ട് കൊണ്ട് പോകുന്നില്ല. ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് നമ്മുടെ ചിന്ത പൂർത്തീകരിക്കാം. ഇതിനിടയിൽ സഭ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടം, അത് ഒരുങ്ങുക. സഭ ഉരുവപ്പെടുന്ന എങ്ങനെ? ആദ്യത്തെ ആദം ഏദനിലൊരു ഗാഠനിദ്ര സംഭവിച്ചു. ആ ഗാഠനിദ്രയിൽ അവനൊരു പാർട്ണർ രൂപപ്പെട്ടു, ഹൗവ. അല്ലേ? ഒടുക്കത്തെ ആദമിന് 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തിരുട്ടുണ്ടായി. അന്ന് അവിടുത്തെ പാർട്ണർ ആ ശരീരത്തിലുണ്ട്. ആ വിലാപ്പുറം കുത്തി തുളയ്ക്കപ്പെട്ടപ്പോൾ ആ പാർട്ണർ ഇങ്ങ് പുറത്തു വന്നു. ആ പാർട്ണർ പ്രത്യക്ഷമാകുന്നതാ അപ്പോസ്തല പ്രവൃത്തി 2. ആ പാർട്ണറുടെ പേരാ തിരുസഭ, വീണ്ടെടുക്കപ്പെട്ട നമ്മൾ. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട ആ ജനത അന്ന് കൂടിയിരുന്നപ്പോൾ, അത് മർക്കോസിൻ്റെ മാളിക മുറി എന്ന് അനുമാനിക്കുന്നു. നേരെ അതൊന്നും എഴുതിയിട്ടില്ല, മാളിക മുറി എന്നേ ഉള്ളൂ. മർക്കോസിൻ്റെ ആയിക്കോട്ടെ, നമുക്ക് വിരോധമില്ല. അവിടെ തന്നെയാണ്, എല്ലാവരും അത് അംഗീകരിക്കുന്ന കാര്യമാണ്. അവിടെ എത്ര പേര് കൂടിയിരുന്നെന്നാ? എത്ര പേരാ? അത് തെറ്റാണ്. 120 കൂടിയിരിക്കുന്നതിന് മുമ്പാണ് 3 ഗാദറിംഗ് ഉണ്ട്. ഈ ആക്സ് 2 പറയുന്നത് 120 ആകാം, അതിൽ കൂടുതലാകാം, അതിൽ കുറവാകാം. മനസ്സിലായില്ല? തിരിച്ച് കൃത്യം അറിയണം നമ്മൾ. അറിയാതെ ചില കാര്യങ്ങൾ മനസ്സിലിങ്ങനെ കിടപ്പുണ്ട്, കറക്റ്റല്ല. ചിലപ്പോൾ നമ്മൾ പ്രസംഗിക്കുമ്പോൾ കേട്ടിട്ടില്ലേ, പൗലോസ് കുതിരപ്പുറത്തും താഴെ വീണു. നമ്മളെത്ര വായിച്ചാലും അവിടെ കുതിരയെ പോയിട്ടൊരു കഴുതയെ പോലും കാണാൻ പറ്റില്ല. ഞാനിതൊരാളോട് എന്നോട് പറയാം, എടോ പാവം പൗലോസ് ഉണ്ട്, കുതിരയെ കിട്ടുന്നതിന് ഇയാൾക്ക് എന്നാ അസുഖം? ഞാൻ പറഞ്ഞു, കുതിരയല്ല, അദ്ദേഹം ഇന്നോവയെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ അതിൽ വീണാനുള്ള ഗതിയോട് ഓർത്ത് ഞാൻ പറഞ്ഞാൽ അതുകൊണ്ട് വേണമെങ്കിലെന്ന് പറഞ്ഞു. ഈ ബൈബിളിലെ നിസാര കാര്യം പറഞ്ഞ് ആളുകൾ തമ്മിലിടിച്ചാൽ മിണ്ടാ നടക്കുന്നവരെ കണ്ടിട്ടില്ലേ? നമ്മളെന്തിനാ അതുപോലെ അടി വെക്കുന്നത്? പോട്ടെ. അപ്പോൾ കൃത്യത വേണം. ബൈബിൾ അങ്ങനെ തന്നെയോ തിരുവെഴുത്തെന്ന് ശോധന ചെയ്യണമെന്ന്. ഉപദേശിച്ച് പോയി കഴിഞ്ഞതെല്ലാം ഒന്ന് വായിക്കണം, നേരാണോ എന്നൊക്കെ ഒന്ന് വായിക്കണം, പഠിക്കണം, വിശകലനം ചെയ്യണം. അപ്പോഴേ ഈ കൂടിയിരിക്കുമ്പോൾ അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി.
അവ ഓരോരുത്തരുടെ മീതെ പതിഞ്ഞു. ആത്മാവ് അവർക്കുച്ചരിക്കാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ സഭ ആരംഭിച്ചതിൻ്റെ അന്ന് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടി. എന്തെന്നാ? അതിൻ്റെ പേര് അതർ ടങ്സ്, സ്പീക്കിംഗ് ഇൻ ടങ്സ്. 42 വർഷം IPSൽ പാസ്റ്ററായിരുന്നൊക്കെ പറഞ്ഞൊരു മനുഷ്യൻ്റെ വാക്കുകളൊക്കെ നമ്മൾ കേട്ടു. മിക്കവാറും ഒരു കാര്യം കേട്ടോണം, ചിലരിങ്ങനെ പറയുമെങ്കിലും സൂക്ഷ്മാംശങ്ങളിൽ പഠിച്ച് അതിലൊക്കെ എത്ര ശരിയുണ്ടെന്നറിയില്ല. IPSക്ക് എവിടെ അസിസ്റ്റൻറ്റ് പാസ്റ്റർ എന്ന് ഒഫീഷ്യലി ഒരു പദവിയില്ല. ഉണ്ടോ? സഭയ്ക്കാക്കാം, അസോസിയേറ്റ് പാസ്റ്റർ ലോക്കൽ സഭയ്ക്കൊക്കെ കൂടിയാക്കാം, പക്ഷെ ബൈബിളിലില്ല. അങ്ങനെയാണ്. അപ്പോൾ ഇവരെ ക്ലെയിമാണ്. ചിലതരം നഷ്ടബോധങ്ങളിൽ ചിലക്ക് കിട്ടാത്ത ചില കണികളെ ഓർത്ത് ഇങ്ങനെ ദുഃഖിച്ച് അത് ഇതൊക്കെ പറയുന്നതാണ്. അവർക്കത് കിട്ടുന്നില്ല. നമുക്കതേപ്പറ്റി ഒന്ന് പറഞ്ഞു പോകണം സഹോദരങ്ങളെ. ഈ നമ്മുടെ സഹകാരികളായ ബ്രദറൻകാരടക്കം, നമ്മുടെ സ്വന്തം സഹോദരങ്ങളാണ്, അവരടക്കമുള്ള ആളുകൾ നമ്മെ ഏറ്റവും അധികം വിമർശിക്കുന്നത് ഈ അന്യഭാഷയുടെ പേരിലാണ്, അല്ലേ? ഇനി ഇതിന് നമ്മുടെ ഇടയിൽ നിന്നും വിമർശിക്കുന്നവരുണ്ട്. അവരുടെ വാക്കുകൂടി എടുത്തിട്ട് മറ്റൊരു പറയുന്നത് ഇന്നാരിങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള. പക്ഷെ രണ്ടും രണ്ടാ. ഒന്ന്, അന്യഭാഷാ ഭാഷണം ഒരു കൃപാവരമെന്ന നിലയിൽ ഇന്നും നിലനിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാൾ, അവർക്ക് പെന്തക്കോസ്തിൽ അംഗത്തുള്ളൂ. ആ വ്യക്തി ഡിസോർഡറായ ഏതെങ്കിലും ഒരു കാര്യത്തെ വിമർശിക്കുന്നതും അന്യഭാഷയെ നിലനിൽക്കുന്നില്ല എന്ന് പറയുന്നതും രണ്ടല്ലേ? ഒന്ന് ടോട്ടൽ നിരാസമാണെങ്കിൽ മറ്റൊന്ന് അതിലെ അപാകതയാണ് ഒരുത്തൻ വിമർശിക്കുന്നത്. മറ്റൊരു ഇത് രണ്ടും കൂടെ ചേർത്തെടുത്തിട്ട് പറയാം, നിങ്ങളുടെ ആൾ പോലും പറയുന്നു അത് തെറ്റാണ്. ഇവിടെ ഒരു ഉപദേശം ഒന്ന് പഠിച്ചു പോകണം. സഭ ഒരുങ്ങണ്ട എങ്ങനെയാണെന്ന് പറയാൻ കേട്ടോ. പണക്കുണ്ടോ? പറയാം. ഈ നമ്മളെപ്പോഴും പാടും, തീ പോലെ അടിക്കണമെന്ന്. അങ്ങനെ തീ പോലെ ഇറങ്ങണം, കാറ്റ് പോലെ അടിക്കണം, ഇല്ലേ? കുതിര പോലെ പായണമെന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വേർഷൻ കറക്റ്റ് അല്ലെങ്കിൽ എനിക്കത് ഓർമ്മ വരുന്നില്ല പാട്ടൊന്നും. ഇങ്ങനെയൊക്കെ പാടും. ഏട്ടാ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന 90% ആളുകളും അന്യഭാഷയുള്ളവർ ആണല്ലോ. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ ഈ അന്യഭാഷാ ഭാഷണം നിങ്ങൾക്ക് കിട്ടുമ്പോൾ അഗ്നിജാല പോലെ വിളർന്നിരിക്കുന്ന നാവ് പ്രത്യക്ഷമായോ? നിങ്ങളിൽ പതിഞ്ഞോ? ഒരു കൊടിയ മുഴക്കം ആകാശത്തുണ്ടായോ? ഇരുന്ന വീട് മുഴുവൻ നിറഞ്ഞോ? എൻ്റെ കാര്യത്തിലില്ല. അങ്ങനെ ഉണ്ടാകത്തില്ലെന്നൊന്നുമില്ല. അവിടെ ഉണ്ടായില്ല. ഉണ്ടായോ? നമുക്കൊന്നും ഉണ്ടായിട്ടില്ല. എന്താ ഇതിൻ്റെ അർത്ഥം? അങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എന്താ കാര്യം? ബൈബിളിലെ സംഭവങ്ങൾ കോപ്പി ബുക്ക് ശൈലിയിൽ ആവർത്തിക്കണം എന്ന് നിയമമില്ല. കൊർന്നല്യോസിൻ്റെ വീട്ടിൽ അന്യഭാഷ ഉണ്ടായി, ആത്മനിറവനുഭവം ഉണ്ടായി, അഗ്നിജാല പോലെ വിളർന്നിരിക്കുന്ന നാവുണ്ടായില്ല, ഇടിമുഴക്കം ഉണ്ടായില്ല, വ്യാഖ്യാനം പോലും ഇല്ലെന്ന് കണ്ടോ? ശമര്യർ അന്യഭാഷ സംസാരിച്ചു, മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ അർത്ഥം അനുഭവം ഉപദേശമല്ല, സംഭവം റിപ്പീറ്റേഷൻ ഉണ്ടാകണമെന്ന് നിർബന്ധവും ഇല്ല. മനസ്സിലായില്ലേ? അടുത്തത്, എങ്കിലും അന്ന് അന്യഭാഷ സംസാരിച്ചവർക്കൊക്കെ മനസ്സിലായി, ഇന്ന് മനസ്സിലാകുന്നില്ല. ഇത് അടുത്തൊരു ചോദ്യം. ഇതെല്ലാം പഠിച്ചു വെച്ചോണേ. അന്ന് അന്യഭാഷ പറഞ്ഞ എല്ലാവർക്കും പിടികിട്ടിയില്ല. പിടി കിട്ടിയവർ പറഞ്ഞു. 18 ദേശീയതയുടെ ആളുകൾ അവിടെയുണ്ട്. അവർ വിളിച്ചു പറഞ്ഞു, നാം ഓരോരുത്തരും ജനിച്ച് വളർന്ന് നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ ഭാഷയിൽ ഇവർ ദൈവത്തിൻ്റെ വൻകാര്യം. മനസ്സിലാകാത്തവൻ പറഞ്ഞു, നല്ലപോലെ മദ്യപിച്ചിട്ടുണ്ട് കേട്ടോ. മനസ്സിലാകാത്തവരും മനസ്സിലായവരും ഇപ്പോൾ വ്യക്തത വന്നോ? ഇനി നമ്മളിപ്പോൾ ഇതൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിയില്ല. വ്യാഖ്യാനിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? വ്യാഖ്യാനിയില്ലെങ്കിൽ സൗകര്യമാർ പറഞ്ഞേ,
നിങ്ങൾ പറയാത്ത എന്താ, വ്യാഖ്യാനം ഇല്ലെങ്കിലും നിങ്ങൾക്ക് പറയണമെന്ന് നിർബന്ധമുണ്ടോ? നിങ്ങൾ പറയുന്നില്ലേ, പാട്ട് പാടുന്ന കുഞ്ഞുങ്ങളും പ്രസംഗിക്കാൻ വരുന്ന ആളും പറയും നമുക്ക് കുറച്ചു നേരം അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കാം. എന്ന ഒരു കാര്യം, വ്യാഖ്യാനിയില്ലെങ്കിൽ അന്യഭാഷക്കാരൻ മിണ്ടാതിരിക്കണമെന്നില്ല. ഇല്ലെന്ന് അങ്ങനെ വചനമില്ല. റഫറൻസൂടെ പറഞ്ഞേക്കാം, 1 കൊരിന്ത്യർ 14:28 പിന്നെ വായിച്ചാൽ മതി. വ്യാഖ്യാനിയില്ലെങ്കിൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. നിർത്താനല്ല, മിണ്ടാതെ സംസാരിക്കണം. ഇതിൻ്റെ അർത്ഥം എന്താ? പബ്ലിക് നോയ്സൻസ് ആകരുതെന്ന്, അതേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ അന്യഭാഷ പറയുമ്പോൾ പബ്ലിക് ന്യൂസൻസ് ആകുമോ? ഇല്ല. കാരണം അവിശ്വാസി അകത്ത് വന്നാൽ ഭ്രാന്തുണ്ടെന്ന് പറയുകയില്ലയോ. അവിശ്വാസി വരാൻ സാധ്യത കുറവുള്ള ഇടമായി ആരാധന, നമ്മളെ ഉള്ളൂ. അതുകൊണ്ട് പാസ്റ്റർ എന്ത് പറയുന്നു, നിങ്ങളെന്ത് പറയുന്നു, അത് ആരാധനയാണെന്ന് പരസ്പരം ബോധ്യം വരുന്ന ഇടത്ത് ഓരോരുത്തർക്കും ആരാധിക്കാം. പക്ഷേ ഈ കൺവെൻഷൻ കാണിക്കുന്ന പണിയൊക്കെ ഒരു വല്ലാത്ത പണിയാണ് നമ്മളിന്ന് കാണിക്കുന്ന പലരും. അവിടെ നിയന്ത്രണമുണ്ട്. മനസ്സിലാകുന്നില്ല. കറക്റ്റ് ഡോക്ടറിനെ പറയത്തുള്ളൂ. ഇല്ലേ, നിങ്ങളിത് കഴിഞ്ഞാലും ചോദിക്കണം. ഇനി നമ്മളെല്ലാം പറയും വ്യാഖ്യാനി ഇല്ല, ഞാൻ വ്യാഖ്യാനിയെ കണ്ടിട്ടില്ല, പണ്ടൊക്കെ വ്യാഖ്യാനി ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഒരു പ്രശ്നം പറയാം. നമ്മളെ ഇതാരോടാ ഈ പറയുന്നേ? എനിക്കില്ലെന്ന് നിങ്ങളും നിങ്ങൾക്കില്ലെന്ന് ഞാനും അതല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. അല്ല, നിങ്ങൾക്കെന്നാ ഉണ്ടാകാഞ്ഞേ? അല്ല, എനിക്കെന്നാ ഉണ്ടാകാഞ്ഞേ? നമ്മൾ മറ്റൊരുത്തനിൽ ഇതുണ്ടോ എന്ന് നോക്കാതെ ഇന്ന് വരെ സ്വന്തം ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിച്ചില്ല. കാരണം എനിക്കെന്തുകൊണ്ട് ഉണ്ടാകുന്നില്ലെന്ന് എനിക്കറിയാം. നിങ്ങളാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കതൊരു ഉപകാരമൊന്നും. അങ്ങനെയാണോ പോണ്ടേ? നമ്മൾ കൺഫസ് ചെയ്യണം. വ്യാഖ്യാനി എഴുന്നേൽക്കാൻ, സഭയ്ക്കുള്ളിൽ വ്യാഖ്യാനി എഴുന്നേൽക്കുമ്പോൾ അന്യഭാഷയ്ക്ക് ഒരു പ്രവചന സ്വഭാവം വരും. ദൈവം വാസ്തവമായി നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് അവന് ബോധ്യം വരും. അന്യഭാഷ സുപ്രധാന. ഇനി അടുത്തതിന് ഇല്ല. ചില പറയാറുണ്ട്, നിങ്ങളുടെ ഈ പാട്ടും ഇതെല്ലാം കൊള്ളാം, ഈ അന്യഭാഷ ഇത് വല്ല അന്യഭാഷയാണോ? കാരണം ഏതാണ്ട് വികലമായ കുറേ ശബ്ദം, ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നല്ലേ. കേട്ടു, നമുക്ക് മനസ്സിലാകാത്ത ഏത് ഭാഷയും വികലമായ ശബ്ദമാണ്. ശരിയല്ലേ? നമുക്കറിയാത്തൊരു ഭാഷ എവിടെ കേട്ടല്ല. നമുക്ക് തമിഴ് കേട്ടാൽ അത്യാവശ്യം അറിയാം, തമിഴ് ആണെങ്കിലും അറിയാം, കന്നഡ കേട്ടാൽ അത്യാവശ്യം അറിയാം. എനിക്ക് തെലുങ്കും കന്നഡയും ഇതും കേട്ടാൽ അറിയാം, ഹിന്ദി അത്യാവശ്യം കേട്ടാൽ അറിയാം, ഗ്രീക്കും ഹീബ്രു അത്യാവശ്യം കേട്ടാൽ അറിയാം, കുറേയൊക്കെ അതൊക്കെയൊക്കെ ലിറ്റിൽ ബിറ്റ് ഓഫ് ഇംഗ്ലീഷ് അതൊക്കെ കേട്ടാൽ മനസ്സിലാവും. ഇതിന് പുറത്തൊരു ഭാഷ കേട്ടാലോ എനിക്കിത് എന്തോ ശബ്ദം കേട്ടിയോ. ഇനി അതുകൊണ്ടും തീർന്നില്ല. ഞാൻ ഡിബേറ്റിലൊരു ബ്രദറൻ സഹോദരനുമായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഇതൊക്കെ ശരി, എന്തുകൊണ്ട് ഇന്നത്തെ അന്യഭാഷ മനസ്സിലാകുന്നില്ല? ഞാൻ പറഞ്ഞു, കാരണം അത് അന്യഭാഷയാണ്. വീണ്ടും ഇയാൾ ചോദിച്ചു, അതല്ല മനസ്സിലാകുന്നില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു, കാരണം അത് അന്യഭാഷയാണ്. ഒരു 8-10 റൗണ്ട് കഴിഞ്ഞപ്പോൾ പുള്ളി മടുത്തുപോയി. എൻ്റെ കാര്യം പറയാം, നിങ്ങൾക്ക് മനസ്സിലാകാനല്ല ഞാൻ അന്യഭാഷ പറഞ്ഞേ കേട്ടോ. ഭാവിച്ച ഞാൻ അന്യഭാഷ പറഞ്ഞത് ഭാവിച്ചാനോടല്ല. ആരോടാണെന്ന് 1 കൊരിന്ത്യർ 14:1 എഴുതിയിട്ടുണ്ട്. ആരോടാ? അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല. സ്പഷ്ടമായിട്ട് എഴുതി വെച്ചിരിക്കുക. ബ്രദറുകാരോടല്ല, ബാപ്റ്റിസ്റ്റുകാരനോടല്ല, തോട്ടടുത്തിരിക്കുന്ന IPC-കാരനോടല്ലെന്നേ, ഇവിടെ ഇരിക്കുന്ന ആരോടും അല്ലെന്ന് പറഞ്ഞിട്ട് പറയുക. മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ. എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അതൊന്ന് വിശദീകരിക്കണം. സഭ ഒരുങ്ങേണ്ട രീതിയായി പറയുന്നത് കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഈ അന്യഭാഷയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. അതെങ്ങനെ എന്തെന്ന് ഞാൻ പറയാം. ഈ 2 ഹൃദയം കൊണ്ടടുത്ത അടുപ്പമുള്ള 2 പേര് തമ്മിൽ സംസാരിച്ചാൽ ഭാഷയും വേണ്ട, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസിയാണ്. ശരിയാണോ? ഇതൊക്കെ പറ്റിപ്പോയ നമ്മുടെ ഈ വർഷിപ്പ് ലീഡേഴ്സും
ഉണർവ് പ്രസംഗരെല്ലാം വന്നിട്ട് നമ്മളെ ഇങ്ങനെ ബഹളം വെപ്പിച്ച് ഈ ബഹളത്തിനകത്ത് അവർ ജീവിക്കുന്നത്. എനിക്കറിയില്ല, ചില ആളുകൾ ഇവിടെ പാടുന്ന സഹോദരന്മാരൊക്കെ ഉണ്ട്, ക്ഷമിക്കണം, നിങ്ങളേലും ചെയ്യരുത്. എല്ലാവരെ കൊണ്ടും ഒരു ഹല്ലേലൂയ പറയുക, പോരാ, ഒന്നുകൂടെ ഉച്ചത്തിൽ. ഈ പോരാ എന്നുള്ളത് എങ്ങനെ അറിയാൻ പോരുന്നു? എന്തോ പോരുന്ന ശബ്ദം പോരുന്നു, ആത്മാർത്ഥത പോരുന്നു. ഇത് പോരെന്ന് പറയാൻ നമ്മൾ ആര്? പിടികിട്ടിയോ? ആത്മാർത്ഥത പോരെന്നാണെങ്കിൽ നമുക്കത് പരിശോധിക്കാം. ശബ്ദം പോരെന്ന് പറഞ്ഞാലോ അതിൻ്റെ മെഷർമെൻ്റ് എന്താ? ഇവിടെ വരെ ഏതാ ശബ്ദം? നമ്മൾ ഈ അന്യഭാഷയെ ആരാധിക്കുമ്പോഴൊക്കെ കണ്ടവൻ പറയുക അത് പോരാ, ഒന്നുകൂടെ ഉച്ചത്തിൽ. ഈ താളത്തിനനുസരിച്ച് തുള്ളണമെന്നല്ലോ ഉണ്ടോ? ഇല്ലയെന്ന് പറയാം. ഇപ്പം എൻ്റെ ഈ ചെറുക്കൻ പ്രായത്തിൽ, ഇപ്പോൾ പ്രായമായി, BCAക്ക് പഠിക്കുക, ഇളയ പയ്യൻ. മൂത്താൾ PG, ഇടയ്ക്കൊരു മോളിൽ നീറ്റ് എഴുതി നിൽക്കുക. ഇവർ തമ്മിലൊരു 3 വയസ്സ് വീതമൊക്കെ വ്യത്യാസം. ഈ നമ്മളൊരു സ്ഥലത്ത് പോയി രാത്രി 2 മണിയൊക്കെ ഇങ്ങനെ വരുന്നത്. ഇവരാൽ ഒരാളന്ന് ഉണർന്നു പോയാൽ ബാക്കിയുള്ളവർ ഉണരും. ഉണർന്നിട്ട് പിന്നെ എനിക്ക് സൗകര്യമില്ല, ബഹളം വെച്ച് ഇങ്ങനെ കൂടി കെട്ടിപ്പിടിച്ച് ഭയങ്കര ബഹളം ആ പ്രായത്തിൽ. അത് സ്നേഹപ്രകടനമാവും അപ്പ വന്നപ്പോൾ അല്ലേ? ഈ പിള്ളേർ നമ്മുടെ ചുറ്റും നിന്ന് സ്നേഹം പ്രകടിപ്പിക്കുന്നത് മറ്റൊരുത്തം കണ്ടേച്ച് പറയുക, പോരാ, ഒന്നുകൂടെ. എടാ, അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തിനകത്ത് നിനക്ക് എന്ത് റോള്? മനസ്സിലായില്ലേ? ഒരുത്തൻ ഒച്ച വെക്കുന്നു കുഞ്ഞ്, ഒരുത്തൻ ദേഹത്ത് പറ്റിപ്പിടിക്കുന്നു, ഒരാൾ നമ്മുടെ തലയിൽ കിടന്ന് ഇങ്ങനെ പിടിച്ച് മറിയുന്നു. ഇതെല്ലാം കുഞ്ഞിനും അപ്പനും തമ്മിലുള്ള പരസ്പര ഇഷ്ടമാണ്. അതാ ഭക്തൻ്റെ ആരാധന. ഹല്ലേലൂയ. അതിന് രൂപരേഖ വരയ്ക്കാൻ ആര് പറഞ്ഞു? അതിങ്ങനെ വേണമെന്ന് നിയതമായി വരയിടാൻ ആര് പറഞ്ഞു? ഈ ഹൃദയവും മനസ്സും ആത്മാവും ശരീരവും പരിപൂർണമായി അവങ്കിൽ അർപ്പിച്ചിരുന്ന അനുഭവമാണ് ആരാധന. സഭ അങ്ങനെ ഒരുങ്ങണ്ടേ. ഹല്ലേലൂയ, സ്തോത്രം. ഇനി ഇതിൻ്റെ പവർ എന്താണെന്ന് ഞാൻ പറയാം. അതുകൊണ്ട് ആ മനുഷ്യൻ ഏറ്റവും അധികം വിമർശിക്കുന്ന ഇതിനെ, അതതിൻ്റെ വാല്യൂ. മനസ്സിലാകുന്നില്ലേ? കൂടുതലൊരു വസ്തുവിനെ വിമർശിക്കുമ്പോൾ അതിൻ്റെ വിലയാണ് അത് തെളിയിക്കുന്നത്. ഈ സഭയിൽ, ഈ സമൂഹത്തിൽ ഏറ്റവും അധികം നമ്മൾ അനാദരിക്കപ്പെടുന്നെന്ന് തോന്നുന്നെങ്കിൽ അത് വിലയാണ് ബോധ്യപ്പെടുത്തുന്നത്. പെന്തക്കോസ്ത് സമൂഹത്തെ സകല സഭകളും സകല മനുഷ്യരും ചേർന്ന് സകലർക്കും നമ്മൾ ഒരുപോലെ ശത്രുവാകുന്നതിൻ്റെ കാരണം എന്താ? ഞാനൊരിക്കൽ പ്രസംഗിച്ചപ്പോൾ ചോദിച്ചതാണ്, ഞങ്ങൾ ഇവിടെ പടക്കം പൊട്ടിച്ചോ, ബോംബിട്ടോ, കളക്ട്രേറ്റ് പിക്കറ്റ് ചെയ്തോ, റോഡിൽ മാർഗതടസ്സം ഉണ്ടാക്കിയോ? നിങ്ങളെല്ലാം ഞങ്ങളെ എതിർക്കുന്ന എന്തിൻ്റെ പേരില്ല? അത് ഞങ്ങളുടെ വാല്യുവാണ്. 9 മണിക്ക് തീരുന്ന കൺവെൻഷനാണ് ഞങ്ങളുടെയെങ്കിലും ഇത് തീർന്നോ എന്നറിയാൻ വേണ്ടി ഇത്ര ജാഗ്രത എന്നറിയണ്ടേ? നിങ്ങൾക്കറിയാം, ഇതൊക്കെ ചെയ്യുന്നതിലും വലിയ സ്ഫോടനാത്മകമായ ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. പാപിയുടെ മാനസാന്തരം, അതുണ്ടാക്കുന്ന ആ പവറുണ്ടല്ലോ. ഇതുകൊണ്ട് ആത്മനിറവ് ഇതുപോലെയാണ്. അതില്ലാത്ത ആളുകൾക്ക് അവർ മോശപ്പെട്ട മനുഷ്യരൊന്നല്ല. അതുകൂടെ പറഞ്ഞേക്കാം. ഒരുത്തിന് ഇനി അന്യഭാഷ പറയുന്നില്ല, നമ്മളെല്ലാം അവനെ കോടും പാപിയായിട്ട്. ഇതൊക്കെ എന്തോ നമ്മുടെ യോഗ്യത നോക്കിയാണോ ദൈവം കൃപ തന്നേ? വിശുദ്ധ ജീവിതം നോക്കിയാണോ ഈ കൃപ തന്നേ? ഒന്നുമല്ല. അയോഗ്യനായിരുന്ന നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം തമ്പുരാൻ തന്നതെല്ലാം കൃപയാണ്, ഔദാര്യമാണ്. അതുകൊണ്ട് ഇത് കൃപാവരം കിട്ടിയവൻ കിട്ടാത്തവനെ പരിഹസിക്കല്ലേ. അവൻ കുറഞ്ഞവനാണെന്ന് ഓർക്കരുതേ, അവനെ പുറകിലിരിക്കുന്നവനാണെന്ന് ഓർക്കരുതേ. കൃപാവരം കിട്ടിയത് എൻ്റെ എളിമത്തം വർദ്ധിപ്പിക്കണം. നാഥാ, എൻ്റെ സഹോദരൻ വിശുദ്ധനായിരുന്നിട്ടും അവൻ എന്നെക്കാൾ ശ്രേഷ്ഠനായിരുന്നിട്ടും അവന് കൊടുക്കാത്തത് നീ സാധുവിന് തന്നത് എന്നോടുള്ള നിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. ഇനി പറഞ്ഞൊന്നുകൂടെ ബോധ്യപ്പെടുത്താം. ഇത് മറ്റൊരു കാര്യമാണ്. നമ്മളെ വക്താവ് പഠിപ്പിച്ചു, പ്രാർത്ഥിക്കേണ്ടും വണ്ണം പ്രാർത്ഥിക്കാൻ നമുക്കറിയത്തില്ലെന്ന്. പ്രാർത്ഥിക്കേണ്ടും വണ്ണം പ്രാർത്ഥിക്കാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്ന് പറ, കൈയൊന്നും നോക്കണ്ട. എന്നാൽ നമ്മൾ ഈ കൈ പൊക്കി ഒരു പരിവായ സമൂഹമാണ്. ഈയിടയ്ക്ക് ഒരു അച്ഛൻ പറയുന്നത് കേട്ടു, ഞാൻ വന്നിട്ടേ കുളിക്കുന്നുള്ളൂ യോഗം കഴിഞ്ഞ്. പിന്നെ അമ്മച്ചി ചോദിച്ചു, എന്ത് ചോദിച്ചാൽ യോഗത്തിന് പോവല്ലേ? അതല്ല, അവിടുന്ന് തിരിച്ചു വന്നിരിച്ചിരി കൊട്ടൻ ചുക്കാതിയൊക്കെ തേച്ച് കുളിക്കണം, കാരണം നല്ല എക്സസൈസ് കിട്ടുമെന്ന് അവിടെ. യോഗത്തിന് ഞാൻ നമ്മൾ ഇങ്ങനെ വെക്കണം എന്തെല്ലാം ഗോഷ്ഠിയായി കാണിക്കുന്നത്. ഇതായി നാട്ടുകാരൻ അപഹസിക്കുന്നത്. അതിലേക്കൂടെ വരികയാണേ.
അവൻ്റെ മുമ്പിൽ കൊണ്ട് ഇതൊക്കെ കൊടുക്കണോ? ഈ കൃപാവരങ്ങളെ താറടിക്കാൻ അവൻ്റെ മുമ്പിൽ ഇട്ട് കൊടുക്കരുത്. കുട്ടികൾ ചെറുപ്പത്തിൽ ഈ കളിക്കും വീട്ടിൽ കിടന്ന്. സഭയും യോഗമൊക്കെ അവർ കൂടും, കൊച്ചു പിള്ളേർ കളിക്കുമല്ലോ. എൻ്റെ വീട്ടിലിങ്ങനെ കളിക്കുമ്പോൾ ഞാൻ മക്കളോട് പറയും, പാട്ട് പാടാൻ ഡ്രമ്മടിക്കുക, ഇതിനൊന്നും കുഴപ്പമില്ല, അന്യഭാഷ പറഞ്ഞുള്ള കളി വേണ്ട. നിനക്ക് കളിക്കാനേ ഞാൻ സാധനമൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട്, അത് വെച്ച് കളിച്ചോണം. കാരണം എനിക്ക് ഇതിൻ്റെ വില അറിയാതെ വെറുതെ ഇട്ട് കളിയാക്കാനും കളിപ്പിക്കാനുള്ളതല്ല. നല്ല ആത്മപ്രേരണയുള്ളവർ മാത്രം ആത്മനിറവിൻ്റെ പ്രചോദനത്താൽ ദൈവാത്മാവ് ഇടപെടുന്ന അവസരത്തിൽ ഹൃദയം തുറന്ന് ദൈവത്തോട് സംസാരിക്കാനുള്ള ഭാഷയത്. കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം കൂടെ പറയാം. പ്രാർത്ഥിക്കേണ്ട വണ്ണം പ്രാർത്ഥിക്കാൻ നമുക്കറിയില്ല. ഉദാഹരണം പറയാം, ഞാൻ നിങ്ങളോട് പ്രാർത്ഥന ചോദിച്ചു, നിങ്ങൾ വൈകിട്ടിരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ ഇന്ന് ഇവിടെ വന്ന് അനുഗ്രഹത്തോട്ടെന്ന് പറഞ്ഞ ദൈവാസനെ അനുഗ്രഹിക്കണേ. കുറേ കഴിഞ്ഞിട്ട് കർത്താവ് ചോദിക്കും, നീ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് മസിൽ പിടിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. എങ്ങനെ അനുഗ്രഹിക്കണം നമുക്കറിയത്തില്ല. എന്നെപ്പറ്റി ഒന്നും നിങ്ങൾക്ക് അറിയില്ലെന്ന്, നിങ്ങളെപ്പറ്റി എനിക്കും അറിയത്തില്ല, പാസ്റ്റർക്കും അറിയില്ല, നിങ്ങൾക്ക് പാസ്റ്ററെ അറിയില്ല. എന്താ കാര്യം? ഇവിടെ എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ പറയല്ലേ സാക്ഷി. ആ സാക്ഷി പറഞ്ഞത് മുഴുവൻ എടുത്തു നോക്കിയാൽ ഇന്ന് വരെ നമ്മൾ യഥാർത്ഥ സാക്ഷ്യം പറഞ്ഞില്ല. വേദന പാതിയിലധികം വിഴുങ്ങി, ആരോടും പറയാതെ അങ്ങ് മാറ്റി എഡിറ്റ് ചെയ്തേ ഒരു പബ്ലിക്ക് കേട്ട കുഴപ്പമില്ലാത്ത കാര്യം മാത്രമാണ് ഇവിടെ നിന്ന് പറഞ്ഞത്, ചങ്ക് പൊട്ടി പറഞ്ഞത്. ചില വാക്കൊന്നും പുറത്തു വന്നില്ല. അതുകൊണ്ട് പാസ്റ്റർക്ക് അറിയില്ല നിങ്ങളുടെ വേദന, പാസ്റ്ററുടെ വേദന നിങ്ങൾക്കും അറിയില്ല, ലോകത്താർക്കും അറിയില്ല. പക്ഷേ ഇതറിയുന്ന ഒരുത്തനുണ്ട്. ഇത് അറിയിക്കേണ്ട ഒരു കോടതിയുണ്ട്, ഒരു സ്ഥലം. കോടതിക്കൊരു പ്രത്യേകതയുണ്ട്, കോടതിക്കൊരു വ്യവഹാര ഭാഷയുണ്ട്. അത് പഠിച്ചവനെ അത് പറയാൻ പറ്റൂ. അവിടെ നമുക്ക് ഈ ഭാഷ അറിയാത്തത് കൊണ്ട് സർക്കാർ അംഗീകരിച്ചൊരു ബാരിസ്റ്ററെ, ഒരു അഭിഭാഷകൻ നമുക്ക് വേണ്ടി സംസാരിക്കും. അതുകൊണ്ട് ആ വക്കീലാണെങ്കിലും കേസ് നടത്താൻ വേറൊരു വക്കീലിനെ വെക്കുന്നതിനാ. അതിന് കാരണമുണ്ട്. എനിക്കറിയാത്ത ലൂപ്പ് ഹോളുകൾ അയാൾക്കറിയാം. കാരണം ഞാനതിലെ ഒരാളെന്നുള്ള നിലയിൽ ഇടപെടുന്നെങ്കിൽ അയാൾ കേസിനെ പുറത്തുനിന്ന് കാണുമ്പോൾ കുറേ കൂടെ കാര്യങ്ങൾ കിട്ടും. അതിനയാൾ വാദിക്കാൻ നിൽക്കുക. നമ്മളിതെല്ലാം പറയുമ്പോൾ ഇദ്ദേഹം കോടതിയോട് നമുക്ക് വേണ്ടി സംസാരിക്കുക. അതിൽ പിഴവ് പറ്റിയാൽ നേരെ അകത്ത് പോകുന്ന കേസാണ്, അഴി എണ്ണേണ്ട കേസാണ്. പക്ഷേ ഞാൻ അഴി എണ്ണില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം എൻ്റെ ബാരിസ്റ്ററെ, എൻ്റെ അഭിഭാഷകൻ എനിക്ക് വേണ്ടി സകലതും ചെയ്യുന്നവനാണെന്ന് മാത്രമല്ല, സകലതും പെയ്ഡാക്കിയതിൻ്റെ കാൽവരയുടെ കൊലമരത്തിൽ കൊടുത്തു തീർത്ത രസീത് അവൻ്റെ പക്കലുണ്ടെന്ന് പറയാ. അവനെ ശിക്ഷിക്കാനാവാത്ത വിധത്തിൽ 33 തിരുവയസ്സിലെ രക്തം കൊണ്ട് വിലക്കി വാങ്ങിയ, അഡോപ്റ്റ് ചെയ്ത ആ തെളിവാ ഇത്. കണ്ടോ, ഇതങ്ങോട്ട് ഉയർത്തിപ്പിടിച്ചിട്ട് അങ്ങോട്ട് പറയുമ്പോൾ വാദിഭാഗം തോറ്റ് തകർന്ന് തുന്നം പാടിപ്പോകും. ഈ പ്രവൃത്തിയാ യേശുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. ഉയരത്തിൽ അത് നടന്നുകൊണ്ടിരിക്കുക. നമ്മെ ചെറുതാക്കാൻ, അപഹസിക്കാൻ ദുഷ്ടൻ അവിടെ നിന്ന് കാര്യകാരണങ്ങൾ നിരത്തുമ്പോൾ അപ്പുറത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിട്ട് പറയുക, നീ പറയുന്നതൊക്കെ ശരിയാകാം, പക്ഷേ അവൻ്റെ പാപത്തിൻ്റെ പ്രായശ്ചിത്തത്തിനായി ഈ നസ്രായൻ ക്രൂശിലൊഴുക്കിയ രക്തം, ആ രക്തത്താൽ അവനെ വിലക്കി വാങ്ങിയ തെളിവ് പിടിച്ചു. ഇതങ്ങോട്ട് പറയാൻ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമ്മുടെ നാവിനെ കൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി സംസാരിപ്പിക്കുന്നതാണ് അന്യഭാഷ. അർത്ഥമറിഞ്ഞെന്ന് പറഞ്ഞു നോക്കിക്കേ, അർത്ഥമറിഞ്ഞ് രാവെളുക്കോളം ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഇരുട്ടിൻ്റെ ശക്തികൾ അകന്നകന്നകന്ന് തകരുന്ന അനുഭവം ജീവിതത്തിൽ സംജാതമാകും. ആത്മാവിലെ ആരാധന രോഗശാന്തിയാണ്. ആത്മാവിലെ ആരാധന കണ്ണുകൾക്ക് ചൈതന്യമാണ്. അത് ഹൃദയത്തിന് പ്രകാശനമാണ്. അത് നമ്മുടെ അഹന്തയും നമ്മുടെ എല്ലാ കുറവുകളും പരിഹരിച്ച് നമ്മെ ശക്തരാക്കുന്ന ഒരു മെക്കാനിസം നമ്മുടെ ശരീരത്തിൽ രൂപപ്പെട്ടു വരിക. ഇതുകൊണ്ടാകണം ഭൂരിപക്ഷ ആളുകളും ഇതിനെ എതിർക്കുന്നത്. അതുകൊണ്ട് ഭക്തന്മാരെങ്കിലും ഇവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ അതിൻ്റെ വില മനസ്സിലാക്കണം. മാത്രമല്ല, സഭയിൽ സകല കൃപാവരങ്ങളും രൂപപ്പെട്ടു വരാൻ ജനത്തെ എഴുന്നേൽപ്പിക്കാൻ പ്രാർത്ഥിക്കണം. ഈ നമ്മുടെ സഭകൾക്ക് ഇന്ന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആത്മപ്രവൃത്തിയുടെ കുറവാ. എല്ലാ സഭകളിലും ആത്മപ്രവൃത്തിയില്ലാതെ അതൊക്കെ ഭൗതികമായി നമ്മൾ എങ്കിലെങ്കിലുമൊക്കെ തീർക്കാൻ ശ്രമിക്കുകയാണെന്നേ, വാക്കുകൊണ്ടേ, പാട്ടുകൊണ്ടേ, പ്രകടനപരത കൊണ്ടേ ആ കാവഡ്യമൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് നമുക്കൊന്ന് താഴോട്ടിറങ്ങണം. എല്ലാവർക്കും ദൈവം പ്രവർത്തിക്കുന്നു, കർത്താവ് വലിയവ ചെയ്യുന്നു, ദൈവം വലിയ പ്രവൃത്തിക്ക് നമ്മളെയൊക്കെ ഉപയോഗിക്കും. അതിന് പ്രായം തടസ്സമല്ല, അവസ്ഥ തടസ്സമല്ല. എന്താ കാര്യം തരയണ്ടേ? യോഗ്യത നോക്കി അവനൊന്നും തരികയില്ല.
ഞാൻ യോഗിയനാന്ന് പറഞ്ഞിരുന്ന, യോഗിയാണെന്ന് പറഞ്ഞിരുന്ന, മറ്റവൾ യോഗി അല്ലെന്ന് പറഞ്ഞാലൊന്നും ദൈവം കേൾക്കൂല. അവൻ തനിക്കിഷ്ടമുള്ളവർക്ക് തൻ്റെ കാരുണ്യം പോലെ നൽകുന്നു. ഇങ്ങനെയാണ് സഭ ഒരുക്കുന്നത്. ഇപ്പോൾ സഭയെ പേഴ്സണലി ഒരുക്കുക. ആ ഒരുക്കത്തിൻ്റെ അടുത്തൊരു തലം കൂടെ പറയാം. നല്ലൊരു ഉദാഹരണം പറയുന്നത്, 1 വർഷത്തിന് താഴെ, ഒന്ന് വേണ്ട 2 വർഷം എടുക്കാം, 2 വർഷത്തിൻ്റെ ഉള്ളിൽ കല്യാണം കഴിച്ചവർ എത്ര പേരുണ്ട്? 2 വർഷത്തിനുള്ളിൽ ആരുമില്ല. 2 വർഷമേ ആയുള്ളൂ. അതിൻ്റെ താഴെ ഉള്ളവർ 3 വർഷം ആരുമില്ല. ഉണ്ടോ? കല്യാണം നടക്കുന്നില്ല. അതൊരു വലിയ വിഷയമാണല്ലോ ഇവിടെ. പോട്ടെ, എങ്കിലും പറയാം. പ്രിയപ്പെട്ടവരെ, ഈ 3-4 കൊല്ലത്തിൻ്റെ ഒക്കെ ഉള്ളിൽ കല്യാണം കഴിച്ച ആൺകുട്ടികൾക്കൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഈ പെൺകുട്ടികൾ, അവരുടെ ഭാര്യമാർ, നമ്മുടെ എല്ലാ അവസ്ഥ, കല്യാണം കഴിച്ച എല്ലാവരുടെയും അവസ്ഥ കേട്ടോ, പാസറുടെയും നമുക്കുടെ എല്ലാ അവസ്ഥയാണ്. നമ്മളാ കല്യാണം കഴിഞ്ഞ നാളിൽ ഇവർ ചില ഭക്ഷണമൊക്കെ നമുക്ക് ഉണ്ടാക്കി തരും. മിസ്സിസ് കെ എം മാത്യുവിൻ്റെ പുസ്തകമൊക്കെ നോക്കി ഉണ്ടാക്കുന്ന. പക്ഷെ അതെങ്ങനെയൊക്കെ കഴിച്ചു, ഒരു കൃപ കൊണ്ട് അത് കഴിച്ചതാണ്. ഒരു ചായയൊക്കെ കിട്ടുമെന്ന്, അതിലും നല്ല ചായ നമുക്ക് ട്രെയിനിൽ കിട്ടും. ഇത് കഴിക്കാനൊക്കെയോ കഴിക്കാതിരിക്കാനൊക്കെയോ? ഈ വീട്ടിൽ 3, 4, 5 മക്കളെടുത്ത് ഇളയ ആളാണെങ്കിൽ പറയും വേണ്ട. കാരണം ഈ മൂത്ത ആളുകൾ ഇവനെ പരിഗണിച്ചിങ്ങനെ കൊഞ്ചിച്ച് ലാളിച്ചൊരു പരിവാക്കി വെച്ചിരിക്കുകയായിരിക്കും. അമ്മയെ ഷൗട്ട് ചെയ്ത്, ചേച്ചിയെ ഷൗട്ട് ചെയ്തൊക്കെ ഇങ്ങനെ പറ്റിച്ച് ജീവിക്കുന്ന കുറേ കക്ഷികളുണ്ടല്ലോ നമ്മുടെ കൂടെ. ഇങ്ങനെയുള്ള പുള്ളികളെ ഏറ്റവും അനുഭവിക്കുന്ന കാരണം എന്താ? ഇവിടെ ഈ ചായ കൊണ്ടുവച്ചു, ബീഫ് ഫ്രൈ ചെയ്ത് കൊണ്ടുവച്ചു, മത്സ്യം കൊണ്ടുവച്ചു. ഈ മീനൊക്കെ അവൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നുണ്ടാ ഇങ്ങനെ ബലത്തിന് പിടിച്ചില്ലേ അത് പോയി വേമ്പനാട്ടുകാലി ചാടും, പോകാൻ ഒരുങ്ങി നിൽക്കുക. എന്നാൽ ഇവൻ കഴിച്ചു. ഒടുക്കം ഇത് മിനിമം ആക്കി. കാരണം അമ്മ തരുന്ന പോലെ ഒക്കുന്നില്ല. അതെന്താ അമ്മ തരുന്ന പോലെ ഒക്കാത്തതെന്ന് അറിയണ്ടേ? ആര് ഭക്ഷണം തന്നാലും അമ്മ തരുന്ന പോലെ ഒക്കാത്തെന്താ? ഏത് ഹോട്ടലിൽ കഴിച്ചാലും അമ്മ തരുന്ന പോലെ ഒക്കൂല. അതിൻ്റെ കാരണം കുഞ്ഞിനെ ടേസ്റ്റ് പഠിപ്പിച്ചത് അമ്മയാണ്. അമ്മയാണ് ഉപ്പിൻ്റെ അളവ് തീരുമാനിച്ചത്, ചൂടിൻ്റെ അളവ് തീരുമാനിച്ചത്, എരിവിൻ്റെ അളവ് തീരുമാനിച്ചത്. കാരണം ആ ഫുഡ് ആദ്യം ടേസ്റ്റ് ചെയ്ത ആൾ അമ്മയാണ്. ആ ടേസ്റ്റ് നമ്മുടെ നാവിലും തലച്ചോറിലും കുറിച്ചു വച്ചിരിക്കുക. മനസ്സിലായോ മാതൃത്വത്തിൻ്റെ വില? സ്തോത്രം. അതിന് വഴിയിലൊക്കെ അമ്മച്ചിയുടെ അടുക്കള എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കാൻ വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? പോട്ടെ, അവിടെ നീ. അപ്പോഴേ ഈ പയ്യനിങ്ങനെ പട്ടിണിയായി. ഇത് കഴിക്കാനൊക്കത്തില്ല. ബീഫ് കൊണ്ടുമ്പോഴേ അവൻ പറയും അത് വേണ്ട, ചിക്കൻ കൊണ്ടുമ്പോഴേ അയ്യോ വേണ്ട. ഒടുക്ക ഗസ്റ്റായിട്ടൊക്കെ ഓരോരുത്തരത്ത് വിളിക്കുക. അവിടെ ചെല്ലുമ്പോൾ ഇവിടെ വേണ്ടാത്തവൻ നിന്നങ്ങ് പിടിക്കുക. ഈ പെണ്ണിന് മനസ്സിലായി എന്താ ഞാൻ കൊടുത്തിട്ട്. പഠിച്ച് വന്നപ്പോൾ അവൾക്ക് ഇവൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ കുറേ നാളെടുത്തു. അല്ലേ? അങ്ങനെയല്ലേ? കുറേ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ അവൾ തന്നാലേ ഒക്കുള്ളൂ. മകൾ തന്നാലോ, മറ്റാരെങ്കിലും തന്നാലോ, സെർവൻ്റ് ഉണ്ടാക്കി തന്നാലോ, ഹോട്ടലിൽ കഴിച്ചാലോ ഒക്കൂല. ഭാര്യ തരണം. എന്താ കാര്യം എന്നറിയണ്ടേ? വർഷങ്ങൾ കൊണ്ടേ അവൾ എൻ്റെ ടേസ്റ്റിലേക്ക് വളർന്നു. മനസ്സിലായോ? ഹല്ലേലൂയ. ഇതെല്ലാം കഴിഞ്ഞ് ഇവൾ ചോദിക്കുക, എന്നിട്ടും എന്തിനാ ഭക്ഷണമൊക്കെ കഴിച്ച പണ്ടത്തെ? എന്തിനാ കഴിച്ചതെന്നറിയണ്ട? അയാൾ പറയാം ഇത്രേ ഉള്ളൂ കാര്യം. കാരണം നിന്നോടുള്ള സ്നേഹം. ഞാനൊരു വലിയ മർമ്മം പറയാം. വാസ്തവത്തിൽ നമ്മൾ നമ്മുടെ കാന്തന് ഇതുവരെ കൊടുത്തതൊക്കെ ക്വാളിറ്റി ഉള്ളവല്ലാണോ? ഇന്ന് പാടിയ പാട്ടേ, ഇന്ന് നടത്തിയ ക്ലാസ്, ഇന്നലെ വായിച്ച സങ്കീർത്തനവും പ്രബോധനവും, നമ്മുടെ ജീവിതം മൊത്തം എടുത്താൽ ടേസ്റ്റി ആയതാണോ യേശുവിന് കൊടുത്തതെന്ന്? മനസ്സിലായോ? എന്നിട്ടും കർത്താവ് കൈപ്പറ്റി എന്തിനാ? സ്നേഹത്തോടെ. അവൻ നമ്മളെ സ്നേഹിക്കുന്ന മഹാസ്നേഹം. ഈ ഉദാഹരണം മനസ്സിലായോ? നമ്മൾ കൊടുത്ത ഒന്നും ക്വാളിറ്റി ഉള്ളതല്ല. നമ്മൾ കൊടുത്ത സ്വോത്ര കാഴ്ച, നമ്മൾ കൊടുത്ത പിരിവ്,
നമ്മൾ പണി കഴിപ്പിച്ച ഹാള് നല്ലതാ. പക്ഷെ നമ്മൾ സേവിക്കുന്നവൻ്റെ സ്വഭാവ മഹിമേറിയ രാജകുമാരനാ, രാജാതി രാജാവാ നമ്മുടെ കാന്തൻ. അവൻ്റെ അളവോളം വളരാൻ നാളിതുവരെ കഴിയാത്ത നമുക്ക് അവൻ്റെ അളവോളം വളരാനുള്ള ആകാംക്ഷയുടെ പേരാ ആരാധന. ഹല്ലേലൂയ. അത് സൃഷ്ടിസൃഷ്ടാവിനെ ആരാധിക്കുന്ന ഒന്നും അല്ലെന്ന്. നമ്മൾ സൃഷ്ടിസൃഷ്ടാവിനെ ആരാധിക്കുന്ന ആരാധനയാണെങ്കിലും നമ്മൾ സൃഷ്ടിക്കപ്പുറത്തെ മക്കളാ, കാന്തനത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി എൻ്റെ ഒരു മറുവശം ഒന്ന് പറയാനുണ്ട്. കോടാനുകോടികളുടെ ആസ്തിയുള്ളൊരു രാജകുമാരൻ പറയുമ്പോൾ ഒരു കാര്യം കൂടെ എല്ലാവരെയും ആശ്വാസത്തിന് വേണ്ടി പറയാം. ഞങ്ങളുടെ ചർച്ചിലൊരു ബാങ്കിൽ ജോലിയുള്ള ഒരു മാനേജരാണ്, SBTയുടെ. പക്ഷേ ഈ സാറ് ഭാര്യയായിട്ട് വല്ലാതെ ഉടക്കാം. നല്ല മനുഷ്യൻ, രണ്ടുപേരും നല്ല മനുഷ്യരാണ്. ഈ എപ്പോഴും ഉടക്കുന്നവർ തമ്മിൽ നല്ല സ്നേഹമാണ്. നമ്മൾ കണ്ടാൽ ഇവർ ഭയങ്കര വഴക്കാണ്, പക്ഷേ അത് ഹൃദയത്തിൻ്റെ ഒരു അടുപ്പമൊക്കെ ഉണ്ട്. ഞാനൊരു ദിവസം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവർ തമ്മിൽ വഴക്കാം. നമുക്ക് അവിടെ നിന്ന് പോരുകയും വേണം. ചെന്നും പോയി. ഇപ്പോൾ കേട്ടുകൊണ്ട് ചെല്ലുന്നത് എന്താണെന്നറിയോ? എൻ്റെ ഈ ചെറിയ വരുമാനം കൊണ്ട് ഞാൻ 3 പെൺപിള്ളേരുടെ കല്യാണം നടത്തി. പുള്ളിക്ക് 2 പെങ്ങന്മാരേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്കാരി ചോദിച്ചു, ഇതാരാ 3 പെൺപിള്ളേർ? ഒന്ന് നീ, നിന്നെ ആര് കെട്ടുമായിരുന്നു? ഓരോ ലോജിക്ക് പോകുന്ന പോക്കേ, ചില യുക്തി തലയ്ക്കകത്ത് കയറിയ ചിന്തിക്കുന്ന പോലെ എടുത്തില്ല. എങ്ങനെയാ നിൻ്റെയും കൂടെ കല്യാണം ഞാൻ നടത്തിയെന്ന്? ഞാനൊരു ചോദ്യം, ഒരു വിധത്തിലും യോജിക്കാത്ത, ഒന്നിനും കൊള്ളാത്തൊരു ഹസ്ബൻഡായ എൻ്റെ എന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ട്? കൈ വെക്കരുത്, ചാടിക്കറി. കുടുംബ വിഷയമാണ്. സഹോദരന്മാർക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഒന്നിനും ഒരു വിധത്തിലും. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാ. കാരണം പറയാം. ഒരു പയ്യൻ പറയാ, ഞാൻ ഈ ക്യാഷ് ഒന്നും നോക്കിയില്ല, ക്യാഷ് വരും പോവും. ഇതിൻ്റെ അർത്ഥം അവന് മിടിക്കായൊരു പെണ്ണിനെ കെട്ടിയെന്ന് അവന് കിട്ടത്തില്ല. അല്ല, അവൻ വീട്ടുവീഴ്ച ചെയ്തൊന്നും അല്ല. ഇനി ഒരുത്തം പറയാ, ഈ സൗന്ദര്യമൊക്കെ എന്തുവാ ഭാഷ, അതിനകത്ത് വല്ല കാര്യം, ഇഷ്ടംപോലെ കാശ് കിട്ടിയെന്നാ. അല്ല, അതിവിടെ ആരും വിട്ടുവീഴ്ച ചെയ്ത് ഇവിടെ ഒന്നും ഇരിപ്പില്ലെന്നേ. ചുമ്മാ ഇല്ലാത്ത കാര്യം പറയാതെ. ആരും വിട്ടുവീഴ്ച ചെയ്തെന്ന ഒന്നുമില്ലെന്ന്. എവിടൊക്കെയോ ഒരു കോംപ്രമൈസ് നിങ്ങളോടും കൂടെ പറഞ്ഞേ. ശരിയാണോ? ശരിയല്ലേ? ഇവിടൊക്കെ ഒരു യോജിപ്പ്. എന്നാൽ ഒരു യോജിപ്പും ഇല്ലാത്ത ഒരു കല്യാണം ഞാൻ കാണിച്ചു തരാം. ഒരു വിധത്തിലും കൊള്ളതില്ല. എങ്ങനാ ഈ പയ്യൻ ഈ പെണ്ണിനെ കെട്ടിയെന്ന് തോന്നുന്ന വിധത്തിൽ ഒരു യോഗ്യതയില്ലാത്ത ഒറ്റ കല്യാണേ ലോകത്തുള്ളൂ. അത് യേശുവിൻ്റെയാണ്. കോടാനുകോടികളുടെ ആസ്തിയുള്ളൊരു രാജകുമാരൻ ചെറ്റക്കൊടിലെ നിർധനയായ ഒരു പെണ്ണിനെ കണ്ടെല്ലാം അറിഞ്ഞ് അവളെ ഇഷ്ടപ്പെട്ട് നടത്തിയ ആ പരിശുദ്ധ വിവാഹമാ സഭ ഇനി കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ കാന്തനെ മനസ്സിലായ നാൾ മുതൽ അവൾക്ക് പിടികിട്ടി എല്ലാം അവൻ്റെ കൃപയാണ്. അന്നു മുതൽ അവളുടെ ചിന്ത, രീതി കൊണ്ട്, ഭാവം കൊണ്ട്, ശൈലി കൊണ്ട്, സ്വഭാവം കൊണ്ട് എൻ്റെ കാന്തനോളം എനിക്കൊന്ന് ഉയരണം. എൻ്റെ ശിഷ്ടായുസ് മുഴുവൻ ഈ കാന്തൻ്റെ നിലവാരത്തിലേക്ക് എനിക്ക് വളരണം. ആ ഒരുക്കത്തിൻ്റെ പേരാ സഭയുടെ ഒരുക്കം. ഇങ്ങനെ ഒരുങ്ങിക്കോണം. അണ്ടക്കുള്ളു പഠിപ്പിക്കാൻ, യൂത്തിനും പ്രവർത്തിക്കാൻ, സഭയിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടുമ്പോഴൊക്കെ ഓർക്കണം, കാന്തൻ്റെ അളവോളം എനിക്ക് വളരണം. ഒന്നും നിസ്സാരമായിട്ട് എടുക്കരുതേ. ഇവിടെ കയറി ഒരു വാക്ക് പറയാൻ അവസരം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കണം, എൻ്റെ കാന്തൻ്റെ അളവ് അവൻ എന്ത് തീരുമാനിച്ചുറപ്പിച്ചു, ആ നിലവാരം. ഒരു പ്രസ്താവന നടത്താൻ, ഒരു പാട്ട് പാടാൻ, ആരാധിക്കാൻ അവസരം കിട്ടുമ്പോൾ ഓർക്കണം, എൻ്റെ കാന്തനൊരു നിലവാരമുണ്ട്. കോടാനുകോടി ദൂതരാർത്തുപാടി ആരാധിക്കുന്ന മഹത്വപ്രതാപനെയാ ഞാൻ എൻ്റെ കാന്തനായി കണ്ട് ആരാധിക്കുന്നത്. അവൻ്റെ നിലവാരത്തോളം എനിക്ക് വളരണം. നമുക്ക് പറ്റുമെന്ന്. കാരണം നമ്മളെ അങ്ങനെ ഒരുക്കാൻ കെൽപ്പുള്ള ഒരു വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. അതിനാ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നിൽക്കുന്നത് ബലഹീനതയ്ക്ക് തുണ നിൽക്കാൻ. ഞാൻ കുഴപ്പക്കാരനാണെന്ന് അവനറിയാം, നിങ്ങൾ കുഴപ്പക്കാരാണെന്നറിയാം, തികയാത്തവരാണെന്നറിയാം. നമ്മെ തികവോടെ നേരെയാക്കാൻ ഭാഗത്തിന് തെറ്റിപ്പോകുമ്പോഴൊക്കെ ബാലശിക്ഷ തന്ന് നമ്മെ ക്രമീകരിക്കാൻ. അടി നമുക്കിട്ട് കിട്ടുമെന്ന്. അടി തരുന്ന എന്തിനാ? പറയാം. ഈ കുഞ്ഞുങ്ങളെ തല്ലിയിട്ട് നമ്മളിഞ്ഞ് പോന്നു.
വൈകിട്ട് ചപ്പാത്തി കഴിക്കാൻ എടുക്കുന്നതിന് മുമ്പ് അപ്പൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയണ്ടേ? തല്ലിയ മോനെ അടുത്ത് വിളിക്കും, അവൻ്റെ മുറിവിലേക്കൊന്ന് തഴുകും. എന്നിട്ട് അപ്പൻ ഒരളവ് ഭക്ഷണം ആ വായിൽ വെച്ച് കൊടുക്കും. എന്തിനാ? അപ്പന് കഴിക്കാൻ വയ്യ. അല്ലെങ്കിൽ സ്വർഗത്തിലെ അപ്പനും അങ്ങനെ എപ്പോഴൊക്കെ അവൻ ശിക്ഷിക്കുന്നോ അന്നൊക്കെ വലിയൊരു ആനന്ദം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കത്തക്ക വിധം ആ കരം കൊണ്ട് അവൻ നമ്മെ തഴുകിക്കൊണ്ടിരിക്കും. അതിന് സഹായിയായി നിൽക്കുന്ന ആളാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. നമുക്ക് അവൻ്റെ ആത്മാവിനെ പ്രാപിക്കണം, അവൻ്റെ വരവിനായി കാത്തിരിക്കണം. ഭൂലോകം പാടും പോയി ഈ നാഥനെപ്പറ്റി പ്രസംഗിക്കണം. അതിന് വിളിക്കപ്പെട്ടവരാ നമ്മൾ. ആ സഭ അങ്ങനെ ഒരുങ്ങുമ്പോൾ നനയാത്തൊരു നിമിഷത്തിൽ നമ്മളൊരു ശബ്ദം കേൾക്കും. ആ ശബ്ദം ആ കാഹളം. ആ കാഹളത്തെ നാഥം കേൾക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ: ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായിട്ടുയർക്കും, ജീവനോടെ ശേഷിക്കുന്ന നമ്മൾ രൂപാന്തരപ്പെടും. ഇപ്പം സ്വാഭാവികമായിട്ടൊരു ചോദ്യം, ഇന്ന് മരിക്കുന്നവർ എവിടാ? അത് ക്രിസ്തുവില്ല. എവിടാണെന്നൊരു ചോദ്യത്തിലൊരു പെശകുണ്ട്. എന്താണെന്നറിയണ്ടേ? ഈ സ്പേസ് വേണ്ടത് മാറ്ററിനാണ്. പിടികിട്ടിയോ? ഈ പുസ്തകം വെക്കാനൊരു സ്ഥലം വേണമെന്ന്. ഇങ്ങനെ ഈ പുസ്തകം ആത്മാവാണെന്ന് വെക്കുക, ഇത് വെക്കാൻ സ്ഥലമൊന്നും വേണ്ട. മനസ്സിലാകുന്നോ? നമ്മളെ ശരീരം വിട്ടിട്ട് ആത്മാവില ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്രാമസ്ഥലം ക്രിസ്തുവിലാണ്. എന്നിട്ട് കാഹളം കേൾക്കുമ്പോൾ മരിച്ചവർ ഉയർക്കുമ്പോൾ ഒരു പ്രത്യേകത പറയാം. 2000 ആണ്ട് മുമ്പ് മരിച്ച പൗലുസും ഇന്ന് നമ്മുടെ ഒരു വിശുദ്ധനെ അടക്കം ചെയ്തെങ്കിൽ അദ്ദേഹവും ഒരുപോലെ ഉയർക്കുന്നത്. അവർക്ക് ഈ നീണ്ട സമയത്തിൻ്റെ മുഷിവ് അനുഭവപ്പെടത്തില്ല. അതെന്താ കാര്യം? പറയാം, ശ്രദ്ധിക്കണം. ഒരു ചർച്ച നടക്കുമ്പോൾ നമ്മൾ മധ്യാകാശത്തിൽ 7 കൊല്ലം ജീവിക്കുമെന്ന് ഇങ്ങനെ പറയുമല്ലോ. ഞാൻ ആലോചിച്ച്, ഈ മധ്യാകാശത്തിലെ 7 കൊല്ലം എന്ന് പറയുമ്പോൾ കലണ്ടർ മനോരമ തന്നെയാണോ? കാരണം എന്താ? നമ്മൾ പോയെന്ന്, നമ്മൾ മുകളിലെത്തി. ഭൂമി കറങ്ങുന്നതല്ലേ ഒരു ദിവസം. അങ്ങനെ 365 ദിവസമല്ലേ ഈ കറക്കമൊക്കെ ഇവിടെ നടക്കും. സ്വർഗീയ സമയക്രമം വേറെയാണ്. ഭൂമിയൊക്കെ ചെറുതാ. കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞാലും ഭക്തൻ ഇന്നലെ കഴിഞ്ഞ ഒരു ദിവസം പോലെ, രാത്രിയിലെ ഒരു യാമം പോലെ ഉയർക്കും. ജീവനോടെ ശേഷിക്കും നമ്മൾ രൂപാന്തരപ്പെടും ക്രിസ്തുവിനോട് കൂടെ. ആ കർത്താവ് നമ്മളെ കൈക്കൊണ്ട് നമുക്കൊരു സെലസ്റ്റ്യൽ ബോഡി തരും. സെലസ്റ്റ്യൽ ബോഡിയിലാണ് അടക്കുന്നത്. കാരണം എന്താ? ഉയർക്കുന്നത്. പ്രാകൃത ശരീരം വിതച്ചു, ആത്മശരീരം ഉയർക്കും. ബലഹീനതയിൽ വിതച്ചു, ശക്തിയിൽ ഉയർക്കും. അതായി ശരീരം. ഇനി അതൊത്തിരി പറഞ്ഞാൽ നമുക്ക് നേരം പോകും, നമ്മുടെ വിഷയത്തിൽ ചെന്നെത്തിയില്ല. ഇവിടുന്ന് നമ്മയും കൊണ്ട് നമ്മുടെ കർത്താവ് പ്രകടമായൊരു വരവ്, വിസിബിലിറ്റി ഉള്ളൊരു വരവ്. ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെ അവനെ ചൊല്ലി വിലപിക്കും. ആ വരവിന് അവൻ കരുതി വച്ചിട്ടുള്ള സ്ഥലമാണ് ഒലിവുമല. സക്കറിയ പറയുക, അന്നാളിൽ കിഴക്കൊലിവുമലയിൽ അവൻ്റെ പാദം അമരും, ഒലിവുമല 2ആയി പിളരും, ഒരു താഴ്വര സംജാതമാക്കും. എന്ന് നിങ്ങൾ ഈ എസ്ട്രയലോൺ താഴ്വര, അർമ്മഗീതമൊക്കെ കണ്ടാൽ 1000 ഫുട്ബോൾ കോർട്ടിൻ്റെ വലിപ്പമാണ്. അങ്ങ് കിടക്കുകയാണ്, സമതലം പോലെ കിടക്കുകയാണ്. യുദ്ധത്തിൻ്റെ മൂർധന്യ ഘട്ടത്തിലേ നമ്മെ ചേർത്ത് നമ്മുടെ കർത്താവ് ഒലിമതയിൽ പാദമർന്ന് അവിടെ വച്ച് എതിർ ക്രിസ്തു എന്നവനെ വായിലെ ശ്വാസത്താൽ ഉമിണ്ണ് കളയുന്നു. തോൽവി പിണഞ്ഞ അവനെ പിടിച്ചു. അവൻ്റെ കൂടൊരു ഹെൽപ്പറുണ്ട്, പേര് ഫോൾസ് പ്രൊഫറ്റ്, കള്ളപ്രവാചകൻ. ഇവരെ 2 കൂടെ പിടിച്ച് ഗന്ധകത്തീപ്പൊയ്കയിൽ തള്ളും. ലൂസിഫർ എന്നവനെ 1000 ആണ്ടേക്ക് പൂട്ടും. എന്നിട്ട് നമ്മയും കൊണ്ട് ആ
അക്ഷരാർത്ഥത്തിൽ ജെറുസലേം കേന്ദ്രീകരിച്ചൊരു ഭരണം. ആ ഭരണം കൈയാളാൻ നമ്മുടെ കർത്താവ് തിരുസഭയും ഒലിവുമല കടന്ന്, ഈ താഴ്വര കടന്ന്, കിദ്രോൻ കടന്ന് അക്ഷരാർത്ഥ യെരുശലേമിലേക്ക് കടക്കുമ്പോൾ സഹസ്രാബ്ദങ്ങളായി അടഞ്ഞു കിടക്കുന്ന യെരുശലേമിൻ്റെ കിഴക്കവാതിൽ അവൻ്റെ മുമ്പാകെ മലർക്ക തുറക്കും. ഈ രംഗം കണ്ട ദാവീദ് ആത്മാവിൽ പാടുന്നത്, വാതിലുകളെ നിങ്ങളുടെ തലകൾ ഉയർത്തുവിൻ, പണ്ടയുള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ. ഗായക സംഘം ഒരു ഗാനപ്രതിഗാനം പോലെ ചോദിക്കും, മഹത്വത്തിൻ്റെ രാജാവാർ, ബലവാനും ശക്തനുമായ യഹോവ. അന്ന് കർത്താവിനെ തിരിച്ചറിയുന്ന അവർ നമ്മെ കണ്ടിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, മരുഭൂമിയിൽ നിന്ന് പ്രിയൻ്റെ മേൽ ചാരി വരുന്ന ഇവളാരാ? മോശയ്ക്കൊപ്പം ഒരു കൂശസ്ത്രീയെ കണ്ട് അത്ഭുതപ്പെട്ടതുപോലെ സകല ജാതികളിലും ഭാഷയിലും ഗോത്രത്തിലുമുള്ള നമ്മളെ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ മാറോടണയ്ക്കുന്ന വിചിത്ര കൃപ കണ്ട് അവരും അമ്പരക്കും. ഞാൻ സ്വന്തമായതിലേക്ക് വന്നു, നിങ്ങളെന്നെ കൈക്കൊണ്ടില്ല. എന്നെ ഹൃദയത്തിൽ സ്വീകരിച്ച പതിവ്രതാരത്നമാകുന്ന ഈ വിശുദ്ധ കാന്ത, ആ കാന്തനോട് ചേർന്ന് 1000 ആണ്ട്. വാസ്തവത്തിൽ ഈ 1000 ആണ്ട് വാഴ്ച സഭയ്ക്കുള്ളതല്ല. എന്നാൽ നമുക്കും ഉള്ളത്, നമ്മളും ഉണ്ട് അവിടെ. കാരണം കാന്തനുള്ളിടത്ത് കാന്തയ്ക്കും. അങ്ങനെ തെളിവെന്നാ, നിങ്ങൾ വീട്ടിൽ കുട്ടികൾ വന്ന് എന്തെങ്കിലും എടുക്കുമ്പോൾ ഭാര്യമാർ പറയാം, എടുക്കരുത് പപ്പാടയാ, അതൊന്നും എടുക്കില്ല, അവിടെ വെച്ചാൽ അത് തുറക്കരുത്. കാരണം കുട്ടികൾക്ക് എടുക്കാൻ പാടില്ലാത്തതും തുറക്കാൻ പാടില്ലാത്തതുമായി ഒത്തിരി സ്ഥലങ്ങൾ അവിടെ ഉണ്ടല്ലേ. പക്ഷെ കാന്തയ്ക്ക് തുറക്കാൻ വയ്യാത്തതോ പോകാൻ വയ്യാത്തതോ ആയ ഒരിടം വീട്ടിലുണ്ടോ? ഇല്ല. കാന്തനുള്ളതല്ല കാന്തയ്ക്കൂടാ. അങ്ങനെയല്ലേ? അപ്പോൾ ക്രിസ്തു എവിടെ ഉണ്ട് അവിടെ നമ്മളുണ്ട്. പക്ഷെ നമ്മളോട് പറഞ്ഞൊന്നുമല്ല ഈ 1000 ആണ്ടേ. പാപം ചെയ്യാതിരുന്നെങ്കിൽ ആദമേ, നിൻ്റെ ഒരു ദിവസം ദാണ്ട് ഇങ്ങനെ ഇരുന്നേനെ. അതിനാ 1000 ആണ്ട് വാഴ്ച. ഇനി തീരെ നമുക്കുള്ളതല്ലെന്നും പറയാൻ വയ്യ. മുമ്പേ പറഞ്ഞ പോലെ കോടികളുടെ ആസ്തിയുള്ളൊരു രാജകുമാരൻ, സുന്ദരൻ, സുമുഖൻ. കാര്യമൊക്കെ ശരിയാണെങ്കിലും നിർധനയായ ഒരു ഗ്രാമീണ പെൺകുട്ടിയെ കണ്ട് വിവാഹം കഴിച്ചാൽ എത്ര വലിയവനാണെങ്കിലും അവളോടുള്ള സ്നേഹത്തിൻ്റെ പ്രദർശനത്തിൻ്റെ ഭാഗമായി ഒരു ദിവസം അവളോട് കൂടെ പാർക്കണം, അവളുടെ വീട്ടിൽ വേണ്ടേ? അങ്ങനെ നമ്മൾ ആകുന്ന തിരുസഭയോടൊപ്പം കാന്തനാകുന്ന ക്രിസ്തു നമ്മുടെ കൂടെ ഒരു ദിവസം നമ്മൾ അതുവരെ വസിച്ച നമ്മുടെ ഭവനമായ ഈ ഭൂമിയിൽ പാർക്കുന്നതിൻ്റെ പേരാ 1000 ആണ്ട് വാഴ്ച. സ്വർഗീയ മഹിമയും പ്രതാപവുമൊക്കെ കണ്ട നമ്മൾ ഈ രാജകുമാരനെ കണ്ടിട്ട് പറഞ്ഞു, അയ്യോ നിൻ്റെ പ്രതാപം, അതിൻ്റെ മഹിമ എത്ര വലുതാ, അതുകൊണ്ട് ഈ ചെറ്റക്കുടിൽ നീ. അപ്പോൾ ഈ കാന്തം പറയാ, വേണ്ട, എൻ്റെ പിതാവേ തൻ്റെ മഹിമയുടെ വാഗ്ദത്ത പ്രകാരം ഈ ഭൂമിയെ എൻ്റെ നിലവാരത്തിന് തുടച്ചു വാർക്കും. പാപരഹിതമായ, തെറ്റുകളില്ലാത്ത, തിന്മകളില്ലാത്ത ഒരു പുതുലോക സൃഷ്ടിക്കും. അതാ സഹസ്രാബ്ദമെങ്കിൽ ആ സഹസ്രാബ്ദം കഴിഞ്ഞ് സാത്താൻ അഴിച്ചു വിടും. അവൻ കുറേ പേരെയൊക്കെ കൂട്ടി ഗോകുമാകോ യുദ്ധം, സമയമില്ല, ആ യുദ്ധത്തിൽ അവൻ തോക്കും. അന്ന് ക്രിസ്തുവിനെതിരെ പടനയിക്കാൻ അധികാരമോഹികളെ ഒപ്പം കൂട്ടി വരുന്ന സാത്താൻ്റെ ശ്രമമാണ് 2-ാം സങ്കീർത്തനം പറയുന്നത്. ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നു. അപ്പോൾ ഇത് കണ്ട് സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. എന്നിട്ട് പിതാവ് പുത്രനോട് പറയുക, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കും. പണ്ടൊരിക്കൽ മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ പുത്രനെ ഗോൽഗൊഥായിൽ കാൽവരിയുടെ കൊലമരത്തിൽ യാഗമർപ്പിച്ചപ്പോൾ ശിക്ഷയുടെ കാഠിന്യം ബോധ്യപ്പെടുത്താൻ ഞാൻ സൂര്യൻ്റെ മുഖമടച്ചു കുറ്റാക്കുറ്റി ഇരുട്ടിൽ ഈ മകൻ എന്ത് സംഭവിക്കുന്നുവെന്ന് ഉലകത്തിന് മനസ്സിലാകാതിരുന്നപ്പോൾ വേദനയുടെ ആധിക്യത്തിൽ അവനെന്ത് ഞെരുങ്ങി. ആ ഞെരുക്കത്തിലാ ഞാൻ തിരുസഭ അവന് കൊടുത്തതെങ്കിൽ പാണീഗ്രഹണം ചെയ്ത് വിശുദ്ധ കാന്തയും അവനും ഇന്നിതാ ഒരുമിച്ച് വസിക്കുന്നു. സ്വസ്ഥതയ്ക്ക് ഭംഗം വരാതെ ഇവിടെ ഇരുന്ന് കൊള്ളണം, ഞാൻ നിനക്ക് വേണ്ടി ന്യായവിധി ചെയ്യും. അങ്ങനെ ഈ ലൂസിഫർ എന്നവനെ പിടിച്ച് ഗന്ധകത്തീപ്പൊയ്കയിൽ തള്ളും. ഇവിടെ ഒരു രസകരമായ കാര്യമുണ്ട്. ഇവിടെ ഒരു പ്രവചനം നിറവേറുക
എന്താണെന്നറിയണ്ടേ? ഇവൻ ചെല്ലുന്നതിന് മുമ്പ് രണ്ടുപേരും കൂട്ടുകാരും പോയി കിടപ്പുണ്ട്. ആരൊക്കെയാ? മൃഗവും കള്ളപ്രവാചകനും. അവർക്ക് ഇവിടെ നടന്നൊന്നും അറിയില്ല. അവരോർത്ത് ഇവനെങ്കിലും രക്ഷപ്പെട്ടു, മറ്റവൻ ഇവിടെ ഇപ്പോൾ സന്തോഷിക്കാതെയും. പക്ഷെ അടി കിട്ടി ഇവനിവിടെ താഴെ വീഴുന്ന കണ്ടിട്ട് ഇവർ തമ്മിൽ പറയുന്ന വാചകമാ യെശയ്യാ പ്രവചിച്ചു വെച്ച്, അരുണോദയപുത്രനായ ശുക്ര, നീ വെട്ടേറ്റ് നിലത്ത് വീണതെങ്ങനെ? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ ഞങ്ങൾക്ക് തുല്യനായോ? ആരായി ഞങ്ങളെന്ന് മനസ്സിലായോ? പണ്ട് ഈ ഞങ്ങളൊന്നുമില്ല. ഇന്ന് ആ പ്രവചനം പൂർത്തീകരിക്കുന്നത്. പണ്ട് തകർന്നവൻ്റെ പ്രവചനം പൂർണ്ണാർത്ഥത്തിൽ നടക്കുന്നതെന്നാ അന്ന്. ഇവിടുന്ന് അന്ത്യന്യായവിധി. തദനന്തരം മരിച്ചവർ ആബാലവൃത്തം ഇവനോടുകൂടെ ന്യായവിധിക്കപ്പെട്ടവരായി പോകും. വീണ്ടെടുക്കപ്പെട്ട തിരുസഭയും ആ പിൽക്കാലത്ത് വന്നണഞ്ഞ യഹൂദ സമൂഹവും പഴയ നിയമ ജനവും എല്ലാം ചേരുന്നൊരു പൊതുജനതയുടെ ജീവിതത്തിന് വേണ്ടി പുതിയ ആകാശഭൂമികൾ ഒരുങ്ങും. ഏറ്റവും ഒടുവിൽ നമുക്കൊരു പുതിയ യെരുശലേം, അതാ ക്യാപിറ്റൽ സിറ്റി. വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ ഒലിവുമല കടന്ന് പഴയ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്ന ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനമാണ് മത്തായി 27 നമ്മൾ വായിച്ചത് കഴിഞ്ഞ ദിവസം. അന്നാളിൽ യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് നിങ്ങൾ പറയും. അതുവരെ കാണില്ല. നിത്യതയിലേക്ക് എത്തുമ്പോൾ മനോഹാരിത ഒത്തിരിയാണ്, പറയാൻ നേരമില്ല. ഒറ്റ പോയിൻ്റ് പറഞ്ഞ് 1 മിനിറ്റ് കൊണ്ട് നിർത്താം. പ്രിയരെ, ഞാൻ നമ്മളുടെ മാവേലിക്കരയുള്ള IM ബൈബിൾ കോളേജിൽ ഇതിങ്ങനെ ക്ലാസ് എടുക്കുക, ഡാനിയൽ ആൻഡ് റെവലേഷൻ. ഇതെല്ലാം കേട്ട് ഒരു സഹോദരൻ ചോദിച്ചു, നമ്മൾ ഈ നിത്യതയിൽ ചെന്നാൽ എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ പഴയ പോലെ ഒരു അഹങ്കാരമൊക്കെ വന്ന് ലൂസിഫറിന് പറ്റുമോ? പറ്റിയാൽ എന്തു ചെയ്യും പാസ്റ്ററേന്ന് ഞാൻ പറഞ്ഞു. അതോർത്ത് പേടിക്കണ്ട, ഇപ്പം പ്രാർത്ഥിച്ച് ശക്തിപ്പെട്ടോ പറ്റാതിരിക്കാൻ. അത് ഉത്തരവല്ലല്ലോ. ഞാനതിലും പറഞ്ഞു, നാളെ പറയാം. പ്രാർത്ഥിച്ചിട്ട് പിറ്റേന്നൊരു ഉത്തരം പറഞ്ഞു. നിത്യതയിൽ നമുക്ക് അങ്ങനൊന്നും പറ്റിയല്ല, നമ്മൾ ദൂതതുല്യരാകും. അന്നേരം അവൻ പറയാ, ദൂതനാണല്ലോ പണി കാണിച്ച, അപ്പോൾ ദൂതതുല്യരായ നമ്മൾ. എന്നിട്ട് പറയും, ഒന്നും ഓർക്കില്ല, നമ്മുടെ ആളുകളുടെ സ്വഭാവമല്ലേ, നിഗളിച്ചു പോയാൽ എന്ത് ചെയ്യും? അവൻ പറഞ്ഞ ന്യായമാണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കാരണം പറയാം. കർത്താവ് അവിടെ ഉണ്ട്. നമുക്കെല്ലാം മാറ്റം വന്നാലും മാറ്റമില്ലാത്തവനായി യേശു അവിടെ ഉണ്ട്. മാത്രമല്ല, അവൻ്റെ തിരുമുറിവിനെ ഒരു കുറവും വരാതെ അവിടെ ഉണ്ട്. ആ മുറിവ് അപ്പോഴും ഉണ്ടെന്ന്. മുറിവുണ്ടോ? തെളിവ് വേണോ? ഉയർത്തെഴുന്നേറ്റ് യേശുവല്ലേ നമ്മുടെ തോമസിനോട് പറഞ്ഞു, വാ എൻ്റെ വിലാപ്പുറം ഒന്ന് സ്പർശിക്കുക, ഈ പഴുതിലൊന്ന് വിരലിട്ട്. എന്താ ഈ മുറിവ് പോകാത്തതെന്നറിയോ? ഈ മുറിവേ ഒരപാകതയോ കുറവോ അല്ല, ഇത് ജയമെടുത്തതിൻ്റെ തെളിവാണ്. ഒരു സൈനിക മേധാവിയുടെ സ്റ്റാർ പോലെ ഈ മുറിവ്. കാരണം സിംഹമടയിലേക്ക് പോയ ഒരാടും തിരിച്ചു വന്നിട്ടില്ല. ചെന്നായ്ക്കളരിയിൽ പോയത് കാടിച്ച് കീറും. പക്ഷെ സിംഹമടയിൽ കടന്നേ ആ ചെന്നായ്ക്കളുടെ പറ്റത്തെ സിംഹത്തിൻ്റെ പടകളെ മുഴുവൻ അടിച്ചു തോൽപ്പിച്ച ജയാളിയുടെ മുറിവ നമ്മൾ ഈ കണ്ടത്. ഒരു സൈനിക മേധാവിയുടെ മുറിവ് കാണുമ്പോഴേ രാഷ്ട്രം സല്യൂട്ടടിക്കും. എന്താ കാര്യം? ഞാൻ അതിനൊരു ഉദാഹരണം പറയാറുണ്ട്. വർഷങ്ങൾക്കപ്പുറത്തേ കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ അജയ് യഹൂജ എന്നു പേരുള്ളൊരു മലയാളിയായ സൈനികൻ മരിച്ചു. ബോഡി ഇവിടെ വന്നു. ഇന്ന് വാജ്പേയിയാണ് നമ്മുടെ പ്രധാനമന്ത്രി. ആചാരാനുഷ്ഠാനങ്ങളോടൊക്കെ യാത്ര അയക്കും മുമ്പ് ഈ വാജ്പേയി എഴുതിയ ഒരു കവിത അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വായിച്ചു കേൾപ്പിച്ചു. കൂടെ വന്നൊരാൾ, മാന്യഭവതി, നിൻ്റെ പ്രിയപ്പെട്ടവൻ മരിച്ചു. ഇന്ത്യയുടെ ദേശീയ പതാക പുതപ്പിച്ച ഭൗതിക ശരീരം അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. കഴിയുമെങ്കിൽ നീ ആ ദേശീയ പതാകയൊന്ന് മാറ്റി നിൻ്റെ ഭർത്താവിൻ്റെ നെഞ്ച് ഒന്ന് നോക്കണം. ആഴത്തിലൊരു മുറിവ് അവിടെയുണ്ട്. ആ മുറിവ് പുറത്തായിരുന്നെങ്കിൽ ഞാൻ ഈ കുറിപ്പെഴുതുമായിരുന്നില്ല. ആ മുറിവ് നെഞ്ചിലാണ്. അതിൻ്റെ അർത്ഥം പാകിസ്ഥാനികൾ നമുക്ക് നേരെ പാഞ്ഞു വന്ന് തിരതുപ്പുന്ന തോക്കുകൾ കൊണ്ട് ആക്രമണത്തിനടുക്കുമ്പോൾ പിന്തിരിഞ്ഞോടിയെങ്കിൽ ആ മുറിവ് പുറത്താകുമായിരുന്നു. പക്ഷേ
അവരായുധത്തിൻ്റെ മുമ്പിൽ നിന്നെയോ മക്കളെയോ അല്ല ആ സൈനികൻ ഓർത്തത്. 110 കോടി, അന്ന് ഇന്ത്യൻ ജനസംഖ്യ 110 കോടി ആളുകളെ രക്ഷിച്ച മുറിവാ ആ മുറിവ്. അതിലേക്ക് സല്യൂട്ടടിച്ചുകൊണ്ട് അദ്ദേഹം ഈ കവിത അവസാനിപ്പിക്കുമ്പോൾ നിന്നവരെല്ലാം ഉച്ചത്തിൽ ഭാരതമാതാ കീ ജയ് എന്ന് പറഞ്ഞ് അലറുകയാണ്. ആ വാക്കിൻ്റെ തീപ്പൊരി സ്പർശം അതാണെങ്കിൽ യേശുവിൻ്റെ 5 മുറിവിലേക്ക് നോക്കിയിട്ട് പറയാം, ഞങ്ങളെ രക്ഷിച്ചത്, ഞങ്ങളെ വീണ്ടെടുത്തത് ആ മുറിവാ. അവിടെ ചെന്നിരുന്നൊക്കെ ഈ നികള മനോഭാവമൊന്നും വരില്ല. അഥവാ വന്നാലേ അവൻ ഈ കരമുയർത്തി നമ്മളെ ഒന്ന് കാണിച്ചാൽ നമുക്ക് മനസ്സിലാക്കും, നീ ഇവിടെ വരെ വന്നതേ നിൻ്റെ യോഗ്യതയല്ല, ഈ മുറിവാണ് നിന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത്. ഒന്ന് പറഞ്ഞു നിർത്തട്ടെ സഹോദരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ പാട്ട് പാടും, നമ്മളെല്ലാം പാടും. ഇവിടുന്ന് പാടുന്ന പല പാട്ടും സ്വർഗത്തെ പറ്റിയല്ലേ. നീതി സൂര്യൻ വരുന്നതും കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നതും കർത്താവ് താൻ പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടെ വരുന്നതും ഇതൊക്കെ പാടും. ഈ പാട്ടൊന്നും സ്വർഗത്തിൽ ചെന്നാൽ വേണ്ട. വേണോ? പിന്നെയും പാടും അതുമല്ലോ, ഇല്ലെങ്കിൽ ചെന്നല്ല. പക്ഷെ സ്വർഗത്തെ എന്നും ഇങ്ങനെ ത്രസിപ്പിച്ച് നിർത്തുന്നൊരു പാട്ടുണ്ട്. സ്വർഗീയ ജീവജാലങ്ങളെയും ആവേശഭരിതരാക്കുന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് സ്വർഗത്തിലെ മനോഹരമായ തെരുവീഥികളെക്കുറിച്ചോ തങ്കത്തെരുവീഥികളെക്കുറിച്ചോ മറഞ്ഞിരിക്കുന്ന മന്നയെക്കുറിച്ചോ അത് ഭക്ഷിക്കുന്ന നമ്മളെക്കുറിച്ചോ ഒന്നുമല്ല. സ്വർഗീയ ജീവികൾ ആർത്തുല്ലസിച്ച് പാടുന്ന പാട്ട് ഭൂമിയിൽ നടന്നൊരു സംഭവമാണ്. എന്താ അവറ്റകൾ പാടുന്നതെന്ന് അറിയണ്ടേ? നീ അറുക്കപ്പെട്ടു. കണ്ടോ സുവിശേഷത്തിൻ്റെ ശക്തി? നീ അറുക്കപ്പെട്ടു, അതാ സുവിശേഷം. സ്വർഗത്തിലും ഉയർന്നു കേൾക്കുന്ന ശബ്ദമാ നീ അറുക്കപ്പെട്ടു. നമുക്കിന്ന് രാത്രി പിരിയുമ്പോൾ പറയാം, അറുക്കപ്പെട്ട കുഞ്ഞാടേ അങ്ങയ്ക്ക് മഹത്വം, നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ജാതിയിലും ഭാഷയിലുമുള്ള ഞങ്ങളെ ദൈവത്തിന് വിലയ്ക്ക് വാങ്ങി. ഇന്ന് പിരിയുമ്പോൾ ആ രക്തത്തോടെ ഏകീഭവിച്ച് ഒരു പുതിയ ജയം കരഗതമാക്കാൻ, ഒരു പുതിയ സമർപ്പണത്തിനൊരുങ്ങാൻ സർവശക്തൻ കൃപ നൽകട്ടെ. എല്ലാ ഹൃദയവും കണ്ണുകളും അടയ്ക്കണം. ഒരു വേള പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങണം. പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ നിത്യത, നിങ്ങളുടെ നിത്യത, കേട്ട നമ്മുടെ നിത്യത, ഇന്ന് മരിച്ചാലും നിത്യത നഷ്ടം വരാതെ നമ്മുടെ തമ്പുരാനോട് ചേരാൻ, ക്രൂശ് നമുക്ക് പഥ്യമായി തീരാൻ, ആ രക്തം നമുക്ക് വീര്യമായി തീരാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചാട്ടെ. അവശേഷിക്കുന്ന ആയുസ് മുഴുവൻ ആ ക്രൂശിൻ്റെ സാക്ഷിയായി എനിക്കെരിഞ്ഞടങ്ങണം. ആ ക്രൂശിന് വേണ്ടി പ്രാണനർപ്പിക്കേണ്ടി വന്നാൽ അതിനും തുനിയണം. സഹോദരി, 1500-ൽ പരം സുവിശേഷകർ ഇന്ത്യയുടെ വിവിധ ജയിലുകളിൽ മതപരിവർത്തന കുറ്റം ആരോപിക്കപ്പെട്ട് കിടപ്പുണ്ട്. അവരൊന്നും കുറ്റവാളികളല്ല, നമ്മളെക്കാൾ ഭാഗ്യവാന്മാരാണ്. നമുക്കും പ്രാർത്ഥിക്കാം, നാളെ ഒരിക്കൽ ക്രൂശു നിമിത്തം ഇതൊക്കെ സഹിക്കേണ്ടി വന്നാൽ പിന്മാറിപ്പോകാതെ ജയോത്സവത്തോടെ ആ ക്രൂശിനെ ഉയർത്തി നിൽക്കാനുള്ള ചങ്കുറപ്പ്, ആത്മധൈര്യം എനിക്കും തലമുറയ്ക്കും തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം.